السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا ونبينا وحبيبنا محمدا صلى الله عليه وسلم أدى الأمانة ونصح الأمة وكشف الله به الغمة وجاهد في الله حق جهاده حتى أتاه اليقين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ റമദാൻ സുരക്ഷിതരായി റമദാനിലേക്ക് പ്രവേശിക്കാനും റമദാനിനെ സുരക്ഷിതമായി നമ്മിലേക്ക് വരാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. തങ്ങളങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ സല്ലിം റമദാന ലനാ വസല്ലിംനാ ഇലാ റമദാൻ. നമ്മൾ സുരക്ഷിതരായി റമദാനിലേക്ക് എത്തണം. നമ്മൾ റമദാനിലേക്ക് സുരക്ഷിതരായി എത്തുക എന്ന് പറയുന്നത് റമദാനിൻ്റെ മുമ്പ് നമ്മുടെ അമലുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ആത്മാവിന് മുറിവ് ചെയ്യുന്നതാവരുത്. മുറിവ് പറ്റിയിട്ട് റമദാനിലേക്ക് കിടക്കരുത്. തെറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പോവാണ്, കണ്ണ് തീരെ നിയന്ത്രണമില്ലാതെ പോവാണ്, നമ്മുടെ ചിന്തകൾ നിയന്ത്രണമില്ലാതെ പോവാണ്. അങ്ങനെ ആവരുത്. അല്ലാഹുമ്മ സല്ലിംനാ ലി റമദാൻ ഇലാ റമദാൻ വസല്ലിം റമദാന ലനാ. അത് റമദാനെ പ്രതീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്നൊരു ദുആയാണ്. അല്ലാഹുവേ, ഞങ്ങളെ റമദാനിലേക്ക് സുരക്ഷിതമാക്കി എത്തിച്ചു തരണമേ. റമദാനിനെ ഞങ്ങളിലേക്കും സുരക്ഷിതമാക്കി എത്തിച്ചു തരണമേ. ഇപ്പോൾ വിശുദ്ധ റമദാൻ വരികയും റമദാനിൽ എന്തെങ്കിലും ഫിത്നകൾ അത് നോർമലി ഉണ്ട്. കാരണം പിശാച്ചിൻ്റെ വലിയ വലിയ അഫരീത്തുകളായ പിശാച്ചുക്കളെയാണ് പിടിച്ചു കെട്ടണതെന്നാണ്. ജൂനിയർ പിശാച്ചുകൾ അപ്പോഴും ഉണ്ടാവുന്നതാണ്. പിന്നെ മനുഷ്യൻ്റെ ശരീരവും. അതുകൊണ്ട് തന്നെ മാക്സിമം ഡിസ്ട്രാക്ഷൻ റമദാനിൻ്റെ സമയത്ത് വരും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ, ചില്ലറ വിഷയങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതുള്ളൂ. നേരെ മറിച്ച് പല അറബി രാജ്യങ്ങളിലൊക്കെ നടക്കുന്ന പല വിഷയങ്ങളും വെച്ചാൽ റമദാനിൽ സ്പെഷ്യലായിട്ട് സീരിയലുകൾ വരും. റമദാൻ മാത്രമായിട്ട് ചില ഫിലിമുകൾ ഇറങ്ങും. എന്ന് പറഞ്ഞാൽ ആളുകളെ ആ ഒരു സമയത്ത് അതിലേക്ക് എൻഗേജ് ആയി പോകും. ആ സമയത്തേക്ക് മനുഷ്യൻ്റെ സമയം പിന്നെ കളി കാണാനും പിന്നെ ഉറക്കം വഴിച്ച് വെറുതെ ഉപകാരമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് റമദാനിന് മുറിവ് വരുന്ന അവസ്ഥ ഉണ്ടാവും. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഫേസ്ബുക്ക് നമ്മുടെ ഫോണിലോ കമ്പ്യൂട്ടറിലോ ആണ് കിടക്കുന്നത്. അതങ്ങ് പൂട്ടിവെച്ചാൽ തീരാവുന്ന വിഷയമുള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സോഷ്യൽ പ്രോബ്ലമായിട്ട് ഇത് വരാറില്ല. പക്ഷെ നമ്മൾ ഇൻഡിവിജ്വലി ഓരോരുത്തരും വളരെ അൺനെസറിയായ നിസ്സാരമായ വിഷയങ്ങൾ വിവാദങ്ങളും ചർച്ചകളുമാക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് റമദാൻ മുറിവ് പറ്റാതെ നമുക്ക് ലഭിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. നമുക്ക് മുറിവ് പറ്റാതെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കും വേണം. അതായത് നമ്മുടെ നിസ്കാരം കൃത്യമാണ്, നമ്മുടെ വാക്കുകൾ കൃത്യമാണ്, നമ്മുടെ അമലുകൾ കൃത്യമാണ്, നമ്മുടെ ലക്ഷ്യം കൃത്യമാണ്. നമ്മൾ റമദാന് ഒരുങ്ങി നിൽക്കുകയാണ്. അങ്ങനെയാണ് റമദാനിലേക്ക് കയറി ചെല്ലുമ്പോൾ. ഒരു വിവാഹത്തിന് പുതിയാപ്പിള വരുന്ന നേരത്ത് കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടും കാലിന് വെച്ചിട്ട് വടിയും കുത്തി വരികയാണെങ്കിൽ ആ അവസ്ഥ എന്താണ് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എല്ലാവരും പറയില്ല, എന്തേപ്പാ പുതിയാപ്പിളക്ക് പറ്റിയത്, ഈ ദിവസം ഇങ്ങനെയല്ലല്ലോ വരേണ്ടത്, എങ്ങനെ ഉഷാറിൽ വരേണ്ടതാണ്. അപ്പോൾ അവന് വടിയും കുത്തിപ്പിടിച്ച് സ്ട്രെച്ചറിലൊക്കെ അല്ലെങ്കിൽ വീൽ ചെയറിലൊക്കെ വരുന്നത്. എന്തേ, അവൻ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ച് കാണും. അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. ഉദാഹരണം പറഞ്ഞു, അതുപോലത്തെ ഒരു വരവ് റമദാനിലേക്ക് നമ്മൾ വരരുത്. എങ്ങനെ? നമ്മുടെ അമലുകൾക്ക് മുറിവ് പറ്റിയിട്ട്.
അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ റജബിലും ഷഅബാനിലും ഈ 2 മാസം അല്ലാഹു തആല നൽകുന്നത് ഒരുങ്ങാനാണ്. അതുവരെ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ ഒരുങ്ങാൻ കഴിയില്ല. ഇപ്പം ഷഅബാൻ ആയിക്കഴിഞ്ഞാൽ റമളാനും കിട്ടി എത്തട്ടെ, ഞാനതാ റെഡി ടു റേസ്, ഞാനത് മുസ്തഇദ് ലിൽ ഇൻതുലാഖ്, ഓട്ടപ്പന്തയത്തിന് റെഡിയായി നിൽക്കാൻ. റമളാനിൻ്റെ ആ ഒരു നിലാവങ്ങ് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ എൻ്റെ ജീവിതം പിന്നെ ഇന്നലത്തെ ദിവസമല്ല, എൻ്റെ ദിവസം ഇനി വേറെയാണ്. എൻ്റെ വാക്കുകൾ, എൻ്റെ കൂട്ടുകാർ, ഇതൊക്കെ മാറും റമളാൻ കഴിയുന്നവരെ. അതിനപ്പുറത്തേക്ക് മാറണം. പക്ഷേ റമളാനിൽ നമ്മൾ അള്ളാഹു നൽകുന്നൊരു പ്രിപ്പറേഷൻ ടൈമാണ് എവരി ഇയർ. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ. ഈ ആണ്ട് അല്ലെങ്കിൽ പിന്നെ വാർഷികം എന്ന് പറയുന്നൊരു സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിശ്ചയത്തിൽപ്പെട്ടതാണ്. കാരണം ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള്. ഈ പ്രപഞ്ചം പടച്ച നാൾ മുതൽ തന്നെ 12 മാസങ്ങളായിട്ടാണ് ഒരു വർഷത്തെ അല്ലാഹു നിശ്ചയിച്ചത്. ആ 12 മാസങ്ങൾ കഴിയുന്നതോടുകൂടെ അവിടെ ഒരു സൈക്കിൾ പൂർത്തിയാവുകയാണ്, പിന്നെ അടുത്ത സൈക്കിൾ ആരംഭിക്കുകയാണ്. അങ്ങനെ ഓരോന്നിനും അള്ളാഹു ഒരു റിഫ്ലക്ഷൻ ടൈം വെച്ചതാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ആയുസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70, എൻ്റെ ഉമ്മത്തികളുടെ ആയുസ് 60-ൻ്റെയും 70-ൻ്റെയും ഇടയിലാണ്. അതിലിപ്പോൾ കുട്ടിക്കാലം കഴിച്ചാൽ പിന്നെ കിട്ടുന്നത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. ഒരു 70 വയസ്സെന്ന് 15 കുറച്ച് എത്രയാവും? പിന്നെ 55 അല്ലേ? 55 വർഷമൊക്കെ ഒരു മനുഷ്യന് തക്ലീഫിൻ്റെ കാലഘട്ടമായി കിട്ടുന്നുണ്ടാവുള്ളൂ. ആ കാലഘട്ടത്തിൽ വലിയൊരളവോളം നമ്മൾ ജോലിക്ക്, വിദ്യാഭ്യാസത്തിന്, മറ്റു പിന്നെ ഷുഗലും ചങ്ങാതിമാരൊക്കെ ആയിട്ട് കറക്കം പിടിക്കുക, അങ്ങനെയൊക്കെ ആയിട്ട് കുറേ വർഷങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകും. പിന്നെ വളരെ കുറച്ച് നേരമേ ആഖിറത്തിന് വേണ്ടി നമുക്ക് പാക്ക് ചെയ്യാൻ സമയം ഉണ്ടാവുള്ളൂ. ലഗേജ് റെഡിയാക്കണ്ടേ യാത്ര ചെയ്യാൻ വേണ്ടി? അതിനുവേണ്ടി അള്ളാഹു ഓരോ വർഷവും നമുക്ക് നൽകുന്ന മൗസിമുൽ ഖൈറാത്ത്, നന്മകളുടെ വസന്തമാണ് വിശുദ്ധമായ റമളാൻ. അള്ളാഹു ചെയ്യുന്ന വലിയൊരു നിഅമത്താണ്. എത്രയോ ആളുകൾ റമളാൻ വരുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് മരിക്കും, റമളാനിൻ്റെ ആ രാത്രിയിൽ മരിക്കും. തുടങ്ങുന്നുള്ളൂ റമളാൻ, ആ റമളാൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഇതാ റമളാൻ ആകാൻ പോകുന്നുള്ളപ്പോഴേക്കും ഒരാഴ്ച മുമ്പ് മരിച്ചു, അങ്ങനെ പറയും. അല്ലെങ്കിൽ വിശുദ്ധ റമളാൻ നോമ്പെടുക്കണം എന്നൊക്കെ ആഗ്രഹിച്ചതാ, നാളെ റമളാൻ തുടങ്ങുക, തലേന്ന് മരിച്ചു. അള്ളാഹുവിൻ്റെ ഖദറും ഖദാവും അങ്ങനെയാണെങ്കിൽ അതിലൊന്നും നമുക്ക് തിരുത്താൻ കഴിയില്ല. ഖദ്ദറല്ലാഹു വമാ ശാഅ ഫഅൽ. പക്ഷേ അള്ളാഹുവിനോട് റമളാനുകൾ പൂർത്തിയാക്കാനുള്ള തൗഫീഖ് റബ്ബിനോട് ചോദിക്കണം. ത്വൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ആ ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചത്. 2 സ്വഹാബിമാർ റസൂലുള്ളാഹി തങ്ങളുടെ അരികത്ത് വന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്, കലിമ ചൊല്ലി മുസ്ലിമാവുകയാണ്. 2 മുസ്ലിമായി. അങ്ങനെ ഒരാൾ ഷഹീദാകുന്നു, കൂട്ടുകാർ ഒരേ കൂട്ടുകാർ, രണ്ടും അടുത്ത കൂട്ടുകാർ ഒരേ ദിവസമാണ് മുസ്ലിമീങ്ങളായത്, കലിമ ചൊല്ലിയത്. ഒരാൾ ഷഹീദായിട്ട് മരിച്ചു, തൊട്ടടുത്ത വർഷം തന്നെ ഷഹീദായി മരിച്ചു. ഈ ആൾ ഷഹീദായിട്ട് വീണ്ടും കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞ്, ചില റിവായത്ത് 1 വർഷം, അതല്ല 1-ലേറെ വർഷങ്ങൾ കഴിഞ്ഞ് തൻ്റെ കൂട്ടുകാരൻ മരണപ്പെടുകയാണ്. മഹാനായ ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹു സ്വപ്നം കാണുന്നു. കണ്ട സ്വപ്നം എന്താണെന്നറിയോ? മഹാനവറുകളെ സ്വർഗത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. അവിടെ നോക്കുമ്പോഴേ ഈ 2 കൂട്ടുകാരവിടെ വന്നിട്ടുണ്ട്, 2 സുഹൃത്തുക്കൾ, ഒരുമിച്ച് മുസ്ലിമീങ്ങളായ 2 പേര്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരാൾ വന്നു, ഒരു മുനാജിൻ, ഒരാൾ വന്നു, ഒരു ഏഞ്ചൽ, ഒരു മലക്ക് വന്നു. എന്നിട്ട് കൂട്ടുകാരിൽ 2ാമത് മരണപ്പെട്ട ആളെ ഇങ്ങോട്ട് വരി ഉള്ളിക്കെന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുപോയി. അപ്പോൾ പടച്ചോനെ, ഇതെന്ത് കഥ? ഷഹീദല്ലേ ആദ്യം പോവേണ്ടത്, ഷഹീദിനല്ലേ കൂലി എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വ്യാകുലപ്പെടുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷഹീദിനെ വിളിച്ചു, നിങ്ങൾ വരി എന്ന് പറഞ്ഞു. ഒപ്പനും കൊണ്ടുപോയി. ത്വൽഹ തങ്ങൾ പറയാം, ഞാനിങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരാൾ വന്നിട്ട്, നിങ്ങൾ പോയിക്കോ, നിങ്ങൾക്ക് പോയിക്കോ, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. മഹാനവറുകൾ എഴുന്നേറ്റ് നെറ്റി ഉണർന്നു. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിലേക്ക് ചെന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, ഇതെന്താണ് നബിയെ? കാരണം ഷഹീദല്ലേ ഹിസാബില്ലാതെ സ്വർഗത്തിൽ പോകുന്ന ആൾ, ഷഹീദായ മനുഷ്യനല്ലേ ആദ്യം സ്വർഗത്തിൽ കിടക്കേണ്ടത്. ഇത് ഷഹീദ് പോകുന്നതിന് മുമ്പ് അയാളുടെ വർഷങ്ങൾ ശേഷം മരണപ്പെട്ട ആളാണല്ലോ ആദ്യം പോയത്. എന്താണതിൻ്റെ പൊരുൾ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? തങ്ങൾ ചോദ്യതാണ്, അലൈസ ഖദ് സ്വാമ ഖദാ വ ഖദാ, മൂപ്പർ ഒരുപാട് നോമ്പെടുത്തില്ലേ? വഅദറക റമളാൻ, മൂപ്പർക്ക് റമളാൻ കിട്ടിയില്ലേ? തൻ്റെ കൂട്ടുകാരനും മൂപ്പർ ഒരുമിച്ചല്ലേ ഇസ്ലാമായത്. അപ്പോൾ 2 പേരുടെയും റെക്കോർഡ്, അമലുകളുടെ കാലാവധി വളരെ അടുത്തതാണ്. കാരണം 2 ആൾ ഒരുമിച്ചാണ് തുടങ്ങുന്നത്. ആ തുടങ്ങിയതിൽ ഒരാൾ ഷഹീദായി മരണപ്പെടുന്നു. അടുത്ത ആൾ
ഒന്നിലേറെ റമദാനുകൾ അയാൾക്ക് ലഭിക്കുകയുണ്ടായി. വഅദ്റക റമദാൻ, റമദാൻ കിട്ടിയില്ലേ? റമദാൻ കിട്ടിയാൽ അതിൽ ലൈലത്തുൽ ഖദർ കിട്ടുകയാണെങ്കിൽ 84 കൊല്ലം നമ്മുടെ ആയുസ്സിലേക്ക് നമുക്ക് കിട്ടുന്നതിന് തുല്യമല്ലേ? 84 കൊല്ലം ഖൈറും മിൻ അൽഫി ഷഹർ. വെറുതെ ഒരു ഡോക്ടർ ഒരു മരുന്ന് പറഞ്ഞെന്നു വിചാരിക്കുക. ആ മരുന്ന് എത്രയോ ലക്ഷങ്ങൾ അതിന് വിലയുണ്ട്. പക്ഷെ ആ മരുന്ന് കുടിച്ചാൽ നമുക്ക് 20 കൊല്ലം ആയുസ് കിട്ടുമെന്ന് പറഞ്ഞാൽ 20 വാങ്ങൂലേ? ഉള്ള കായ് ഉപയോഗിച്ചിട്ട് വാങ്ങിക്കും. എവിടെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് ഓർഡർ ചെയ്യും. ഉള്ള മുതൽ വിറ്റാലും കുഴപ്പമില്ല, പീഡികത്തിനെ പോയി കിടന്നുറങ്ങിയാലും കുഴപ്പമില്ല, 20 കൊല്ലം ആയുസ് കിട്ടുമല്ലോ എന്ന്. അല്ലാഹു തആല ഓരോ കൊല്ലവും തരുന്നത് 84 കൊല്ലമാണ്. 1000 മാസം ഓരോ റമദാനിലുമുണ്ട് ലൈലത്തുൽ ഖദർ. സുബ്ഹാന ജല്ല ജലാലു. അപ്പോൾ നമുക്കത് എടുക്കണ്ടേ? ഖുലു ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. തങ്ങൾ പറയണം, അദ്ദേഹത്തിന് റമദാൻ കിട്ടിയില്ലേ? വഖദ് സ്വല്ലാ കദാ വകദാ ലില്ലാഹി സജ്ദ. അല്ലാഹുവിന് ഒരുപാട് സുജൂദ് ചെയ്തില്ലേ? ഒരു കൊല്ലത്തെ ഫർള് നിസ്കാരം എത്ര സുജൂദ് ഉണ്ടായിരിക്കും? അതിലെത്ര സുന്നത്ത് നിസ്കാരം നിസ്കരിക്കും? എത്ര റവാത്തിബ് ഉണ്ടാകും? എത്ര വിത്ർ ഉണ്ടാകും? എത്ര തറാവീഹ് ഉണ്ടാകും? ഇതൊക്കെ തൻ്റെ കൂട്ടുകാരനായ നേരത്തെ മരിച്ചുപോയ ആൾക്ക് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഇദ്ദേഹത്തിന് തൻ്റെ കൂട്ടുകാരനായ ഷഹീദായ കൂട്ടുകാരനേക്കാൾ അമല് ചെയ്യാനുള്ള അവസരമുണ്ടായില്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്തിനാ അത്ഭുതപ്പെടുന്നത്? അമല് കൂടുതൽ അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ മൂപ്പര് ആദ്യം പോയി. അതുതന്നെയാണ്. അതുകൊണ്ട് ഒരു റമദാൻ നമുക്ക് കിട്ടണം. ഒരു റമദാൻ പോരാ, ഒരുപാട് റമദാനുകൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതൊരു അധികം ചോദിക്കലെന്നും വിചാരിക്കേണ്ട. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിന് നമുക്ക് എത്രയും ആയുസ് തരാൻ പറ്റും, അല്ലാഹുവിന് നമുക്ക് എത്രയും ആരോഗ്യം തരാൻ പറ്റും. അല്ലാഹുവിനോട് ചോദിക്കാമല്ലോ. വഇൻദഹു ഖസാഇനു കുല്ലി ഷൈ ഖസാഇനുഹു മൽഅ. അല്ലാഹുവിൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുക, ആയുസ്സിൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുക, നിഅമത്തിൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുകയാണ്, ആരോഗ്യത്തിൻ്റെ ഖജനാവ് നിറഞ്ഞു കിടക്കുകയാണ്. അല്ലാഹുവിനോട് ചോദിച്ചോളൂ. സല്ലല്ലാഹുൽ അഫ്വ വൽ ആഫിയ. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബ് തആലയെ അനുസരിക്കാനാണ്. അതാണല്ലോ ഇസ്ലാം എന്ന് പറയുന്നത്. അല്ലാഹുവിനെ അനുസരിക്കുക എന്നതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ അനുസരിക്കലാണ് ഇസ്ലാം. ബലാമൻ അസ്ലമ വജ്ഹഹു ലില്ലാഹ്. നമ്മൾ അല്ലാഹുവിന് കീഴ്പ്പെടുക എന്നാണ് പറഞ്ഞതിനർത്ഥം. എന്ന് പറഞ്ഞാൽ നമ്മുടെ യുക്തിക്കപ്പുറം അല്ലാഹു പറഞ്ഞത് അങ്ങനെ അനുസരിക്കുക. സുബ്ഹാനല്ലാഹ്. അല്ലാഹു നോമ്പെടുക്കാൻ വേണ്ടി പറഞ്ഞു, ആ നോമ്പാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ പറയും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണല്ലോ, കുറേ ആൾക്കാർ എടുക്കുന്നുണ്ടല്ലോ, കുറേ ആൾക്കാർക്ക് തടി കുറഞ്ഞല്ലോ, കുറേ ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടായല്ലോ. ആ ഫാസ്റ്റിംഗ് അല്ല അല്ലാഹു ചെയ്യാൻ പറഞ്ഞ്. അല്ലാഹു ചെയ്യാൻ പറഞ്ഞത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. എന്തിനെന്നറിയോ? നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അല്ല അതിൻ്റെ ലക്ഷ്യം, അതല്ല. പക്ഷേ അതിലൂടെ ആരോഗ്യ പരിരക്ഷ അല്ലാഹു നിഅമത്തായിട്ട് നൽകുന്നുണ്ട്. നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞ് എന്തിനാണെന്നറിയോ? ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടണമേ. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടി, തഖ്വ ചെയ്യാൻ വേണ്ടി, അതിനുവേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. ഇത് നമ്മളെല്ലാ വർഷവും കേൾക്കുന്നൊരു സംഗതിയാണ്. നമ്മൾ നോമ്പ് നിർബന്ധമാക്കിയത് എന്നാൽ ഉഷാറായിട്ട് ഇഫ്താർ കഴിക്കുക, അത്തായം കഴിക്കുക, അലീസ കഴിക്കുക, ഇതൊക്കെ ഇപ്പോൾ റമദാനിലല്ലേ കിട്ടുള്ളൂ. സുബ്ഹാന ജല്ല ജലാലു. അങ്ങനെ നമ്മൾ കുറേ തടിയും കൂടി ആരോഗ്യം നശിച്ച് അമലുമില്ല, കുറേ ഉറങ്ങി തൂങ്ങി, ഇനി എപ്പോഴാണ് നോമ്പുറക്കാൻ, എപ്പോഴാണ്, എന്നാണ് പെരുന്നാളാവുക എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഉന്തിത്തള്ളി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഇതൊന്നുമല്ല അല്ലാഹു തആല ഉദ്ദേശിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷദ്ദ മിഇസറ, അവിടെ തരക്കെട്ട് മുറുക്കി കൊടുക്കും റമദാൻ വന്നാൽ. അവസാനത്തെ 10ലേക്ക് കടന്ന പിന്നെ പറയണ്ട, ഐഖല അഹ്ല, അവിടുത്തെ വീട്ടുകാരെ, പെണ്ണുങ്ങളൊക്കെ, അവിടുത്തെ ഭാര്യമാരെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽപ്പിക്കും. നിസ്കരിക്കാൻ കിടന്നുറങ്ങരുത്, ഈ രാവുകൾ പ്രത്യേകമായ രാവുകളാണ്, അതുകൊണ്ട് ഇബാദത്തിലേക്ക് വരണം എന്ന് പുണ്യ നബി തങ്ങൾ അവരെ, അവിടുത്തെ ഉമ്മഹാത്തുൽ മുഅ്മിനീനിനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചുണർത്തുകയാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ ആബിദത്തുകളാണ്, അവരൊക്കെ ഇബാദത്ത്, ഭയങ്കര ഇബാദത്താണ്. അതിലെ ചെറുപ്പക്കാരികളായ മഹദിമാരെ തന്നെ എടുത്തു നോക്കിയാൽ മതി. മഹദിയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ, ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹബന്ധം വേർപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി. അപ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബി തങ്ങളോട് പറയുന്ന, നബിയേ ഇന്നല്ലാഹ യഅ്മുറുക അൻ തുറാജിഅ ഹഫ്സ, ഹഫ്സ ബീവിയെ നബിയെ അങ്ങ്
തിരിച്ചെടുക്കണം, അവരുമായി ഉള്ള വിവാഹബന്ധം എന്തിരുത്, വേർപ്പെടുത്തുന്ന തൊലാഖിൻ്റെ ഒരു വിഷയം വന്നു. അത് ചരിത്രത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവർക്ക് ഭക്ഷണമില്ലാത്ത അവസ്ഥ വന്നു. പുണ്യനബിൻ്റെ കൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണിയായി. തങ്ങൾക്ക് റേഷൻ കൊടുക്കാൻ വയ്യ. അവർക്ക് ഭക്ഷണം, മിനിമം സർവൈവലിന് ആവശ്യമായ ഭക്ഷണം പുണ്യനബിക്ക് കിട്ടുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലഘട്ടം, വലിയ ഒരു ദാരിദ്ര്യത്തിൻ്റെ കാലം ഹബീബിൻ്റെ മുമ്പിലുണ്ടായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീട് അൻസ്വാരികളൊക്കെ നബി തങ്ങൾക്ക് ഒരുപാട് ഹദിയ കൊടുക്കാൻ തുടങ്ങിയൊരു കാലഘട്ടമുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ചു കാലം അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാണ്ട് വിഷമിച്ചു. മദീന കാലഘട്ടത്തിൽ തന്നെയാണ്. അപ്പോഴാണ് എല്ലാവരെയും വിളിച്ചുകൂടി നബി ഞങ്ങൾ പറഞ്ഞു കൊടുത്തത്. ചരിത്രം അറിയാലോ. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, പെണ്ണുങ്ങളെ, ഇൻ കുൻതുന്ന തുരിദിന അല്ലാഹ വ റസൂല, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും എൻ്റെ കൂടെ ജീവിക്കാൻ. കാരണം എനിക്കൊന്നും കിട്ടുന്നില്ല. എനിക്ക് കിട്ടിയേ ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ പട്ടിണിയാണ്. ആ സമയത്തെ രംഗങ്ങളാണ്. അവിടുത്തെ വീട്ടിൽ നിന്ന് പുകയുരുമായിരുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേവിച്ച് തിന്നാൻ പറ്റുന്ന ഒന്നുമില്ല. പിന്നെന്താണ്? ഈത്തപ്പഴവും വെള്ളവുമേ ഉണ്ടാവുള്ളൂ. ഇല്ലൽ അസ്വദാൻ, കറുത്ത രണ്ട് സാധനം എന്ന് പറഞ്ഞാൽ തോൽപാത്രത്തിൽ വെക്കുന്ന വെള്ളം, അത് കറുപ്പ് നിറയിട്ട് തോന്നും. പിന്നെ ഈത്തപ്പഴം, ഇത് രണ്ടോ ഉണ്ടായിരുന്നുള്ളൂ, വേറൊന്നുമില്ല. അങ്ങനെ ജീവിച്ചിരുന്നൊരു കാലം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക, ഉമച്ചിഅകുന്ന വഉസരിഹകുന്ന സറാഹൻ ജമീല, ഞാൻ നിങ്ങളെ നല്ല നിലയ്ക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഒഴിവാക്കി തരാം. അങ്ങനെ നിക്കാഹ് പറഞ്ഞെടുക്കൂലേ, എന്താ പറയല്, ഉസവ്വിജുക അലാ മാ അമറല്ലാഹു ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫ് ഔ തസ്രീഹിൻ ബിഇഹ്സാൻ. എന്താണ് പറയണത്? എൻ്റെ മോളെ നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്ത് ഏൽപ്പിച്ചു തരാണ്. അലാ മാ അമറല്ലാഹു ബിഹി, അല്ലാഹ് കൽപ്പിച്ചതുപോലെ. എന്താ അല്ലാഹ് കൽപ്പിച്ചത്? മിൻ ഇംസാകിൻ ബിമഅറൂഫ്, എൻ്റെ മോളെ നല്ല നിലക്ക് നീ പരിപാലിച്ചു കൊണ്ടുനടക്കണം. നിനക്കതിന് കഴിയൂലേ? തസ്രീഹിൻ ബിഇഹ്സാൻ, നല്ല നിലക്ക് എന്നെ തിരിച്ചേൽപ്പിക്കുക, വാപ്പാനെ തിരിച്ചേൽപ്പിക്കുക. ഭർത്താവിനോട് പറയാണ്, ഭർത്താവേ, നിനക്കെൻ്റെ മോളെ നല്ല നിലക്ക് പോറ്റി വളർത്താൻ അല്ലെങ്കിൽ കൊണ്ടു നടക്കാൻ കഴിയില്ല എങ്കിൽ അവളെ ബുദ്ധിമുട്ടാക്കരുത്. തൊലാക്ക് ചൊല്ലാതെ, എന്നാൽ തൊലാക്ക് ചൊല്ലിയ പോലെ ഒരു ബന്ധമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, അവരെ നോക്കുന്നില്ല, പരിപാലിക്കുന്നില്ല, അങ്ങനെ ചെയ്യല്ലേ. തസ്രീഹിം ബി ഇഹ്സാൻ, എൻ്റെ മോളെ നിനക്കൊണ്ടാവില്ലെങ്കിൽ എന്ത് ചെയ്യുക, നല്ല നിലക്ക് തിരിച്ചേൽപ്പിക്കണേ. ഇതിനാണ് തസ്രീഹ് എന്ന് പറയാം. എത്ര മനോഹരമാണ് ആ വാക്കുകൾ എന്നറിയോ? അതൊക്കെ പുതിയാപ്പിള്ളേരെ മനസ്സിലാക്കണം. ഒരു പെണ്ണിനെ ഏൽപ്പിക്കുമ്പോഴേ ചവിട്ടി മെരുക്കി അടിമയായി കൊണ്ടു നടക്കാനുള്ളതല്ല അത്. നിങ്ങളെക്കൊണ്ട് കഴിയില്ലേ, നല്ല നിലക്ക് അവിടെ വാപ്പാനെടുത്ത് കൊണ്ടുപോയി ആക്കി കൊടുക്കുക. തസ്രീഹിം ബി ഇഹ്സാൻ, മാനം കെടുത്താതെ, അപമാനിക്കാതെ, മോശപ്പെടുത്താതെ, ബുദ്ധിമുട്ടാക്കാതെ. കഴിയില്ല, ഞങ്ങളെക്കൊണ്ട് ജീവിക്കാൻ കഴിയില്ല, മതി. പിരിയലാണ് ഖൈറെങ്കിൽ യുവഫിഖില്ലാഹു ബൈനഹുമാ, നല്ല നിലക്കാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് പോകാം. ഇല്ലെങ്കിൽ അള്ളാഹു അവർക്ക് രണ്ടുപേർക്കും ഓരോ വഴി അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കും. അങ്ങനെയാണ് തങ്ങൾ പറഞ്ഞു ഇങ്ങനൊരു വാക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ തങ്ങൾ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ ജീവിക്കണമെങ്കിൽ ഇങ്ങനെയാണ്, പ്രയാസം ഉണ്ടാവും. അതല്ല, നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ മദീനയിൽ ഒരുപാട് ആളുകളുണ്ട്, നിങ്ങളെ ഞാൻ തൊലാക്ക് ചൊല്ലിത്തരാം, നിങ്ങൾക്ക് വേറെ കല്യാണം കഴിക്കാം. അങ്ങനെ എല്ലാവരോടും പറഞ്ഞു, നിങ്ങളാരും ധൃതിപ്പെട്ടൊന്നും തീരുമാനം പറയേണ്ട, അവനവൻ്റെ ഉമ്മയോടും വാപ്പയോടും ഒക്കെ ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ വിളിച്ചിട്ട് ബീവിയോട് പറഞ്ഞു, ആയിഷ, നിങ്ങളോട് ഞാൻ പറയണേ, നിങ്ങളുടെ വാപ്പ സിദ്ദീഖ് തങ്ങളോടും നിങ്ങളുടെ ഉമ്മ റൂമാൻ ബീവിയോടൊക്കെ എന്ത് ചെയ്യണം, സംസാരിച്ചിട്ട് തീരുമാനം അറിയിച്ചാൽ മതിട്ടോ എന്നു. ആയിഷ ബീവി, പുണ്യനബിയെ, നിങ്ങളിങ്ങോട്ട് വരി. എന്താ നിങ്ങൾ പറഞ്ഞത്? അങ്ങയുടെ കൂടെ ജീവിക്കാൻ എൻ്റെ വാപ്പാനോടും ഉമ്മാരോടും ചോദിക്കണമെന്നോ? ആരോടും മിണ്ടരുതേ, ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചോളാം. എൻ്റെ മറുപടി ഇതാന്ന് ആരോടും പറയരുത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞ റളിയല്ലാഹു തആല. ഇതേ ആയിഷ ബീവി റളിയല്ലാഹുവിൻ്റെ കല്യാണം പറഞ്ഞ് ഈ ഗുൽമാലുണ്ടാക്കണ മണ്ടന്മാരുണ്ടല്ലോ, ഒരിതും കൂടെ കേൾക്കണം. ഇതൊക്കെ ഹദീസിലുള്ള വിഷയങ്ങളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഡെലിബറേറ്റ്ലി, പ്രൗഡ്ലി നബി തങ്ങളുടെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞ മഹദിയ. അങ്ങനെ ഒരു ടോർച്ചറോ ഒരു ഇൻജസ്റ്റിസോ അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയോ, കിട്ടിയ ചാൻസിൽ ഞാൻ പോട്ടെ എന്നല്ലേ പറയാ? നബിയെ, എൻ്റെ ഉത്തരം ഇതാണ് കേട്ടോ, പക്ഷെ ഞാൻ ഇതാ പറഞ്ഞതെന്ന് ബാക്കിയുള്ള പെണ്ണുങ്ങളൊന്നും അറിയണ്ട. അതിൻ്റെ അർത്ഥം എന്താ? അങ്ങയുടെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചാൽ മതി. അത്രയ്ക്ക് ആയിഷ ബീവിക്ക് നബിയെ ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഈ കടന്ന ഫെമിനിസ്റ്റുകൾ കടന്ന് ചാടേണ്ട വല്ല കാര്യമുണ്ടോ? ആയിഷ ബീവിക്ക് കുഴപ്പമില്ലാത്ത എന്താണ് നിങ്ങൾക്ക് കുഴപ്പം? ആ ഒരൊറ്റ ചോദ്യം അവരോട് ചോദിക്കാം. ബീവിക്ക് ഇതിൽ പ്രശ്നമല്ല കുട്ടികളെ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ പ്രശ്നം എന്ന് പറയുന്നത്? അങ്ങനെ സംഭവം ഇല്ലല്ലോ. വേറെ എന്തെങ്കിലും വിഷയം ചർച്ച ചെയ്തുകൂടെ? ആ സമയം വെറുതെ വേസ്റ്റാക്കാതെ. ആ ഒരു സമയത്താണ് തൊലാഖിൻ്റെ വിഷയം വരുന്നത്.
തൊലാക്ക് ചൊല്ലി എന്നും ചൊല്ലാൻ വെച്ചും എന്നൊക്കെ കാണാൻ കഴിയും ചരിത്രത്തിൽ. തൊലാക്ക് ചൊല്ലി എന്ന് ചില റിവായത്തിൽ കാണാൻ പറ്റും. ഹഫ്സ ബീവി റളിയല്ലാഹു തആല അൻഹ അതിൽ വല്ലാണ്ട് വിഷമിച്ചു എന്നാ. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്, നബിയെ, ഹഫ്സ ബീവിയെ നിങ്ങൾ കൂടെ ചേർക്കണം. ഫഇന്നഹാ സവ്വാമത്തുൻ ഖവ്വാമ. ആരുടെ മോളാ ഹഫ്സ ബീവി എന്നറിയോ? ആരുടെ മോളാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മോളാണ്. അറിയാലോ, 4 ഖലീഫമാരിൽ പിന്നീട് ഖലീഫമാരായത് തങ്ങൾ ആരുടെയും പേര് നിർദ്ദേശിച്ചിട്ടില്ല എന്ന് ചേർത്ത് വായിക്കണേ. ആ ഖലീഫമാരായവരിൽ 2 നബി തങ്ങളുടെ പുതിയാപ്പിളമാരാണ്. 2 പേർ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ അമ്മോശന്മാരാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അമ്മോശനാണ്, ഉമർ റളിയല്ലാഹു അൻഹു അമ്മോശനാണ്. അവരുടെ മക്കളെ നബി തങ്ങൾ വിവാഹം ചെയ്തിട്ടുണ്ട്. പിന്നെ തങ്ങളുടെ മക്കൾ അങ്ങോട്ട് കല്യാണം കഴിച്ചെടുത്ത പുതിയാപ്പിളമാരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി തങ്ങൾ റിദ്വാനുല്ലാഹി അലൈഹിം അജ്മഈൻ. അങ്ങനെ ബീവിയെ സംബന്ധിച്ച് പറഞ്ഞതാണ് സവ്വാമത്തുൻ ഖവ്വാമ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അവസാന കാലഘട്ടം ഹദീസിൽ കാണാം, കാനത്ത് തസ്രിദു സൗം, നോമ്പ് ഇടതടവില്ലാതെ നോറ്റിരുന്ന മഹദിയാണ് ആയിഷ ബീവി റളിയല്ലാഹു. എന്നും നോമ്പായിരിക്കും. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ നോമ്പാണ് അഹബ്ബു സിയാമി ഇലല്ലാഹി സിയാമി ദാവൂദ് അലൈഹിസ്സലാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നോമ്പ് സുന്നത്ത് നോമ്പ് കേട്ടോ, ഫർളല്ല. റമദാൻ കണ്ടിന്യൂസ് ആണ്, ഇടവേളല്ല. പക്ഷേ റമദാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിൻ്റെ ദിവസങ്ങൾ കഴിച്ചുള്ള എല്ലാ ദിവസങ്ങളിലും ഒന്നിടവിട്ടുള്ള നോമ്പ് ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ രീതിയായിരുന്നു. അത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ നിരന്തരം നോമ്പെടുത്തിരുന്ന ആൾക്കാരുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, കാലം മുഴുവൻ നോമ്പായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാന യുസ്രിദു സൗം, കാലം മുഴുവൻ നോമ്പ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കാലം മുഴുവൻ നോമ്പായിരുന്നു. അബ്ദുല്ലാഹിബ്നു റവാഹ റളിയല്ലാഹു അൻഹു കാലം മുഴുവൻ നോമ്പായിരുന്നു. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാലം മുഴുവൻ നോമ്പാ. അങ്ങനെ നോമ്പെടുക്കൊണ്ട് പ്രയാസമൊന്നുമില്ല. അതിനൊന്നും അവരെ പറ്റി അത് തെറ്റാണെന്നോ അവർ ചെയ്ത് ശരിയായില്ലെന്നോ ഒരു ഇമാമും പറയില്ല. കാരണം അതവർക്ക് കഴിയും, അവരത് ചെയ്തിട്ടുണ്ട്. അത്രക്ക് നോമ്പ് ഇഷ്ടമായിരുന്നു എന്നാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയാണ് അന്ന് 80,000 ദിർഹം, ചില റിവായത്തിൽ 1,00,000 ദിർഹം കൊണ്ടുവന്നിട്ട് മുആവിയ റളിയല്ലാഹു അൻഹു കൊടുത്തയച്ചിട്ട്, നോമ്പുള്ള ദിവസമാണല്ലോ അന്ന്. അങ്ങനെ ബരീറ ബീവിയാണ് കൂടുള്ളത് വീട്ടിൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പരിചാരിക ബരീറ ബീവി റളിയല്ലാഹു അൻഹ ബീവിയോട് പറഞ്ഞു, ബരീറ, നമുക്ക് നോമ്പ് തുറക്കാൻ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം ഉണ്ടാക്കണേ എന്ന് പറഞ്ഞു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അപ്പോൾ ബീവി പറഞ്ഞു, ബീവി, ഇവിടെ ഒന്നുമില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്നുമില്ല, വീട്ടിൽ ഒരു സാധനമില്ല. 80,000 മുതൽ 1,00,000 ദിർഹം അന്ന് രാവിലെ ആയിഷ ബീവിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട് റളിയല്ലാഹു അൻഹ. ഭയങ്കര ദാനമായിരുന്നു അത്. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമളാൻ വന്നാൽ വീട്ടിലുള്ളത് മുഴുവൻ എടുത്തു കൊടുക്കും. ആര് വന്നാലും കൊടുക്കന്നെ, ഒന്നും ബാക്കി വെക്കൂല. തങ്ങളുടെ വീട്ടിൽ ഒന്നുമില്ലായിരുന്നു അവസാനം, എല്ലാം കൊടുക്കും നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുക്കന്നെ വാരിക്കോരി കൊടുക്കുക. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അത് കൊടുക്കാതെ സമാധാനം വരില്ല. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, തങ്ങളുടെ ഭാര്യയാണ്, നമ്മുടെ ഉമ്മയാണ് ആയിഷ ബീവി റളിയല്ലാഹു തആല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കുസൃതി വർത്തമാനങ്ങളും കുടുംബജീവിതത്തിൻ്റെ ചരിത്രങ്ങളെ നമ്മൾ അധികം കേൾക്കാറുള്ളൂ. ബീവി റളിയല്ലാഹു അൻഹ വലിയ ആബിദത്താണ്, വലിയ ഇബാദത്താണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഇബാദത്താണ്. നോമ്പാണെങ്കിൽ നോമ്പ്, നിസ്കാരമാണെങ്കിൽ നിസ്കാരം തന്നെ, സ്വതക്കയാണെങ്കിൽ പറയും വേണ്ട, എന്ത് കിട്ടിയാലും കൊടുക്കും. അങ്ങനെ ബരീറ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിയോട് പറഞ്ഞു, ഉമ്മുൽ മുഅ്മിനീനെ, നമുക്കെന്തില്ല, ഒന്നും നോമ്പുറക്കാൻ ഇവിടെ ഒരു ഭക്ഷണം വീട്ടിലില്ല. അങ്ങനെ ബരീറ ബീവി പറഞ്ഞൊരു വാക്കുണ്ട്, യാ ഉമ്മാ, പ്രിയപ്പെട്ട ഉമ്മ. മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് നബി തങ്ങളുടെ ഭാര്യമാർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരൊക്കെ ഉമ്മയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മയാണ്. പറയും ബരീറ ബീവിയേക്കാളും ഒരുപാട് പ്രായം താഴെയാണ് ആയിഷ ബീവിക്ക്, എന്നാലും ഉമ്മ എന്നേ വിളിക്കുള്ളൂ. അങ്ങനെയാണ്. ബീവിയോട് പറയാണ്, യാ ഉമ്മാ, നിങ്ങൾ അതിന്ന് ഒരു ദിർഹം നിങ്ങൾക്ക് നോമ്പുറക്കാനുള്ള ഭക്ഷണത്തിന് വേണ്ടി ബാക്കി വെച്ചുകൂടായിരുന്നോ? 1 ദിർഹം, ഈ 1,00,000-ൽ 1 ദിർഹം. നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കി എന്താണ് അതിൻ്റെ ഗൗരവമെന്ന്. ആ ഒരു സ്വഭാവത്തിൻ്റെ മഹിമ എത്രയായിരിക്കും റബ്ബേ. നമുക്കൊന്ന് പറയാനോ കേൾക്കാനോ പോലും നമുക്ക് അവകാശമില്ല. അത്രയും വലിയ ചാരിറ്റിയല്ലേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെയ്യുന്നത്. 10,000 കൊണ്ടുവന്ന് ആയിഷ ബീവിക്ക് കൊടുത്തതാണ്. കാരണം അന്നത്തെ ഭരണാധികാരികൾ പുണ്യനബി തങ്ങളുടെ ഭാര്യമാർക്ക്, അസ്വാജുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർക്ക് പ്രത്യേകമായ ആവശ്യങ്ങൾക്ക് അവരിഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ എന്ന് പറഞ്ഞ് ഭരണത്തിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് ഹബീബായ നബി തങ്ങളുടെ ഭാര്യമാർക്ക് അവർ കൊടുക്കുന്ന ചില ദാനങ്ങളുണ്ടായിരുന്നു വർഷത്തിൽ. അത് കൊല്ലത്തിൽ കൊടുക്കുന്ന ദാനമാണ്.
പിന്നെ കിട്ടണമെങ്കിൽ പിറ്റേത്തിന് കൊല്ലാവണം. അന്നത്തെ രാവിലെ വന്ന് വൈകുന്നേരമാകുന്നതിൻ്റെ മുമ്പ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയൊക്കെ കൊടുത്തയച്ചു, എല്ലായിടത്തും കൊടുത്തയച്ചു. അവിടെ കൊടുക്കണം, ഇവിടെ കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, ഇവിടെ കൊടുക്കുക. അതങ്ങ് തീർന്നപ്പോഴേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമാധാനമായത് റളിയല്ലാഹു തആല അൻഹ. യാ അല്ലാഹ്. എന്നിട്ട് ബീവി പറയാണ്, ഇനി ഒരിക്കലും ഉമർ തങ്ങൾ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഉമർ തങ്ങളുടെ കാലത്ത് റളിയല്ലാഹു തആല അൻഹ, ഉമർ തങ്ങൾ കൊടുത്തയക്കുന്ന കാലത്ത് ഇനി ഒരിക്കലും എനിക്ക് ഉമറെ നിങ്ങളുടെ ആ ഒരു ഹദിയ വരുന്നതിന് മുമ്പ് ഞാൻ പോയാൽ മതിയായിരുന്നു, എനിക്ക് വേണ്ടായിരുന്നു, എനിക്ക് വേണ്ട, ലാ യുസീബുനി, എനിക്കിനി വേണ്ട ഈ സഹായം എന്ന് ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു. പക്ഷേ അള്ളാഹുവിൻ്റെ തീരുമാനം മറ്റൊന്നാണ്. നോക്കണേ, അത്രക്കും സ്വവാമത്താണ് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ. നോമ്പുകാരിൽ അറിയപ്പെട്ട മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു തആല അൻഹ. അഹ്ലു ബൈത്തിൽപ്പെട്ട മഹദിയാണ്. ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഹുസൈൻ തങ്ങളുടെയും പരമ്പരയിൽ വരുന്ന മഹദിയാണ് നഫീസത്തുൽ മിസ്രിയ ബീവി. അവർ മദീനക്കാരാണ്. മദീനയിൽ നിന്ന് അവർ ഈജിപ്തിലേക്ക് വന്നതാണ്. ഈജിപ്തിലേക്ക് താമസം മാറിയതാണ്. അവിടുത്തെ ആളുകളൊക്കെ മഹദി റളിയല്ലാഹു തആല അൻഹയെ ഒരുപാട് സ്നേഹിച്ചു. ബീവി റളിയല്ലാഹു തആല അൻഹ മഹദി റളിയല്ലാഹു അൻഹയുടെ സാന്നിധ്യം ഈജിപ്തിൽ അവർക്ക് നിഅമത്തും ബറക്കത്തുമാണെന്നവർ വിചാരിച്ചു. ബീവി റളിയല്ലാഹു അൻഹ ദുആ ചെയ്താൽ മഴ കിട്ടുമായിരുന്നു, അസുഖം മാറുമായിരുന്നു. മഹദി ദുആ ചെയ്തു കൊടുത്താൽ, മഹദി റുഖിയ ചെയ്തു കൊടുത്താൽ പിന്നെ ഏത് ഭ്രാന്തും സുഖപ്പെടുമായിരുന്നു. അത്ര വലിയ ഒരു മഹത്വം നഫീസത്തുൽ മിസ്രിയ ബീവിക്കുണ്ടായിരുന്നു. അങ്ങനെ മഹദി അവസാനം അവിടെ നിന്ന് ഈജിപ്തിൽ നിന്ന് പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഇങ്ങനെ നിന്നാൽ എനിക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങനെ ആളുകളിങ്ങനെ വന്നുകൊണ്ടിരുന്ന നമ്മളെങ്ങനെ ഇബാദത്ത് ചെയ്യുക? നമുക്കും അള്ളാഹുവിൻ്റെയും മുമ്പിൽ ഇരിക്കാൻ സമയം വേണ്ടേ? ബീവി പറയാൻ എനിക്ക് പറ്റുന്നില്ല, ആളുകളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 100,000 ആളുകളുടെ പ്രശ്നങ്ങളുണ്ടാവില്ലേ, ഇതൊക്കെ പരിഹരിക്കാൻ കഴിയുമോ? അങ്ങനെ ബീവി പറഞ്ഞു ഞാൻ പോവാൻ. അങ്ങനെ മഹദി അവിടുന്ന് ഈജിപ്തിൽ നിന്ന് ഖൈറോവിൽ നിന്ന് അങ്ങോട്ട് മദീനത്തേക്ക് തിരിച്ചു വരികയാണ്. പക്ഷെ അവിടുത്തെ ഭരണാധികാരികളും നാട്ടുകാരും മുഴുവൻ തെരുവിലേക്കിറങ്ങി പൊട്ടിക്കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, ബീവി നിങ്ങൾ പോവരുത്, ഞങ്ങളാരും ബുദ്ധിമുട്ടാക്കാൻ വരില്ല, നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് നഫീസ ബീവി റളിയല്ലാഹു അൻഹ ഇപ്പോൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ഈജിപ്തിലെ ബീവിയുടെ മഖാമ് നിൽക്കുന്ന ഭാഗം. അവിടെ വലിയൊരു പള്ളിയുണ്ട്, ഹറമിലൊക്കെ നടക്കുന്ന പോലെ ആ ഭാഗങ്ങളിലുള്ള മയ്യത്തെ കൊണ്ടുവന്ന് എല്ലാ നിസ്കാരത്തിനും അസറിനും ളുഹറിനൊക്കെ മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. അങ്ങനത്തെ ഒരു പള്ളിയാണത്. ഇബ്നു അബ്ബാസ് തങ്ങളുടെ പള്ളി ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ജമാഅത്തിനും മയ്യത്ത് നിസ്കാരം ഉണ്ടാവും. 2 ഹറമിൽ നടക്കുന്ന പോലെ. നഫീസത്തുൽ മിസ്രിയ ബീവിൻ്റെ പള്ളിയിൽ മയ്യത്ത് കുളിപ്പിക്കാനും കഫൻ ചെയ്യാനും എല്ലാറ്റിലുള്ള സൗകര്യമുള്ള പള്ളിയാണത്. അവിടെ എല്ലാ സമയത്തും മയ്യത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കും. ഇപ്പോൾ അവിടെ റിനോവേഷനൊക്കെ നടക്കുകയെന്നപ്പോൾ അതൊക്കെ പൂർത്തിയായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും മഹദി നിൽക്കുന്ന ആ ഒരു വീട് അവിടെ പിന്നെ ഇബാദത്തായിരുന്നു. അങ്ങനെ മഹദി മരിക്കുകയാണ് ബീവി റളിയല്ലാഹു തആല അൻഹ. അന്ന് നോമ്പുകാരിയാണ്. അപ്പോൾ വല്ലാണ്ട് ഡീഹൈഡ്രേറ്റഡാണ്. അപ്പോൾ ആളുകൾ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ബീവി നിങ്ങൾ വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞു. മഹദി റളിയല്ലാഹു തആല അൻഹ ആ വെള്ളത്തിലേക്ക് നോക്കി പറയാണ്, കുൻതു ദഅവതുല്ലാഹ സുബ്ഹാനഹു വതആല മുൻദു 30 സന അൻ യതവഫാനി വഅന സ്വായിമ അഫഉഫ്തിറു ഫീ ഹാദൽ വഖ്ത്. ഞാൻ അള്ളാഹുവിനോട് 30 കൊല്ലമായിട്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അള്ളാഹുവേ എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ നോമ്പുകാരിയായിട്ട് മരിപ്പിക്കണമേ. ചിലർ ദുആ ചെയ്തു, അള്ളാഹുവേ എന്നെ അല്ലാഹുമ്മ റസുഖ്നിൽ മീതത്തൽ ഹസന. അബ്ദുല്ലാഹിബ്നു ആമിർ അബ്ദുല്ലാഹിബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരക്കുട്ടിയുടെ മകൻ ആമിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്, അല്ലാഹുമ്മ റസുഖ്നി അൽ മീതത്തൽ ഹസന, അല്ലാഹു എനിക്ക് ഏറ്റവും നല്ല മരണം നൽകണമേ. അപ്പോൾ ആൾക്കാർക്ക് ചോദിച്ചു, മാദാ തഅനി ബിൽ മീതത്തിൽ ഹസന, ഈ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഉദ്ദേശിച്ചത്? അപ്പോൾ പറഞ്ഞു, അയ്യതവഫാനി റബ്ബി വ അന സാജിദ്, സുജൂദിൽ ചെയ്തുകൊണ്ട് മരിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇതൊക്കെ ജീവിതത്തിൻ്റെ വലിയ വലിയ ആഗ്രഹം. നമ്മളിപ്പോൾ എന്താവണം എന്നൊക്കെ പറയില്ലേ, എന്താവണം ജീവിതത്തിൽ, ഓരോരുത്തർ എനിക്ക് ആസ്ട്രോനോട്ട് ആവണം, എനിക്ക് ഡോക്ടർ ആവണം, എനിക്ക് ബിസിനസ് തുടങ്ങണം, എനിക്ക് അതാവണം ഇതാവണം, അതൊക്കെ ദുന്യവിയായ ചില ഖറളുകളാണ്. അതിനൊന്നും കുഴപ്പമില്ല, അങ്ങനത്തെ ചില ടാർഗറ്റുകൾ വെക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ അതോടുകൂടെ ഒരു മുഅ്മിനായ മനുഷ്യൻ ഒരു ടാർഗറ്റ് വെക്കണം. എനിക്ക് ജീവിതത്തിൽ ഇത്ര ഖത്ം എൻ്റെ ജീവിതത്തിൽ ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര തവണ എനിക്ക് അള്ളാഹുവിനെ ഹജ്ജ് ചെയ്യണം, ഇത്ര എനിക്ക് നോമ്പെടുക്കണം, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഇത്ര നോമ്പെടുക്കണം, അല്ലെങ്കിൽ എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കണം, എനിക്ക് ഹറമിലെത്തി മരിക്കണം, അല്ലെങ്കിൽ എനിക്കൊരു വുദൂവിൻ്റെ അവസ്ഥയിൽ മരിക്കണം, അല്ലെങ്കിൽ ഒരു അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കാൻ മരിക്കണം. ഇതൊക്കെ ഒരു ടാർഗറ്റാണ്. അതും കൂടെ കൂട്ടത്തിൽ നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുട്ടികൾക്ക് അത് ആവശ്യം വേണം.
സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പോൾ എൻ്റെ മോനോട് ഇപ്പം ഇന്ന് വൈകുന്നേരം ഒരാൾ കണ്ടപ്പോൾ എന്താവണമെന്ന് ആഗ്രഹം എന്ന് ചോദിച്ചു. അപ്പോൾ വർത്താനം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് സംസാരിച്ചെന്ന് ചോദിച്ചപ്പോൾ എന്താവണമെന്ന് ചോദിച്ചതാണ്. അപ്പോൾ ദുന്യാവിൽ എന്താവുക എന്നാണ് അവിടെ ചോദ്യം. അപ്പോൾ പറഞ്ഞ് ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത് നേരത്തെ ആവണ്ടേ, സമയം വൈകിപ്പോയല്ലോ എന്നൊക്കെ ഒരു സംഭാഷണ, ഒരു സൗഹൃദ ബുദ്ധിയാണ് അവനോട് സംസാരിച്ച ആൾ പറഞ്ഞപ്പോഴേ. അപ്പോൾ ഞാൻ പറയേ, ജീവിതത്തിൽ വേണ്ട ലക്ഷ്യം അതിലൊക്കെ വലുതാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഡോക്ടറാവണം, എഞ്ചിനീയറാവണം, പൈലറ്റാവണം, ഇതൊന്നും വലിയ സംഭവമല്ല. അതൊക്കെ റൂഹാണ്ട് അല്ലാഹു തആല ശ്വാസം പിടിച്ചാൽ നിൽക്കുന്ന സംഗതി. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. ആ ലക്ഷ്യത്തിന് ഒരു പ്രസക്തി പോലും ഇല്ല. പിന്നെ പറയോ മയ്യത്തുകൊണ്ട് നമ്മളെ പൈലറ്റാണോ പോകണതെന്ന് പറയോ? മയ്യത്ത് കെട്ടിൽ പോകുമ്പോൾ പറയില്ല, മയ്യത്താ പോകുന്നതെന്ന് പറയാം അല്ലേ? അത്രയേ ഉള്ളൂ. സ്വാലിഹായൊരു മനുഷ്യനായിട്ട് ജീവിക്കണം, എനിക്കൊരു നല്ല ഒരു മകനായിട്ട് ജീവിക്കണം, ഒരു ലക്ഷ്യമാണ്. എനിക്ക് ഖുർആൻ ഹിഫ്ള് ചെയ്യണം, എനിക്ക് ഖുർആൻ മുഴുവൻ പഠിക്കണം, എനിക്ക് അള്ളാഹുവിൻ്റെ ദീനിന് എന്തെങ്കിലും സേവനം ചെയ്യണം, എനിക്ക് സുജൂദിൽ കിടന്ന് മരിക്കണം. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഏറ്റവും മഹിതമായ ചില ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. സയ്യിദ് ഹുസൈൻ അഫ്ഫാനി എന്ന് പറയുന്നൊരു പണ്ഡിതൻ്റെ ഒരു കിതാബുണ്ട്, ഉലൂഉൽ ഹിമ്മ എന്നാണ്. യാ അല്ലാഹ്, നമ്മൾ അന്തം വിട്ടു. നമ്മുടെ മുൻഗാമികളായ ആൾ, അത് 4-5 വോള്യമുണ്ട്. നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ജീവിതത്തിൽ വെച്ച ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് മാത്രമാണ് ചർച്ച അതിൽ. അതായത് എത്രയെല്ലാം ഹൈ എൻഡ് ഒബ്ജക്റ്റീവുകൾ വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊക്കെ വേ ബിഹൈൻഡ്, ഒന്നും പറയാനും ഒന്നും അവകാശമില്ല. അത്രമേൽ ജീവിതത്തിൻ്റെ മൂല്യം അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ വലിയൊരു സംഗതിയായിട്ടാണ് വരുന്നത് എന്ന് റബ്ബിൻ്റെ മുമ്പിൽ ചെന്ന് സമർപ്പിക്കാൻ കഴിയണം. അതുകൊണ്ട് ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം റളിയല്ലാഹു തആല അൻഹു അങ്ങനൊരു ഇത് പറഞ്ഞു. മീതത്തുൽ ഹസന എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സുജൂദിൽ കിടന്ന് മരിക്കല. അദ്ദേഹത്തിന് അത് ലഭിക്കുകയും ചെയ്തു. നമ്മൾ ആ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മഗ്രിബ് നിസ്കരിക്കാൻ മഗ്രിബിന് ബാങ്ക് കൊടുത്തപ്പോൾ പറഞ്ഞതാണ്, എന്നെ ഇഹ്മിലൂനി. അപ്പോൾ സക്രാത്തിൽ കിടക്കുകയാണ്, ഐസിയുവിൽ കിടക്കുന്ന ഒരാളെ, ഓക്സിജൻ വെച്ച് കിടക്കുന്ന ഒരാളെ പള്ളിക്ക് ജമാഅത്തിന് കൊണ്ടുവന്ന എന്താ അവസ്ഥ? അപ്പോൾ നിങ്ങൾ എന്തിനു പോകുന്നു? അൻത മുഹ്തദിർ, മരണമാസന്നമായി കിടക്കല്ലേ? അപ്പോൾ പറഞ്ഞു, ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യാണ്. എങ്ങനെയാണ്? കൈഫ അസ്മഉ ഹയ്യ അല സ്വലാത്തി വ ഹയ്യ അലൽ ഫലാ വലാ ഉജീബു നിദാഅ റബ്ബി. എനിക്ക് പോകണമെന്ന് പറഞ്ഞു. യതഹാദാ ബൈന ഇത്നൈൻ, 2 ആളുകൾ ചുമന്നു കൊണ്ടുപോയി മഗ്രിബ് നിസ്കാരത്ത് കിടത്തി അവസാനത്തെ സുജൂദിൽ കിടന്നിട്ടാണ് മരിക്കുന്നത്. ആര്? സുബൈർ ഇബ്നുൽ അവ്വാം എന്ന ഹവാരിയു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പേരക്കുട്ടിയുടെ, അതായത് സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ മകൻ സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ ഇബ്നുൽ അവ്വാം. അപ്പോൾ സുബൈർ അവ്വാം തങ്ങളുടെ മകൻ അബ്ദുള്ള തങ്ങളുടെ മകൻ ആമിർ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ താബിഈൻ. അല്ലാഹു ചെയ്തൊരു തൗഫീഖാണ്. നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു തആല അൻഹ റഹ്മത്തുള്ളാഹി അലൈഹ റഹ്മത്തൻ വാസിഅ, അവർ പറയും, 30 കൊല്ലമായി ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് നോമ്പുകാരിയായിട്ട് മരിക്കണമെന്ന്. ഇപ്പം ചിലർക്ക് നോമ്പ് ഇഷ്ടമായിരിക്കും, അങ്ങനത്തെ ഒരു ഇഷ്ടമാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് നോമ്പ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് റയ്യാൻ എന്ന ഗേറ്റിലൂടെ പോകാൻ പറ്റും. നോമ്പ് നോറ്റവർ മുഴുവൻ അതിലൂടെ പോകുമെന്ന് നമുക്ക് തോന്നും. പക്ഷേ നിസ്കരിച്ചവർക്ക് ബാബ് സ്വലുണ്ട് എന്ന് പറഞ്ഞാൽ നിസ്കാരം ഇഷ്ടമായിട്ട് അതൊരു ഹരമാണ് ചില ആളുകൾക്ക്. അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. അവരാണ് ബാബു സ്വലയിലൂടെ വിളിക്കുന്നത്. ബാബു സ്വതക്കയുണ്ട്, എല്ലാ ബാബിൻ്റെയും പേര് തങ്ങൾ പറഞ്ഞില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ ഇബാദത്തും ഇഷ്ടപ്പെടുന്നവർ, നോമ്പ് ചിലർക്ക് ഇഷ്ടമായിരിക്കും, അതൊരു ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ ഒരു ഇബാദത്തിനൊരു ഇഷ്ടമൊക്കെ വരുമോ? പട്ടിണി എടുക്കാൻ ഇഷ്ടം വരിക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ എത്ര വലിയ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് വേണ്ടി പട്ടിണി എടുക്കാൻ, വിശപ്പിന് വിഷമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഞാനിത് ചെയ്യുന്നത് അള്ളാഹ് നിനക്ക് വേണ്ടിയാണ്. വയറിൽ ശരിക്കും വിശക്കുന്നുണ്ട്, തളർച്ച വരുന്നുണ്ട്, ക്ഷീണം വരുന്നുണ്ട്, നമുക്ക് ജോലി ചെയ്യാനൊന്നും പറ്റില്ല, വലിയ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഇത് ഞാൻ അള്ളാഹുവിന് വേണ്ടി ചെയ്യും. എൻ്റെ റബ്ബെന്നോട് പറഞ്ഞു ഇന്നൊന്നും കഴിക്കണ്ട, ചെയ്യൂല. കാമുകൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യൂല. കാമുകി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടതാണ്, അവിടെ കഴിക്കൂല. ഇന്ന് ഉറങ്ങേണ്ടതാണ്, അവിടെ ഇരിക്കും ചിലപ്പോൾ. അള്ളാഹു പറയാണ്, നിങ്ങൾ ഇരിക്കുവേ, എന്നെ അനുസരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കല്ലേ. മഹബ്ബത്തൻ ലില്ലാ, അള്ളാഹുവിനോടുള്ള മഹബ്ബത്താണ് ഇതിൻ്റെ പ്രേരകം. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു റബ്ബേ. അതുകൊണ്ടാണ് സൗമുലി, ഇത് എനിക്കുള്ളതാണ്. ഒരാൾ വെറുതെ ഒതു കൊടുക്കുന്ന സമയത്ത് വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോൾ എന്ന് പറഞ്ഞൊരു മുറുക്ക് വെള്ളം കുടിച്ചു, 5 ഒതുവിന് 5 വെള്ളം കുടിച്ചു. അല്ല, 5 വേണ്ടി വരില്ല. ളുഹുർ അസ്റിനും തന്നെ അത്യാവശ്യമല്ലേ 2-3 ഒതൊക്കെ എടുക്കുകയാണെങ്കിൽ. ആരറിയും നോമ്പ് മുറിച്ചുക്കണോ ഇല്ലേ? അള്ളാഹ്ക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ.
അള്ളാഹ്ക്ക് മാത്രം അറിയാൻ പറ്റും ഒരു മനുഷ്യൻ നോമ്പുണ്ടോ ഇല്ലേ, ആർക്കും ചെക്ക് ചെയ്യാൻ കഴിയില്ലത്. അതുകൊണ്ടാണ് അസ്സൗമുലി വ അനാ അജ്സീ ബി. അത് ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് മാത്രമല്ല, നിങ്ങളുടെ കണ്ണ് നോമ്പെടുക്കുന്നുണ്ടോ, നിങ്ങളുടെ നിങ്ങളുടെ വായ നോമ്പെടുക്കുന്നുണ്ടോ, നിങ്ങളുടെ മൈൻഡ്, നിങ്ങളുടെ ബ്രെയിൻ, നിങ്ങളുടെ കൽബിന് നോമ്പുണ്ടോ, നിങ്ങളുടെ കൈകാലുകൾക്ക് നോമ്പുണ്ടോ, ഇതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അള്ളാഹുവിന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അസ്സൗമു ജുന്ന, നോമ്പെന്ന് പറയുന്നത് പരിചയാണ്. ഇറ്റ്സ് എ ഷീൽഡ്. വാള് വെട്ടുമ്പോൾ തടുക്കുന്ന സാധനമാണത്. എന്ന് പറഞ്ഞാൽ തെറ്റിലേക്ക് പോകാതിരിക്കാൻ നമ്മളെ കൺട്രോൾ ചെയ്യണം. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഈ ശരീരത്തിന് ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ എന്ന് പറഞ്ഞങ്ങ് വിടുന്ന ആളുകൾ പരാജയപ്പെട്ടു. ഇന്നത്തെ സ്വതന്ത്രവാദികളൊക്കെ അതാ പറയുന്നത്, ശരീരത്തിൻ്റെ ആഗ്രഹം നടക്കട്ടെ. ഇസ്ലാം പറയുന്നതല്ല, നിൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നീ നിയന്ത്രിക്കണം. അത് അള്ളാഹുവിൻ്റെ ശരീഅത്തിന് യോജിച്ചു വരുന്നുണ്ടോ, ഗോ അഹെഡ്. ഇല്ലേ, സ്റ്റോപ്പ് ഇറ്റ്. ഖദ് അഫ്ലഹ മൻ സക്കാഹ. തെറ്റു ചെയ്യരുത് എന്ന ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട്. ആ ആഗ്രഹം സഫലമാകാൻ ഏറ്റവും അനുയോജ്യമായ സമയം നോമ്പാണ്. അപ്പോൾ നോമ്പെടുക്കുന്നുണ്ട്, പക്ഷെ ഒരാൾ തെറ്റ് ചെയ്യാതിരിക്കണമെന്ന് തോന്നലില്ലെങ്കിൽ നോമ്പുകാരനായാലും തെറ്റ് ചെയ്യും. നോമ്പെടുത്തു എന്നതിൻ്റെ പേരിൽ മാത്രം തെറ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയാൻ കഴിയില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. കുല്ലുബിനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. അല്ലേ, ആദം നബി അലൈഹിസ്സലാമിൻ്റെ മക്കൾ തെറ്റുപറ്റുന്നവരാണ്. തെറ്റുപറ്റുക എന്നതിൽ തെറ്റുപറ്റാത്തവരാരാണുള്ളത്? വഖൈറുൽ ഖത്താഇന തവ്വാബൂൻ. തെറ്റുപറ്റി തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ് ഏറ്റവും നല്ല മനുഷ്യരെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തെറ്റു ചെയ്യരുത് എന്നൊരു തോന്നൽ നമ്മുടെ ഖൽബിലേക്ക് വരണം. അത് നോമ്പ് കൊണ്ട് വരേണ്ടതാണ്. നോമ്പെടുക്കുമ്പോൾ ആ ആഗ്രഹം കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ വിഷയം എളുപ്പമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ലഅല്ലക്കും തത്തഖൂൻ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു നോമ്പുകാരനെപ്പോലെ ജീവിച്ചു എന്ന് പറയലായിരിക്കും ഏറ്റവും നല്ലത്. അവിടുത്തെ ജീവിതത്തിൽ മാ ശബിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ ഖത്തു മിൻ അഖിത്തിൻ. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സ്വാദിഷ്ടമായൊരു ഭക്ഷണവും നബിതങ്ങൾ വയറ് നിറച്ച് കഴിച്ചില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുന്നാ നസീറു മഅൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ യൗമിൻ സായിഫിൻ വമാ മിന്നാ സായിമുൻ ഗൈറ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ അബ്ദുല്ലാഹി ഇബ്നു റവാഹ. വല്ലാത്ത ചൂടുള്ള ഒരു സമയം അവർ യാത്ര ചെയ്തു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ യാത്രയിൽ അവർ പറയുന്നുണ്ട്, ചില റിവായത്ത്, ഞങ്ങൾ തലയിൽ മുഖത്തൊക്കെ കൈവച്ചിട്ടാണ് യാത്ര ചെയ്തത് വെയിലിൻ്റെ ചൂടുകൊണ്ട്. ആ സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു, നേരത്തെ സൂചിപ്പിച്ച സ്വഹാബി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവർ രണ്ടുപേർക്കും സുന്നത്ത് നോമ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റിയിട്ടില്ല. അവർ നോമ്പ് അപ്പോഴും ഉണ്ടായിരുന്നു. റളിയല്ലാഹു തആല അൻഹു. അസ്സൗമു ജുന്ന ഇന്നമാ യുവഫ സ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ് എന്ന് പറഞ്ഞ സ്വാബിരീങ്ങൾക്ക് അല്ലാഹ് കൂലി കൊടുക്കുമെന്ന് പറഞ്ഞ സ്വാബിറൂൻ എന്നതിൻ്റെ തഫ്സീർ എന്താണ്? അസ്വായിമൂന, നോമ്പെടുക്കുന്നവർക്ക് അല്ലാഹ് കൂലി കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നോമ്പിൻ്റെ പ്രധാനപ്പെട്ട ഒരു വശം സബറാണ്, ക്ഷമയാണ്. നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ പിടിച്ചു നിർത്തുകയാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹസൻ അൽ ബസ്രി റഹ്മത്തുള്ളാഹി തആല അലൈഹിയിൽ നിന്ന്, സുഫിയാനു സൗരി റഹ്മത്തുള്ളാഹി തആല അലൈഹിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു റിവായത്തുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുഅ്മിനായ മനുഷ്യന് സ്വർഗം കൊടുത്ത് ആ സ്വർഗത്തിലെ മനോഹരമായ അസലിൻ്റെ, തേനിൻ്റെ അരുവിയുടെ അരികത്ത് ഹൂറുൽ ഐനുകളിൽപ്പെട്ട സുന്ദരിയായൊരു ഹൂരിയുടെ കൂടെ ഇരിക്കുമ്പോൾ ആ ഹൂരി അദ്ദേഹത്തോട് പറയാണ്, ഇന്നല്ലാഹ നദറ ഇലൈക ഫീ യൗമിൻ സ്വായിം. നിങ്ങൾ യൗമിൻ സ്വായിഫിൻ വ അൻത സ്വായിം, വളരെ ചൂടുള്ള ഒരു ദിവസം നിങ്ങൾ നോമ്പുകാരനായി നിൽക്കുമ്പോൾ, നിങ്ങളുടെ ചുണ്ടുകളൊക്കെ വരണ്ട് നിൽക്കുമ്പോൾ, നിങ്ങളുടെ വയറൊട്ടി നിൽക്കുമ്പോൾ, നിങ്ങൾ അശക്തനായി തളർന്നു നിൽക്കുമ്പോൾ അള്ളാഹു നിങ്ങളിലേക്ക് നോക്കിയ ഒരു നേരമുണ്ടായിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉഷ്ഹിദുക്കും യാ മലായികത്തി, എൻ്റെ മലക്കുകളെ നിങ്ങളെ ഞാൻ സാക്ഷി നിർത്തുകയാണ്, ഈ മനുഷ്യൻ എനിക്ക് വേണ്ടിയാണ് ഈ ത്യാഗം ചെയ്തത്. ചൂടുള്ള നോമ്പ്, ചൂടുള്ള കാലഘട്ടത്തിലെ നോമ്പ്. ഇപ്പോൾ ലെങ്തി അവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് പ്രയാസമാണെന്ന് തോന്നുന്നു. ഒരിക്കലല്ല. റമദാൻ ഇതാ തുടങ്ങുന്നു, അതിൻ്റെ ആനന്ദം അനുഭവിക്കുന്ന മുഅ്മിനീങ്ങൾക്കത് വളരെ പെട്ടെന്നാണ് നീങ്ങിപ്പോവുക. റമദാൻ എത്ര പെട്ടെന്നാണ് കഴിയുക. നമ്മൾ വരുന്നു എന്ന് പറഞ്ഞ് ഇതാ കഴിഞ്ഞ് പെരുന്നാളായി എന്ന് പറയും. വളരെ പെട്ടെന്നാണ് പോവുക. അത് എത്ര ദീർഘമുള്ള പകലാണെങ്കിലും ചുരുങ്ങിയ പകലാണെങ്കിലും റമദാൻ മർറുൽ കിറാം, മാന്യന്മാർ പോകുന്ന പോക്കാ പോവുക. അവിടെ ഇവിടെ തിരിഞ്ഞു നോക്കാൻ നിൽക്കില്ല, ഒരൊറ്റ പോക്കായിരിക്കും. അത് മർറുൽ കിറാം,
മാന്യന്മാരുടെ നടത്തമാണ്. റമളാനിൻ്റെ പോക്ക് അങ്ങനെയാണെന്ന. ബാക്കിയൊക്കെ നമുക്ക് അല്പം സ്ലോ ഡൗൺ ഫീൽ ചെയ്യും. റമളാൻ ഒരിക്കലും അങ്ങനെ കിട്ടില്ല. അത് എത്ര നീളമുള്ളതാണെങ്കിലും മുഅ്മിനീങ്ങൾക്കതിൻ്റെ സന്തോഷം കൊണ്ട് അങ്ങനെയാണ്. സന്തോഷത്തിൻ്റെ സാഅത്തുകൾ, സമയങ്ങൾ വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോവുക. ദുഃഖമുണ്ടെങ്കിലാണ് അത് വളരെ നീണ്ടുപോവുക. ദുഃഖമുള്ള രാവുകൾ വളരെ നീണ്ട രാവുകളാണ്. സന്തോഷത്തിൻ്റെ രാവുകൾ നേരം പുലരും പെട്ടെന്ന്. ഇപ്പം തന്നെ വജറായോ നേരം വെളുത്തോ എന്ന് ആലോചിച്ചു പോകും. അങ്ങനെ ഒരു ദീർഘമായ രാവിൽ, ഒരു ദീർഘമായ പകലിൽ ഏറ്റവും ദാഹമുള്ള ഒരു നേരത്ത് നിങ്ങളുടെ ചുണ്ടുകളൊക്കെ വരണ്ടു നിൽക്കുന്ന ഒരു ദിവസം അള്ളാഹു നിങ്ങളെ നോക്കിയിരുന്നു. ആ റബ്ബ് തആല അന്നേരം പറഞ്ഞു, എൻ്റെ അബ്ദിലേക്ക് നോക്കൂ മലക്കുകളെ, ഇയാൾ ഇങ്ങനെ വിശന്ന് നിൽക്കുന്നത് എനിക്ക് വേണ്ടിയാണ്. ഇപ്പോൾ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നമുക്കത് പറയാൻ പറ്റും. ഇൻഡോർ ജോലി ചെയ്യാണ്, എയർ കണ്ടീഷൻ ചെയ്ത റൂമിലാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ല എയർ കണ്ടീഷൻ ചെയ്ത വാഹനത്തിലാണ്, വീട്ടിലാണ്. അവരനുഭവിക്കുന്നതിലേറെ സ്വബർ പുറത്ത് ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി വരും, അല്ലേ? അവർക്ക് ജോലിയും നോമ്പും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുമോ? അവർ നോമ്പെടുക്കുക. ഇപ്പോൾ ഒരുപാട് ലെങ്തി അവേഴ്സ്, ഇപ്പം UK മറ്റ് വെസ്റ്റേൺ രാജ്യങ്ങളിലോ ഒക്കെ ഒരുപാട് ദീർഘമുള്ള പകലുകൾ വരും. അപ്പോൾ എന്താ ചെയ്യുക? പകുതി വെച്ച് മുറിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് ആ പകൽ എന്തിയോളം നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റുമോ? നിങ്ങളെടുക്കുക. ഇല്ലേ, നിങ്ങളെക്കൊണ്ട് കഴിയൂലേ, നിങ്ങൾ മുറിച്ചോളൂ. എന്നിട്ട് എന്ത് ചെയ്യുക? ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ എന്നല്ലാതെ സൗദിയിൽ ഇപ്പോൾ ടൈമായിട്ട് നമ്മൾ മുറിക്കുക. ഇവിടെ സൂര്യൻ നേരെ മേലെ കണ്ണുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. സൂര്യൻ ഖുറൂബാവാതെ അസ്തമിക്കാതെ നോമ്പ് മുറിക്കാൻ പറ്റൂല. ഇപ്പം നോമ്പ് സമയമാവാതെ മുറിക്കുക എന്ന് പറഞ്ഞതൊരു കുറ്റമാണ്. അതൊരു കുറ്റമാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അച്ചാനി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വമഅഹു മലക്കാൻ, 2 മലക്കുകളെയും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുത്തേക്ക് വന്നു അലൈഹിമുസ്സലാത്തു വസ്സലാം. എന്നിട്ട് ഒരു പർവ്വതത്തിൻ്റെ അരികത്തേക്ക് എന്നെ കൊണ്ടുപോയി. ആ പർവ്വതത്തിൻ്റെ അരികത്തെത്തിയപ്പോൾ എന്നോട് ജിബ്രീൽ തങ്ങൾ പറഞ്ഞു, നബിയെ ഇസ്അദ്, കയറിൻ നബിയെ എന്ന് പറഞ്ഞു. നോക്കുമ്പോൾ എനിക്ക് കയറാൻ പറ്റാത്ത മലയാണ്, കുത്തനെയുള്ള പാറമലകളാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് കഴിയുന്നില്ലല്ലോ കയറാൻ. അപ്പോൾ പറഞ്ഞു, ഇസ്അദ് ഫഇന്നനാ സനുസഹിലു അലൈക്, നബി നിങ്ങൾ കയറിക്കോളൂ, കയറാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തുതരാം. അങ്ങനെ 3 മലക്കുകളും ഹബീബായി തങ്ങളെ സഹായിച്ച് അവർ കയറുക. ഇത് റുഇയയാണ് കേട്ടോ, സ്വപ്നമാണ്. വറുഇയൽ അംബിയാ വഹ്യുൻ, അംബിയാക്കന്മാർക്കുണ്ടാകുന്ന സ്വപ്നങ്ങളൊക്കെ വഹയാണ്, ദിവ്യബോധനമാണ്. ഫഇന്നഹു തനാമു ഐനായ വലാ യനാമു ഖൽബി വകദാലികൽ അംബിയാ, പ്രവാചകന്മാരുടെ കണ്ണുകളെ ഉറങ്ങൂ, ഹൃദയം ഉറങ്ങുകയില്ലെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം. അങ്ങനെ അങ്ങനെ ആ മലയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് ഞാൻ നിൽക്കുമ്പോൾ നരകവാസികളുടെ കരച്ചിൽ ഞാൻ കേട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുറാഖുൻ വഅവീൽ, ആർത്ത് നിലവിളിക്കുന്ന ശബ്ദം ഞാൻ കേട്ടു, പേടിച്ചുപോയി. ഇങ്ങനെ ശബ്ദം ഞാൻ കേട്ടിട്ടില്ല. ആളുകളുടെ നിലവിളിയാണ്, കൂട്ടമായ കരച്ചിൽ ഞാൻ കേൾക്കുന്നു ആ മലയുടെ മുകളിൽ. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു, നബി അത് കണ്ടോ, നബി അങ്ങത് കണ്ടോ? ഞാൻ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ അവരുടെ കവിളുകൾ കൊക്ക കൊണ്ട് ഒരു കുളത്തിട്ടിട്ട് വലിച്ചു കീറി ചോര ചിന്തി കളിക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, ജിബ്രീലേ എന്താണിത്? അപ്പോൾ പറഞ്ഞു, ഇവർ യുഫ്തിറൂന സുയാമഹും ഖബ്ല തഹില്ലതിഹ, നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിൻ്റെ മുമ്പ് നോമ്പ് മുറിക്കുന്ന ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിലൊക്കെ വലിയ ഫിത്തന ഉണ്ടാവും. പല പള്ളികളുണ്ടാവും, മത്സരമാണല്ലോ. ആദ്യത്തെ കൊടുക്കണ ബാങ്കിന് ഭയങ്കര സീറ്റായിരിക്കും, ഭയങ്കര ആക്സെപ്റ്റൻസ് ആയിരിക്കും ആൾക്കാർ. ഓനാണ് ആൺകുട്ടി എന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും? സമയമാണെങ്കിൽ 2 മുമ്പ് തന്നെ ബാങ്ക് കൊടുക്കും. അപ്പോൾ എല്ലാവരും അവിടെ കൊടുത്തല്ലോ എന്നാൽ നമ്മളും കഴിക്കുക. ചെയ്തുകൂടാതെ ഒക്കെ മനുഷ്യന്മാരാണ്, തെറ്റുപറ്റാം. സമയമായോ ഇല്ലേ എന്ന് കൃത്യമായി നോക്കിയിട്ടേ നോമ്പ് മുറിക്കാൻ പറ്റൂ. വളരെ കുറഞ്ഞ സമയമല്ലേ ഇനി വേണ്ടൂ. മണിക്കൂറുകളോളം കാത്തു നിന്ന് പിന്നെ 2 മിനിറ്റ് 3 മിനിറ്റിന് എന്തിനെത്ര ധൃതിപ്പെടേണ്ടത്? നോമ്പ് മുറിക്കേണ്ട സമയമായ ഖുറൂബായാൽ അത് ചെയ്യാം. നേരെ മറിച്ച് 4ഉം 5ഉം ബാങ്ക് ഒരുമിച്ച് വരുന്ന ചില ടൗണുകളുണ്ടാവും. അവിടെ 4ഉം 5ഉം ബാങ്ക് ഒരുമിച്ചായിരിക്കും. അപ്പോൾ ഒരുത്തൻ എന്ത് ചെയ്യും? സ്മാർട്ടാവാൻ വേണ്ടി എന്ത് ചെയ്യും? വേഗം കൊടുക്കും. അതുപോലെ ലാസ്റ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അത്താഴത്തിന് സമയം കഴിഞ്ഞിട്ടുണ്ടാവും, ബാങ്ക് കൊടുത്താലും ഇല്ലെങ്കിലും സമയമായില്ലേ, അതിൻ്റെ ദലാലത്താണ് ബാങ്ക് വിളി. പക്ഷെ അതെന്ത് ചെയ്യും? ചിലർ ലേറ്റാകും. അപ്പോൾ പറയും, ഞാൻ മൂപ്പരപ്പാണ്, എനിക്ക് ആ ബാങ്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ മൂപ്പര ആ സമയത്ത് അതുവരെ തിന്നെ സമയമായിട്ടുണ്ടാവും. ഇതൊക്കെ ഫസാദാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യരുത്? യുക്തിയും ബുദ്ധിയും വിവേകവും ഒക്കെ ഉപയോഗിക്കണം. അമലിൻ്റെ വിഷയത്തിൽ, ദുനിയാവിൻ്റെ വിഷയത്തിൽ അതൊക്കെ ഉപയോഗിക്കുന്നില്ലേ? ഇബാദത്തിൻ്റെ വിഷയത്തിൽ അത് ഉപയോഗിക്കണം. ഖബ്ല തഹില്ലതിഹ, നോമ്പ് മുറിക്കേണ്ട സമയമാകുന്നതിന് മുമ്പ് മുറിക്കുന്ന ആളുകൾ, അവർക്ക് ഇങ്ങനെ ശിക്ഷയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സമയാവാതെ മുറിക്കരുത്. അള്ളാഹു തആല പൂർണ്ണമായിട്ട് തന്നെ നിർവഹിക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. നമ്മളോട് പറയാൻ, ഇത് മലക്കുകളുടെ സ്വഭാവമല്ലേ? ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക,
പിന്നെ ഭാര്യയുടെ കൂടെ കിടക്കാതിരിക്കുക, ഇതൊക്കെ മലക്കുകളുടെ സ്വഭാവമാണ്. അള്ളാഹു നമ്മളെ ഒരു ഏഞ്ചലിക് ക്യാരക്ടറിസ്റ്റിക്സിലേക്ക് കൊണ്ടുപോവുകയാണ്. മലക്കുകളുടെ ഒരു ലോകം, ഒന്നും ചിന്തിക്കാനില്ലാത്ത. റമദാനിൽ ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. റമദാനിൽ ഓതുന്ന അത്ര സാധാ ദിവസം ഓതുമോ? അപ്പോൾ തോന്നും ചായ കുടിക്കാൻ, അപ്പോൾ പൂട്ടിച്ച് പോവുക ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ഓതിക്കൊണ്ടിരിക്കണത് വെറുതെ തോന്നുന്നു വിശക്കുണ്ടല്ലോ എന്ന്. അപ്പം പിന്നെ തലഭാത്ത് ഓർഡർ ചെയ്തു, അല്ലെങ്കിൽ ഡെലിവറിനെ വിളിച്ചു, അല്ലെങ്കിൽ അവിടെ ഷോപ്പിൽ പോയി, അപ്പം സമയം കഴിഞ്ഞു. നേരെ മറിച്ച് ഇതൊന്നും ചിന്തിക്കാനില്ല. നമ്മൾ ഇപ്പോൾ സമയം മഗ്‌രിബ് വരെ ഒരു രക്ഷയില്ല. അപ്പോൾ നേരെ കണ്ടിന്യൂസ്ലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഓതിക്കൊണ്ടിരിക്കുകയാണ്. റമദാനിൽ ചെയ്യാൻ പറ്റുന്ന പോലെ ഇബാദത്ത് നമുക്ക് കിട്ടുന്നുണ്ടോ? റമദാനിൽ ഉറക്കം വളരെ കുറവാണ്, പക്ഷേ നമ്മുടെ ഇബാദത്ത് കൂടും. മാഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. എന്തേ നമ്മുടെ ചിന്തകൾ മറ്റൊരിടത്തും പോകുന്നില്ല. റമദാനിൽ ഇൻഷാ അല്ലാഹുൽ അസീസ് വിശുദ്ധമായ ഖുർആനിൻ്റെ ആനിവേഴ്സറിയാണ്, മറക്കല്ലിൻ. ഖുർആൻ എല്ലാവരും ഓതി മുമ്പോട്ടെത്തുമ്പോൾ, ഇപ്പോൾ റമദാൻ 3-4 ദിവസമായിട്ട് എന്താ ഓതിയെന്ന് ചോദിച്ചാൽ ഒന്നും ഓതിയിട്ടുണ്ടാവില്ല. ലാ യസാലു ഖൗമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാഹ്. ചില ആൾക്കാർ ഇങ്ങനെ ലേറ്റായി അള്ളാഹു അവരെ ലേറ്റാക്കുമെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകൾ പിന്തി ഹത്താ യുഅഖിറഹുമുല്ലാഹ്. അവർ പിന്നെ സ്വർഗത്തിലേക്ക് വരുമ്പോഴും ബാക്കിലായിരിക്കും. അവരെ അള്ളാഹു ലേറ്റാക്കി കളയും എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ പെട്ടുപോകരുത്. അതുകൊണ്ട് സാബിഖു, ഇതൊരു സിബാഖാൻ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജൻ. ഇനിയൊരു അവസരം അള്ളാഹു സ്വർഗം കിട്ടാൻ നമുക്ക് തന്നില്ല എന്ന് വരും. ഇനിയൊരു അവസരം ഉണ്ടായില്ല എന്ന് വരും. ഇത് ലാസ്റ്റ് ചാൻസാണ്. നമ്മൾ പറയില്ല ഇത് ലാസ്റ്റ് ബസ്സായിരിക്കും, ഇത് ലാസ്റ്റ് ബസ്സായിരിക്കും. എൻ്റെ തൊട്ട് മുമ്പത്തെ ബസ്സിന് പോയാൽ ആ ബസ് ടയർ കേടുന്ന അടുത്ത ബസ്സെങ്കിലും ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് ലാസ്റ്റ് ബസ്സാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടിയില്ലെങ്കിൽ പോയി. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്, മനസ്സിലാക്കണം. ഒരു ഗ്യാരണ്ടിയുമില്ല. എന്തെങ്കിലും തരത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തുന്ന സമയം ഒരു അമലുമില്ലാതെ നമ്മൾ എത്തുകയാണെങ്കിൽ എത്ര വലിയ നഷ്ടമായിരിക്കും അത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ റമദാൻ നല്ല നിലയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് ഇൻഷാ അല്ലാഹ് ഒരുപാട് നന്മകൾ കൂടാനുള്ള അവസരമാവണം. തെറ്റുകളിലേക്ക് അകപ്പെട്ടു പോയ ആളുകൾക്ക് തൗബ ചെയ്ത് കഴുകി ശുദ്ധിയായി ഈ റമദാനോടുകൂടെ മറ്റൊരു വിശുദ്ധമായൊരു ജീവിതം തുടങ്ങാനുള്ള തൗഫീഖ് ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉംറത്തുൻ ഫി റമദാന തഅദിലു ഹജ്ജത്തൻ മഈ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കഴിയുന്ന ആളുകൾക്കൊക്കെ റമദാനിൽ ഉംറക്ക് പോവുക. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഈസിയാണ്. ഉംറ വളരെ ഈസിയാണ്. ഉംറ വിസ അറിയാലോ. എല്ലാ പ്രൊഫഷനും ഇപ്പോൾ വിസിറ്റ് കിട്ടാൻ തുടങ്ങി. എല്ലാവർക്കും ബൈ റോഡ് പോകാം, ബൈ എയർ പോകാം. പിന്നെ നമ്മുടെ സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക. റമദാനിൽ പറ്റുന്നവർ ലീവ് ഉണ്ടാവും കൊല്ലത്തിൽ, അതൊക്കെ എടുക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ റമദാനിലേക്ക് അത് മാറ്റിവെക്കാം. വിശേഷിച്ച് റമദാനിൻ്റെ അവസാനത്തെ 10ലേക്ക്, റമദാൻ പകുതിക്ക് ശേഷം അങ്ങനെ പറ്റുന്നുള്ളെങ്കിൽ അങ്ങനെ ആവട്ടെ. റമദാനിൽ ഒരു ഉംറ പുണ്യനബി തങ്ങളോടുകൂടെയുള്ള ഹജ്ജാണ്. തഅദിലു ഹജ്ജത്തൻ മഈ. ഹജ്ജ് വെറുതെ ചെയ്യുന്ന പോലെയല്ല, തങ്ങളോടുകൂടെയുള്ള ഹജ്ജ്. എന്തായിരിക്കും എൻ്റെ മഹത്വം? യാ അല്ലാഹ് ഇഫ്അൽ വലാ ഹറജ്, ഇഫ്അൽ വലാ ഹറജ്, ഇഫ്അൽ വലാ ഹറജ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ എല്ലാം തൈസീറാക്കി തന്നൊരു ഹജ്ജാണത്. ചോദിച്ചവർക്ക് മുഴുവനും ചെയ്തോളൂ കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അങ്ങനെ ചെയ്തോളൂ കുഴപ്പമില്ല എന്ന് തന്നെ മറുപടി പറഞ്ഞൊരു ഹജ്ജാണത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ നിന്ന് ദുആ ചെയ്ത ഹജ്ജാണത്. ലഅല്ലി ലാ അൽഖാകും ഫീ മഖാമി ഹാദാ ബഅദ ആമി ഹാദാ. ഉമ്മത്തിനോട് യാത്ര ചോദിച്ച ഹജ്ജാണത്. ഉമ്മത്തികൾക്ക് ഒരുപാട് പഠിപ്പിച്ചു കൊടുത്ത ഹജ്ജാണത്. യാ അല്ലാഹ്, ഹജ്ജിന് പോയപ്പോഴും ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുഖം, ഒട്ടകപ്പുറത്തുനിന്ന് മഹാനവറുടെ മുഖം ഇങ്ങനെ നബി തങ്ങൾ തിരിച്ചു കൊടുക്കുക. തങ്ങളുട്ടിയാണത് ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് തങ്ങളുടെ സഹോദരൻ ഫളൽ ഇബ്നു അബ്ബാസ്. അവരുടെ വേറൊരു സഹോദരനുണ്ട് ഖുസം ഇബ്നു അബ്ബാസ്. അവർ ഉസ്ബെക്കിസ്ഥാനിൽ അന്ത്യവിഷമം കൊള്ളുന്നു, സമർഖന്ദിലാണ്. മഹാനായ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖം ഇങ്ങനെ തിരിച്ചു കൊടുത്തു എന്നാണ്. നമ്മൾ നോക്കണേ, ഹജ്ജാണ്, സ്വഹാബികളാണ് അവിടെ ഉള്ളത്. അവർ തൽബിയത്തിലാണ്, ദിക്റിലാണ്, ദുആയിലാണ്, ഇബ്തിഹാലിലാണ്, അള്ളാഹുവിനോടുള്ള താണുകേടുള്ള ഇബാദത്തിൽ നിൽക്കുന്ന സമയമാണ്. എന്നാലും ഒരു പെണ്ണ് വന്നൊരു ചെറുപ്പക്കാരി പെണ്ണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊരു മസ്അല ചോദിക്കുമ്പോൾ റഅയ്തു ഷാബ്ബൻ വശാബ്ബതൻ ഫലം അഅ്മൻ അലൈഹിമാ. ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുഖം നബി തങ്ങളിങ്ങനെ തിരിക്കുക. നബി തങ്ങൾ ഇരിക്കുകയാണ്, തങ്ങളുടെ നേരെ ബാക്കിൽ ഫളൽ തങ്ങൾ ഇരിക്കുന്നുണ്ട് ഒട്ടകപ്പുറത്ത്. അപ്പോൾ നബി തങ്ങളിങ്ങനെ മുഖം തിരിക്കുന്നുണ്ട്, ഇങ്ങോട്ട് നോക്കി എന്ന് പറഞ്ഞിട്ട്. ഇപ്പുറത്തെ ഒരു പെണ്ണ് നബി തങ്ങളോട് താഴ്ന്ന് ചോദ്യം ചോദിക്കുകയാണ്, നബിയെ അവരുടെ ഉമ്മാക്ക് പകരം ഹജ്ജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഫളൽ ഇബ്നു അബ്ബാസ് തങ്ങളോട്, ഫളലേ നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഇപ്പുറത്തേക്ക് നോക്കി മുഖം ഇങ്ങനെ മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ചോദിച്ചു, തങ്ങളോട് സ്വഹാബിമാരൊക്കെ ചോദിച്ചു, അല്ല എൻ്റെ നബിയെ എന്ന് അങ്ങനെ മുഖം തിരിച്ചു കൊടുത്തത്. പറഞ്ഞു, ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയെ ഞാൻ കാണുന്നത്, അവർക്കിടയിൽ പിശാച്ച് വരില്ല എന്ന് എന്തുറപ്പാണുള്ളത്? എവിടെ? ഹജ്ജിനാണ്, മൗസുമിൽ ഖൈറിലാണ്,
തങ്ങളുടെ കൂടെയാണ്. അറഫയുടെ പരിസരത്താണ് ഇതൊക്കെ നടക്കുന്നത്. അപ്പോൾ ഏത് സാഹചര്യത്തിലും ഇപ്പോൾ റമദാനാണെങ്കിലും പോയി കള്ളുടിക്കണമല്ലേ, റമദാനിൽ പോയിട്ട് വ്യഭിചരിക്കുന്നവരില്ലേ? എത്ര വലിയ ഗൗരവമാണത്, എത്ര വലിയ ഗൗരവമാണ്. അതുകൊണ്ട് തന്നെ പ്രതിഫലം കൂടുന്നതോടൊപ്പം തന്നെ ശിക്ഷയും കൂടും. റജബിലും ഷഅബാനും റമദാനിലും വിഷയം അതാണ്. മുഹറമായ മാസങ്ങളിൽ, പവിത്രമായ സമയങ്ങളിൽ, ദിവസങ്ങളിൽ നന്മ ഇബാദത്തിന് കൂലി കൂടുന്ന പോലെ തെറ്റുകൾക്ക് ശിക്ഷയും ഇരട്ടികൾക്ക് ഇരട്ടിയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുക. അള്ളാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ, അള്ളാഹു നമുക്ക് മാപ്പ് നൽകട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ഈ സംഭവം വിവരിച്ചുകൊണ്ട് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തആല ഉദ്ധരിച്ചൊരു സംഭവമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലൊരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുകയാണ്. ആ മനുഷ്യനോട് അലി തങ്ങളോട് പറഞ്ഞു, അലിയാരെ ആ മനുഷ്യനോട് ഫല്യതവല്ല, അയാൾ ഉറങ്ങുകയാണ്, മൂപ്പരോടൊന്ന് ഉണർന്നിട്ടൊന്ന് പോയി ഒതെടുത്ത് വരാൻ വേണ്ടി പറയാം അലിയാർ തങ്ങളെ എന്ന് പറഞ്ഞു. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറയാം, നബി അൻത സബ്ബാഖുൻ ഇലൽ ഖൈർ, തങ്ങൾ എല്ലാ നന്മയും തങ്ങൾ തന്നെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ. അപ്പോൾ ആ മനുഷ്യനോട് നിങ്ങൾ എഴുന്നേൽക്ക് ഒതുടുക്കി എന്ന് പറഞ്ഞാൽ അതൊരു കൂലിയുള്ള കാര്യം. തങ്ങളെന്താ ചെയ്യാത്തത്? തങ്ങൾ ചെയ്യല്ലേ വേണ്ടത്? എന്ത് തങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ കാരണം? തങ്ങളും അലി തങ്ങളും അവിടെ ഉള്ളൂ, ഒരാൾ പള്ളിയിൽ ഇങ്ങനെ ഉറങ്ങുന്നുണ്ട്, സങ്കല്പിക്കുക. തങ്ങൾ പറയാം അലിയാരെ മൂപ്പരൊന്ന് ഉണർത്തിക്കലേ. അപ്പോൾ അത് തങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഒറ്റയ്ക്ക് ചെരുപ്പ് വാഷ് ചെയ്യും, നബി തങ്ങൾ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും, കുപ്പായം തുന്നും, പാല് കറക്കും, അടിച്ചു വരി കൊടുക്കും, അങ്ങനെയൊക്കെ ചെയ്യുന്ന നബിയല്ലേ നമ്മുടെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലി തങ്ങൾ ചോദിച്ചു, നബിയെ അൻത സബ്ബാഖുൻ ഇലൽ ഖൈർ ലിമ അമർതനി, എന്തേ തങ്ങൾ? അലി തങ്ങൾ പോയി വിളിച്ചു. തങ്ങൾ വിളിച്ചതിൻ്റെ ശേഷമാണ് പറയണത് കേട്ടോ, വിളിക്കാതല്ലേ, തങ്ങൾ പറഞ്ഞാൽ അതനുസരിക്കണമല്ലോ. നേരെ ചെന്നയാൾ എണീക്കെന്ന് പറഞ്ഞു. ഉപ്പര് എണീറ്റ് പോയി കണ്ണൊക്കെ തിരുമ്പി ഉപ്പര് പോയി ഒതെടുത്ത് വന്നു. എന്നിട്ട് അലി തങ്ങൾ ചോദിച്ചതാ. അന്നേരം റസൂലുള്ളാഹി തങ്ങൾ കൊടുത്തൊരു മറുപടി ഇമാം റാസി തങ്ങൾ ഉദ്ധരിച്ചു. ബഹുമാനപ്പെട്ട തഫ്സീറിൽ ഉദ്ധരിച്ചിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തുൽ ഖദറിൻ്റെ തഫ്സീറിലാണത്. അപ്പോൾ പറഞ്ഞു, ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം വിവരിച്ചെടുത്ത് അപ്പോൾ പറഞ്ഞു, അലിയാരെ ഞാനെങ്ങാനും മൂപ്പരെ വിളിച്ചിട്ട് എനിക്കദ്ദേഹം ഉത്തരം നൽകിയില്ലെങ്കിൽ കുഫ്റുൻ, ഇസ്ലാമെന്ന് പുറത്തു പോകും. കാരണം വമൻ യഅസുല്ലാഹ വറസൂലഹ, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കാത്ത ആളുകൾ അള്ളാഹുവിനാൽ ശപിക്കപ്പെട്ടവരാണ്. അലിയാരെ നിങ്ങൾ പോയി വിളിച്ചു, മൂപ്പര് എണീറ്റില്ല, ഞാൻ എണീക്കൂല എന്ന് പറഞ്ഞു, ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല, പക്ഷേ ഒരു അദബുകേട് ചെയ്തു എന്നേ വരുള്ളൂ, ഇസ്ലാമെന്ന് പുറത്തു പോകില്ല. ആൾക്കനുസരിച്ച് കർമ്മത്തിൻ്റെ വിഷയം മാറാണ്. അലി തങ്ങൾ ചെന്ന് പറയുമ്പോൾ അവിടെ കുഫർ വരുന്നില്ല. റസൂലുള്ളാഹി തങ്ങൾ വന്ന് പറയുമ്പോൾ കേൾക്കാതിരുന്നാൽ അത് ഇസ്ലാമെന്ന് പുറത്തു പോകും. ആ ഒരു പ്രശ്നം ഇബാദത്തുകൾക്ക് നമ്മൾ കാണണം. തങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ ബർക്കത്തല്ലേ. നേരെ തങ്ങളാൽ ശപിക്കപ്പെടുക എന്ന് പറഞ്ഞാലോ അത് ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ ലഫലത്തുഹുൽ അർള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹി എഴുതിയിരുന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. കാത്തിബുൽ വഹിയിൽപ്പെട്ട ഒരാളായിരുന്നു, വഹി എഴുതുന്ന ആളായിരുന്നു, ഖുർആൻ എഴുതുന്ന ആളായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി തങ്ങളോട് ഒരല്പം അഹങ്കാരം കാണിച്ചു. ഇവർ പറഞ്ഞു, ഞാൻ എഴുതി കൊടുക്കുന്നതേ നബി തങ്ങൾക്ക് അറിയുള്ളൂ, ഞാൻ എഴുതാതിരുന്ന തങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര അദബുകേടുള്ള വാക്കായിപ്പോയി. ഇസ്ലാമെന്ന് പുറത്തു പോയി ആ മനുഷ്യൻ. ആൾക്കതിൽ പശ്ചാത്തപിക്കാനും തോന്നിയില്ല. അങ്ങനെ ആൾ മരിച്ചു. അപ്പോൾ ഒരു ജൂതന്മാർ വന്നിട്ടാണ് അത് ഏറ്റെടുത്തത്. അങ്ങനെയാണല്ലോ, ഇസ്ലാമെന്ന് പുറത്തു പോയ പിന്നെ ഒരുപാട് ആൾക്കാർ സംഘടനകൾ ഏറ്റെടുക്കാൻ വരും. മൂപ്പര് ജൂതന്മാരെ ഏറ്റെടുത്തത്. മദീനയിൽ അദ്ദേഹത്തെ മറവ് ചെയ്തു. ലഫലത്തുഹുൽ അർള്, ഭൂമി അദ്ദേഹത്തെ തുപ്പി എന്ന ആ വാക്കിനർത്ഥം. എന്ന് പറഞ്ഞാൽ മയ്യത്തൊക്കെ മൂടി പോകുന്ന നോക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ ഉണ്ട് മയ്യത്ത് മണ്ണിൻ്റെ മുകളിൽ. അപ്പോൾ പറഞ്ഞത് മുസ്ലിമീങ്ങളെ പണിയാണ്, നമ്മൾ രണ്ടാമതൊന്നുകൂടി കുഴിച്ചിട്ട് എന്നിട്ട് നമുക്ക് നോക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ദിവസം കുഴിച്ചിട്ടു. ലഫലത്തുഹുൽ അർള്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വഹീഹ് മുസ്ലിമിലോ ബുഖാരിയിലോ ഉള്ള ഹദീത്താണിത്. മൂന്നാമത്തെ ദിവസം അവർ കാവലിരുന്നു നേരം വെളുക്കോളം. അവർ ഉറങ്ങിപ്പോയി. രാവിലെ നോക്കുമ്പോൾ ഇയാളുടെ ഡെഡ് ബോഡി എപ്പോഴും പുറത്ത് തന്നെ. അങ്ങനെ അവർ പറഞ്ഞു, ഇത് ഇങ്ങനെയായ സ്ഥിതിക്ക് ഇതിലെന്തോ ഒരു സീക്രട്ട് കിടക്കുന്നുണ്ട്, ഇനി നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ഫതറകൂ, പിന്നെ പക്ഷികളും ഇതൊക്കെ വന്നിട്ട് അങ്ങനെ അഴുകി ചീഞ്ഞു നാറിയിട്ട് ആ ശരീരം മൃഗങ്ങൾ തിന്നുപോയി. ഭൂമിയിലേക്ക് മറവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതെന്തേ കാരണം എന്നറിയോ? റസൂലുള്ളാഹി തങ്ങളുടെ അടുത്ത് നിന്ന് ഗുരുത്തക്കേട് വാങ്ങിയതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ അടുത്ത് ലാനത്ത് വാങ്ങിക്കഴിഞ്ഞാൽ, തങ്ങളുടെ അടുത്ത് പൊരുത്തം വാങ്ങിക്കഴിഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം വലുതാണ്, ലാനത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതും വലുതാണ്. എന്ന പോലെ റമളാനിൽ ഇബാദത്തിൻ്റെ കൂലി വളരെ കൂടുതലാണ്. റമളാനിൽ സിനിമ കണ്ടിരുന്നു, റമളാനിൽ മോശപ്പെട്ട വീഡിയോ കണ്ടിരുന്നു, റമളാനിൽ ഈബത്തും നമീമത്തും എഴുതി വരുന്നത് അത് കണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി വെറുതെ ചർച്ച ചെയ്തു, അല്ലെങ്കിൽ ആലിമീങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞു, മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ സംബന്ധിച്ച് ഈബത്തും നമീമത്തും പറഞ്ഞു, നമ്മുടെ അമല് നഷ്ടപ്പെടും. അത്രയേ ഉള്ളൂ. നാട്ടുകാർ ചെയ്യുന്നുണ്ടോ
എല്ലാവരും അത് ചർച്ചയാണല്ലോ, നിങ്ങൾ ചർച്ചയ്ക്ക് പോവണ്ട. നാട്ടുകാർ അവരും പടച്ചവനായിക്കോട്ടെ, നമ്മുടെ ഖബറിലേക്ക് നമ്മളെ പോകും. നീ എന്തുകൊണ്ട് ചെയ്തു എന്ന് അല്ലാഹു തആല ചോദിക്കുക. നമ്മൾ അതിന് മസ്ഊലൂന അൻ അൻഫുസിന, നമുക്ക് ആരാ മറുപടി പറയാം? ലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖറ. അതുകൊണ്ട് എന്ത് ചെയ്യരുത്? അനാവശ്യമായ ചർച്ചകളിലേക്ക് പോകരുത്. ഇന്നൊക്കെ നടക്കുന്ന പല ചർച്ചകളും നമ്മുടെ അമലുകൾ ഒലിച്ചു പോകാൻ കാരണമാകുന്ന ചർച്ചകളാണ്. ഒലിച്ചങ്ങ് പോകും, എല്ലാം ഇങ്ങനെ ഒഴുകി പോവുമല്ല, ഒരു ഉറ്റുറ്റി പോവുമല്ല, അങ്ങ് ഒലിച്ചായിരിക്കും പോവുക, ഒറ്റയടിക്ക് അക്കൗണ്ട് കാലിയായി പോവും. അങ്ങനത്തെ വർത്തമാനങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹുവിനെ വിചാരിച്ചിട്ട് പറയണേ, നമ്മുടെ അക്കൗണ്ടിൽ നാളെ അമലില്ലാതെ പോയാൽ തജിദു ഖൗമൻ, അവരുടെ ഐദീഹിം മൽആ, കൈകളിൽ നിറയെ അമലുകളുമായിട്ട് വരികയും നിങ്ങളുടെ കൈകൾ സിഫറൻ, ഒന്നുമില്ലാതെ വരികയും ചെയ്താൽ അത് വല്ലാത്ത സങ്കടമായിരിക്കും. നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ഒരു കയ്യും കണക്കില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക്, സ്വാബിരീങ്ങളായ ആളുകൾ എന്ന് പറഞ്ഞാൽ നോമ്പുകാർക്ക്, സ്വാഇമീൻ, നോമ്പുകാർക്ക് അല്ലാഹു തആല കയ്യും കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കുന്നു. യാ അല്ലാഹ്, എന്തിപ്പോൾ അവർ ചെയ്തത്? അബ്സ്റ്റിനൻസാണ്. നമ്മൾ ചെയ്യാതിരിക്കുക അവിടെ ചെയ്തത് അല്ലേ? ഭക്ഷണം കഴിക്കാതിരുന്നു, വെള്ളം കുടിക്കാതിരുന്നു, ഭക്ഷണം അവൈലബിളാണ്, ഹലാലായത് നമ്മൾ ചെയ്യാതിരുന്നപ്പോൾ ഹറാമ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രേരണ ഓട്ടോമാറ്റിക്കലി മുഅ്മിനീങ്ങൾക്ക് വരണം. അതാണ് അള്ളാഹു ഹലാലാക്കിയ ഭക്ഷണം നോമ്പുകാലത്ത് കഴിക്കണില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ ഹറാമിലേക്ക് പോവുക? അതുകൊണ്ട് ദുശ്ശീലങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല ട്രെയിനിങ് ഈ വിശുദ്ധ റമദാൻ സമയമാണ്. ദുശ്ശീലം നമ്മൾ പറയാറുണ്ടല്ലോ, സിസർ വലി മുതലോ പിന്നെ ഹുക്ക വലി മുതലോ അല്ലെങ്കിൽ പിന്നെ വൈപ്പിങ്ങോ എന്തോ ആകട്ടെ, വെറുതെ ഏതായാലും ഇപ്പോൾ ഇതൊക്കെ ഹലാലോ ഹറാമോ മസല വെച്ച് പിന്നാലെ നടക്കണേക്കാളും പകരം ഒരൊറ്റ ചോദ്യം: നാളെ ഹസനാത്തും സയ്യിആത്തും അള്ളാഹു വേർതിരിക്കുമ്പോൾ ഇത് ഹസനാത്തിൻ്റെ ഭാഗത്ത് വരുമോ സയ്യിആത്തിൻ്റെ ഭാഗത്ത് വരുമോ? അതിന് ഉത്തരം കിട്ടുമല്ലോ. അതന്നെ അതിൻ്റെ മറുപടി. അല്ല ഇതിൽ കുഴപ്പമുണ്ടോ ഇല്ലേ, ഇതെന്താ മസ്അല, കറാഹത്താണോ ഹറാമാണോ അതാണോ ഇതാണോ? അൽബിർ മത്മഅന്നത്ത് ഇലൈഹി നഫ്സ്, ശരീരത്തിന് ഒരു വലിയ സമാധാനം ഉണ്ടാവും നന്മ ചെയ്യുമ്പോൾ. തിന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹൃദയത്തിന് വൈവറിങ് വരും, പെടക്കും നമ്മുടെ ഹൃദയം. വേണോ വേണ്ടത് ശരിയാണോ അല്ലേ? വൈ നഫ്താഖന്നാസു അഫ്തൗ, ജനങ്ങൾ ഇനി എത്ര കുഴപ്പമില്ലടോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഫത്വ തന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അത് ശരിയല്ലല്ലോ എന്ന തോന്നൽ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാ ദുശ്ശീലങ്ങളും നമുക്ക് അബാൻഡൻ ചെയ്യാൻ, അത് ഷൻ ചെയ്യാനുള്ള സമയമാണ് വിശുദ്ധമായ റമദാൻ. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അമലുകൾ വർദ്ധിപ്പിക്കണേ. അമലുകളിൽ ഒരുപാട് അമലുകൾ നമുക്ക് പറയാനുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ഗിറാസുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ഒരു സീക്രട്ട് വചനങ്ങളാണത്, ദിക്റാണത്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം നമുക്ക് തുഹ്ഫയായി സമ്മാനമായി മിഅ്റാജിൻ്റെ രാവിലെ കൊടുത്തയച്ച ദിക്റാണത്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. കലിമതാൻ ഖഫീഫതാൻ അലൽ ലിസാൻ തഖീലതാൻ ഫിൽ മീസാൻ ഹബീബതാൻ ഇലർ റഹ്മാൻ. കാരുണ്യവാനായ അള്ളാഹുവിന് ഇത്രമേൽ ഇഷ്ടപ്പെട്ടത്, നാവിന് വളരെ എളുപ്പമുള്ളത്, അള്ളാഹുവിൻ്റെ മീസാനിൽ നാളെ കനം തൂങ്ങുന്നത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം. സ്വബാഹ മസാ, രാവിലെയും വൈകുന്നേരവും ധാരാളം വർദ്ധിപ്പിക്കേണ്ട ദിക്റാണ്. പിന്നെ 12 സുന്നത്ത് റക്അത്തുകൾ നിർബന്ധമായി നമ്മൾ ശീലിച്ചു പോരുന്ന ആളുകൾ നിലനിർത്തിയിട്ട് അതിൻ്റെ ഇബാദത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. അല്ലാത്തവർ എന്ത് ചെയ്യണം? തുടങ്ങാത്തവർ തുടങ്ങുക. സുബഹിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, ളുഹറിൻ്റെ ശേഷം 2, മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2, 12 റക്അത്ത് സുന്നത്തുകൾ. മൻ സ്വല്ലാ ലില്ലാഹി 12 റക്അത്തൻ തതവ്വുഅൻ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല 12 റക്അത്ത് നിസ്കരിക്കുന്ന, സുന്നത്ത് നിസ്കരിക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിൽ വീട് പണിത് കൊടുക്കുന്നു. ഏതാണ് 12? റക്അത്താനി ഖബ്ലൽ ഫജ്ർ, സുബഹിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, അപ്പോൾ എത്രയായി? 6ആയി. പിന്നെ സുബഹിൻ്റെ മുമ്പ് 2, ളുഹറിൻ്റെ മുമ്പ് 4, ളുഹറിൻ്റെ ശേഷം 2, അപ്പോൾ എത്രയായി? 8ആയില്ലേ? മഗ്രിബിൻ്റെ ശേഷം 2, ഇശാഇൻ്റെ ശേഷം 2, അസറിൻ്റെ മുമ്പ് 4 റക്അത്ത് സുന്നത്തുണ്ട് എന്നുണ്ട്. പക്ഷേ ഈ കൂലി കിട്ടണമെങ്കിൽ തങ്ങൾ പറഞ്ഞ ഈ 12 നിർബന്ധമായും പതിവാക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ഗൾഫിൽ എത്ര കാലം കഴിഞ്ഞിട്ട് അവർ വീടുണ്ടാക്കുക? എത്ര കൊല്ലം നിന്നിട്ട് അവർ 5 സെൻറ്റ് ഭൂമി വാങ്ങാൻ പറ്റുള്ളൂ? എത്ര കഷ്ടപ്പെടണം? അതന്നെ ചെയ്യുമ്പോൾ പിന്നെ മെയിൻ്റനൻസ് ആയിട്ടുണ്ടാവും, പിന്നെ വീണ്ടും അതിലേക്ക് ചിലവാക്കണം, എന്നിട്ടേ ദുന്യാവിലൊരു വീടാവുള്ളൂ.
അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ സമാധാനം ഉണ്ടാവില്ല, അയൽവക്കക്കാരൻ ശരിയുണ്ടാവില്ല, ഇപ്പുറത്ത് വഴി മുടക്കുന്ന ആളുണ്ടാവും, ഇപ്പുറത്ത് ഗീബത്തിൻ്റെ ആളുണ്ടാവും, തൊട്ടിപ്പുറത്ത് എന്തൊക്കെ ടെൻഷൻ. പക്ഷേ 12 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹു സ്വർഗ്ഗത്തിലൊരു ഭവനം തരുമെന്ന് പറയാം. ഇത്ര വലിയ ഓഫറൊക്കെ അല്ല വെച്ചിട്ട് ഇത് അറിയാതെ പോയാൽ നഷ്ടമല്ലേ? അറിഞ്ഞിട്ട് വേണ്ട നോക്കണമല്ലോ, പോട്ടെ, അറിയാതെ പോവരുത്. അതുകൊണ്ട് ഈ റമദാൻ ഇൻഷാ അല്ലാഹ് നമുക്കതിന് തൗഫീക്ക് വേണം, അള്ളാഹുവിനോട് ചോദിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമേ. നമ്മുടെ ഭക്ഷണത്തിൻ്റെ ക്വാണ്ടിറ്റി ഒന്ന് കുറക്കുക. ആ ഭക്ഷണത്തിൻ്റെ 1/3 പാവപ്പെട്ടവർക്ക് കൊടുക്കുക. ഇനി ഭക്ഷണം കൊടുക്കാൻ പറ്റുന്നില്ല എന്നാൽ പിന്നെ നമ്മുടെ വരുമാനത്തിൽ നിന്ന്, സംഖ്യയിൽ നിന്ന്, പൈസയിൽ നിന്ന് ഒരു 1/3 പാവപ്പെട്ടവർക്ക് കൊടുക്കുക. കാരണം ഒരു സഹാബത്തിൻ്റെ സ്വഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസ്, ഒരു സഹാബത്തിൽ നിന്നൊരു ശബ്ദം കേട്ടുകൊണ്ട് ഇസ്ഖ ഹദീഖത ഫുലാൻ, ഒരു മേഘത്തോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരു മനുഷ്യൻ കേൾക്കുകയാണ്. ആ മനുഷ്യന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ മേഘമേ, നീ ആ മനുഷ്യൻ്റെ തോട്ടത്തിൽ പോയി പെയ്തു കൊടുക്കണമേ. മേഘത്തോട് അല്ലാഹു തആല പറയാം. അങ്ങനെ വസമ്മ ഫുലാൻ, ഒരു മനുഷ്യൻ്റെ പേരും പറയണത് കേട്ടു. ഇന്നാലിന്ന ആൾക്ക് പോയിട്ട് ഈ മഴ കൊടുക്കണമേ. ആ മേഘത്തെയും അനുഗമിച്ച് ഈ മനുഷ്യൻ നടന്നു. റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ മുൻഗാമികളിൽ നടന്നൊരു സംഭവം. സ്വഹീഹ് മുസ്ലിം എന്നവർ രേഖപ്പെടുത്തിയ സ്വഹീഹായ ഹദീത്ത്. ആ മേഘം മഴ പെയ്തു, അരുവിയായി മഴ ഒഴുകുന്നുണ്ട്. തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ്റെ അരികത്തേക്ക് ചെന്നു. അയാൾ നിങ്ങളെ പേരെന്താന്ന് ചോദിച്ചു. അപ്പോൾ ആ കേട്ട അതേ പേര്. സുബ്ഹാനല്ലാഹ്, എനിക്ക് നിങ്ങളോടൊരു ബുഷ്റ, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. പക്ഷേ നിങ്ങൾ എന്നോട് പറഞ്ഞു തരണം, എന്താണ് നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മം? കാരണം നിങ്ങളുടെ പേര് പറയുന്നത് ഞാൻ കേട്ടു. ഇസ്ഖി ഹദീഖത ഫുലാൻ, ഇന്നാലിന്ന ആളിൻ്റെ തോട്ടത്തിൽ പോയി മേഘമേ നീ മഴ പെയ്തു കൊടുക്ക്. അപ്പോൾ നിങ്ങളുടെ പേരാണല്ലോ പറഞ്ഞത്, അതിന് മാത്രം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യുന്ന മറ്റൊന്നുമല്ല, എൻ്റെ ഈ കൃഷി, ഇതിൽ നിന്ന് വരുമാനം കിട്ടിക്കഴിഞ്ഞാൽ, അതിൻ്റെ ഹാർവസ്റ്റായി കഴിഞ്ഞാൽ, അതിൽ നിന്ന് വിളവെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 1/3 എനിക്കും എൻ്റെ മക്കൾക്കും ആവശ്യമായ പൈസയ്ക്ക് ഞാൻ ഉപയോഗിക്കും. പിന്നെ 1/3 ഈ കൃഷിയിലേക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും. ഏതൊരു ബിസിനസ്സും ചിന്തിക്കാവുന്നതാണ്. 1/3 ദാനമായി പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന ആളാണ് ഞാൻ. ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു നിങ്ങൾക്ക് അത്ര വലിയ മഹത്വം നൽകിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ ഒരു സുലുസ്, അതാണ് ഈ 1/3 എന്ന് പറഞ്ഞത്. പറ്റുമെങ്കിൽ ഇല്ലേ 4/1, ഇല്ലേ 5/1, ഇല്ലേ 100/1, എത്രയാണോ നമ്മളെ കൊണ്ട് കഴിയുന്നത് ഒരു പോർഷൻ ഓഫ് സ്വതക്ക നിർബന്ധമായും റമദാനിൽ ശീലിക്കണം. റമദാനിൽ സ്വതക്ക ചെയ്യുക. എത്ര നമുക്ക് ചെറിയ ശമ്പളമാണ്, നമുക്ക് എന്തൊക്കെ കടബാധ്യതകൾ വിഷമങ്ങളൊക്കെ ഉണ്ടോ, 1 ദിർഹമെങ്കിലും എവിടേക്കെങ്കിലും ഒരു ചാരിറ്റി, നമ്മുടെ റെഡ് ക്രസൻറ്റ് സൊസൈറ്റി, ജംഇയ്യത്തുൽ ഖൈരിയ്യ, ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കയ്യിൽ കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട സംഘടനകൾ, ഇസ്ലാമിക് സെൻറ്ററിൻ്റെ ഒരുപാട് ചാരിറ്റി നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കൊടുക്കാം. നമ്മുടെ KMCC ചെയ്യുന്ന ഒരുപാട് ചാരിറ്റി, സുന്നി സെൻറ്ററിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്, എല്ലായിടത്തും കൊടുക്കാം. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിയ്യത്ത് ചെയ്യൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. കാരണം കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, തങ്ങൾ ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു. വകാന അജ്വദ മാ യകൂനു ഫീ റമളാൻ ഹീന യതിഹി ജിബ്രീലു യുദാരിസുൽ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നബി തങ്ങളുടെ കൂടെ ഖുർആൻ ഓതുന്നൊരു പതിവുണ്ട്. ഓരോ വർഷവും അതുവരെ ഇറങ്ങിയ ആയത്തുകൾ, സൂറകൾ തങ്ങളോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പല ആവർത്തി ഓതും എല്ലാ റമളാനിലും. റമളാൻ ദൗറയുടെ സമയമാണ്. ഹാഫിളീങ്ങളായ ആളുകൾ മനസ്സിലാക്കണം, റമളാൻ ദൗറയുടെ സമയമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കൂടെ തങ്ങൾ ചെയ്തിരുന്ന ദൗറയാണത്. ആ സമയം ഖുർആനുമായി നബി തങ്ങൾ ബന്ധപ്പെടുന്ന സമയം ഏറ്റവും വലിയ ധർമ്മിഷ്ഠരായിരുന്നു. കരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റുപോലെ തങ്ങൾ ദാനം ചെയ്യുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല അങ്ങനെ. സുബ്ഹാനല്ലാഹ്, പരിശ്രമിക്കുക മാക്സിമം. അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക? ദാനധർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ദാറുൽ ഹുദയുടെ ഒരു സഹസ്ഥാപനമുണ്ട്, പാണ്ടിക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാഡമി. നമ്മുടെ മഅ്മൂൻ ഹുദവി ഉസ്താദും ഇവിടുത്തെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഒരു കടബാധ്യതയിൽ ഓടുന്ന ഒരു സ്ഥാപനമാണ്. കടബാധ്യതയിലാണ്. അതായത് 9 ലക്ഷത്തോളം ഒരു മാസം ചിലവ് വന്നിട്ട് 4 ലക്ഷത്തോളം അവർക്കൊരു മാസം ബാധ്യതയിലാണ് ഓടുന്നത്. 274 കുട്ടികൾ പഠിക്കുന്ന 9 ക്ലാസ്സുള്ള ഒരു ദാറുൽ ഹുദയുടെ സഹസ്ഥാപനമാണ്. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ പഠിക്കുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും നിങ്ങൾക്ക് സ്വതക്കയും ദാനവുമായിട്ട് ചെയ്യാനുണ്ടെങ്കിൽ നിർബന്ധമായും അതിൻ്റെ ആ ഒരു സ്ഥാപനത്തെ നിങ്ങളുടെ മനസ്സിലേക്ക്, ചിന്തയിലേക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കട്ടെ. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ എൻ്റെ നാടിൻ്റെ അടുത്തുകൂടിയാണ് പാണ്ടിക്കാട് എന്ന് പറഞ്ഞാൽ വലിയ ദൂരമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാഡമി നമ്മുടെ ചിന്തയിലുണ്ട്. നമ്മുടെ ദീനി സ്ഥാപനങ്ങൾ, നമ്മുടെ നാട്ടിലെ മദ്രസകൾ, നമ്മുടെ ദർസുകൾ, നമ്മുടെ നാട്ടിലെ സംവിധാനങ്ങൾ, ഇതിനൊക്കെ
നമ്മുടെ ഒരു പങ്ക് വിശുദ്ധ റമളാനിൽ നിർബന്ധമായി നമ്മൾ മാറ്റിവെക്കണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. അബൂ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഹബീബായ നബി തങ്ങളോട് വന്ന് ചോദിക്കുക, നബി അവർ യുദ്ധത്തിലാണ്, തങ്ങളോട് പറയുന്നു, നബിയെ ഈ യുദ്ധത്തിൽ വെച്ച് എനിക്ക് ഷഹീദാവണം റസൂലേ, അതുകൊണ്ട് തങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ, എനിക്ക് ദുആ ചെയ്യാൻ എനിക്ക് ഷഹീദാവണം. അപ്പോൾ തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, അള്ളാഹു നീ അവരെ രക്ഷപ്പെടുത്തണേ, അവർക്ക് ഗനീമത്ത് കൊടുക്കണേ. അപ്പോൾ നോക്കുമ്പോൾ ആ യുദ്ധത്തിൽ ഗനീമത്തും കിട്ടി, അവരാർക്കും ഒരു കുഴപ്പമില്ലാണ്ട് യുദ്ധം വിജയിക്കുകയും ചെയ്തു. അടുത്തൊരു യുദ്ധം ആസന്നമായി. എപ്പോഴും മഹാന്മാർ എന്ന് പറഞ്ഞു, നബിയെ ഷഹാദത്തിന് വേണ്ടി ദ്വാരക്ക് നബി എനിക്ക് ഷഹീദാവണമെന്ന് പറഞ്ഞു. അല്ലാഹുമ്മ സല്ലിംഹും വഗന്നിംഹും, സലാമത്തും കൊടുക്കണേ ഗനീമത്തും കൊടുക്കണേ. അപ്പോഴും ഷഹീദായില്ല. മൂന്നാമത്തെ തവണയും തങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. തങ്ങൾ അപ്പോഴും ദ്വാ ചെയ്തു, അള്ളാഹുവെ രക്ഷപ്പെടുത്ത്, അള്ളാഹുവെ ഗനീമത്ത് കൊടുക്കുക. അപ്പോൾ മഹാനോട് പറഞ്ഞു, നബിയെ 3 തവണ ഷഹീദാവണമെന്ന് കൊതിച്ച് ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് വന്നു. അങ്ങ് ദുആ ചെയ്തത് ഷഹാദത്തിന് വേണ്ടിയല്ല, അങ്ങ് ദുആ ചെയ്തത് സലാമത്തിന് വേണ്ടിയാണ്, ഗനീമത്ത് കിട്ടാനും. അതുപോലെ സംഭവിച്ചു നബിയെ. എനിക്ക് എന്താണ് ദുല്ലനി അലാ ഖൈറിൻ, എനിക്കൊരു ഖൈർ പറഞ്ഞു തരും നബിയെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, അലൈക ബിസ്സൗമി ഫഇന്നഹു ലാ അദ്ല ലഹ്. അപ്പോൾ പറഞ്ഞു കൊടുത്ത വാക്കാണ്, നോമ്പ് നോറ്റേക്കണം കേട്ടോ, അതിന് പകരമായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന് പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം നഷ്ടപ്പെടുന്നത് നമ്മുടെ ചായ കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ബാത്റൂം പോകാനും ആയിട്ട് വലിയൊരു സമയം നമുക്ക് പോകുന്നുണ്ട്. നേരെ മറിച്ച് ജീവിതത്തിൽ അങ്ങനെ ഒരു ഭക്ഷണക്രമം നമ്മൾ നിർബന്ധമായും ഒരു ഡിസിപ്ലിൻ പാലിച്ചാൽ നോമ്പ് വളരെ എളുപ്പമായിരിക്കും. 1/3 എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ ഭക്ഷണത്തിൻ്റെ, സുലുസുല്ലി തുആമിഹി വസുലുസുല്ലി ഷറാബിഹി വസുലുസുല്ലി നഫസി. ഇത് ജീവിതത്തിൽ പകർത്തുന്നൊരു മുഅ്മിനായ മനുഷ്യന് നോമ്പ് വളരെ സുഖമാണ്. വയറ് നിറച്ച് തിന്നുന്നുണ്ടോ കാര്യം പോക്കാണ്. നോമ്പ് എടുക്കാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം ഓരോ നേരത്തും ഇങ്ങനെ വയറ് ഫുള്ളാക്കിയിട്ട് ശീലിച്ചതല്ലേ. നോമ്പിലെങ്ങനെ അത് പറ്റൂലല്ലോ. അത്താഴം കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോമ്പ് തുറക്കണവരെ വെയിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഭയങ്കര ഭാരം. പിന്നെ കിടന്നുറങ്ങുകയാണ്. ഉറങ്ങി നോമ്പ് തുറക്കാൻ നേരത്തിനെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് അപ്പോൾ എണീക്കുന്നത് നേരെ ടേബിളിൻ്റെ മുകളിലേക്ക്. എന്നിട്ട് നമ്മളെ തോട്ടിക്കൽ പറഞ്ഞ മാതിരി ആ ഗേറ്റ് തുറന്ന മാതിരി തിന്ന് തന്നെ ഇങ്ങനെ നിന്ന് കഴിച്ചിട്ട് ഇതൊന്നും ഒരു ഫാസ്റ്റിംഗ് ആയി കൂട്ടുമെന്ന് അല്ലാഹു ആലം. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിന് ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് കുറക്കണം. ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് കുറച്ചാൽ ക്യാൻസറിന് മരുന്നാണെന്ന് ഇന്ന് US ഒരുപാട് ക്ലിനിക്കുകൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ക്ലിനിക്കുകൾ ചെയ്യുന്ന പരിപാടി ക്യാൻസർ ഹീലിംഗ് നടക്കാത്ത കേസുകളിൽ അവർ കൊടുക്കുന്ന അവരുടെ പ്രിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ്. രോഗികളെ 5 ദിവസം തുടർച്ചയായിട്ട് ഫാസ്റ്റ് ചെയ്യിക്കും എന്ന് പറഞ്ഞാൽ ഡേ നൈറ്റ് ഭക്ഷണം കൊടുക്കാതെ. അത്ര സർവൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്കങ്ങനെ ചെയ്യേണ്ടെന്നാണ് പറഞ്ഞത്. നോമ്പ് മുറിക്കാനാണ് പറഞ്ഞത്. നോമ്പ് മുറിക്കുന്ന സമയത്ത് എന്തേ നോമ്പ് മുറിക്കുക. തസഹറു ഫഇന്ന ഫി സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കണം, അത്താഴത്തിൽ ബറക്കത്തുണ്ടെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഹെൽത്തി ഹാബിറ്റാണ്. പക്ഷേ നമ്മൾ ആ ഡോൺ ടു ഡസ്ക്, നമ്മൾ ഏർലി മോർണിംഗ് മുതൽ സൂര്യാസ്തമയം വരെ ചെയ്യുന്ന ഈ ഒരു ഡ്രൈ ഫാസ്റ്റിംഗ് അതിനവർ പറയാം. ചില ഫാസ്റ്റിംഗ് വാട്ടർ ഫാസ്റ്റിംഗ് ആണ്. വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും, വേറൊന്നും തിന്നാതെ വെള്ളം മാത്രം കുടിച്ചുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്, ഡ്രൈ ഫാസ്റ്റിംഗ് ഉണ്ട്. പിന്നെ പല മതങ്ങൾക്കും പലതരത്തിലുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. മാംസം കഴിക്കാതെ ഒരു പച്ചക്കറി തിന്നുകൊണ്ടുള്ള ഫാസ്റ്റിംഗ് ഉണ്ട്. നമ്മളത് ഡ്രൈ ഫാസ്റ്റിംഗ് ആണ്. നോട്ട് എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് വാട്ടർ ഷുഡ് എൻറ്റർ യുവർ മൗത്ത്. അങ്ങനത്തെ ഒരു ഫാസ്റ്റിംഗ് ആണ്. അത് സ്വിമ്മിങ്ങിലൂടെ പോലും നമ്മുടെ ചെവിയിലേക്കോ മൂക്കിലേക്കോ ഡെലിബറേറ്റ്ലി വെള്ളം കയറുകയാണെങ്കിൽ നോമ്പ് ബാത്തിലാവും. അങ്ങനെയുള്ള സ്ട്രിക്റ്റ് ഫാസ്റ്റിംഗ് തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, സൂമു തസ്ഹു, നിങ്ങൾ നോമ്പ് നോൽക്കണേ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. സൂമു തസ്ഹു വളരെ മനോഹരമാണ്. ഫാസ്റ്റ് ആൻഡ് യു ഷാൽ ബി ഹെൽത്തി. നിങ്ങൾ നോമ്പെടുത്താൽ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവും. എത്ര വലിയ മഹത്വമുള്ള വാക്കാണ്. നമ്മൾ മലയാളികളായ ആളുകളെ സംബന്ധിച്ചുള്ള നമ്മളിങ്ങനെ രോഗികളായതും കൊളസ്ട്രോളും ഷുഗറും പ്രഷറൊക്കെ വന്നത് നമ്മുടെ ഭക്ഷണം കൊണ്ട് മാത്രമാണ്. ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നൊരു നാട്ടുകാർ നമ്മൾ ഇന്ത്യയിൽ വേറുണ്ടോയെന്നറിയില്ല. അല്ലേ, നമ്മൾ തന്നെയല്ലേ ഇത്ര കൂടുതൽ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ ഒരു നേരം കഴിക്കുന്ന ചോറ് അത് ഇട്ടിട്ട് രണ്ടാമത് ഹോട്ടലിലൊക്കെ രണ്ടാമത് കൊണ്ടുവരുന്നത് അത് ഫ്രീ കിട്ടുമെന്ന് നോക്കിയിട്ടാണ് കയറുക. രണ്ടാമത്തെ ചോറ് ഫ്രീ, ആദ്യത്തെ തന്നെ ഇഷ്ടം പോലെ കഴിക്കാൻ. എന്നിട്ട് രണ്ടാമത്തെ തട്ട് പിന്നെ ഹോട്ടലിലേക്കും ജീവിച്ചു പോകണ്ടേ. അവർ ചിലപ്പം എണീറ്റ് പോകാതെ തന്നെ കഴിക്കാൻ നിന്ന് അവർ പൂട്ടി പോകേണ്ടി വരില്ലേ. എത്ര ക്വാണ്ടിറ്റിയെ പഠിച്ചവനെ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ഈ ദുശ്ശീലം നമ്മുടെ നാട്ടിലേക്ക് വന്നത് എന്നറിയില്ല. ആ ദുശ്ശീലം പിടിച്ചു നിർത്തേണ്ട സമയമായിട്ടുണ്ട്. അമിതമായിട്ട് കഴിക്കുക. 1/3 എന്ന് പറഞ്ഞാൽ എത്ര, ആകെ 2-3 ഉരുള കഴിച്ചാൽ നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. 4 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഭക്ഷണം കഴിക്കാം. നോമ്പിനെ പറ്റിയല്ലേട്ടോ പറയണത്. സാധാരണ ജീവിതത്തിലെ 4 hours ഇൻ്റർവെല്ലിൽ ഭക്ഷണം കഴിക്കാമെന്നാണ്. ചെറിയ സ്നാക്കുകൾ മതി.
നമ്മളൊരു ഡോക്ടറുണ്ട്, ഡോക്ടർ TP മുഹമ്മദ് സാറ്, അറിയാം, നമ്മളെ ഇക്ര ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ TP മുഹമ്മദ്, കേട്ടിട്ടുണ്ട്? ആരെങ്കിലും അറിയോ? ഇക്ര ഡോക്ടറിലെ വളരെ കൈപ്പുണ്യമുള്ള ഡോക്ടറാണ്. അദ്ദേഹം ഒരു ബർക്കത്തുള്ള മനുഷ്യനാണ്. കണ്യാല മൗല അവറുകളുടെ ശിഷ്യനും കൂടിയാണ്. വലിയ ത്വരീഖത്തുണ്ട്, ഭയങ്കര അദ്കാറുള്ള മഹാനാണ്. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾ അടുത്ത ബന്ധമാണ്. വലിയ ആത്മീയത കൊണ്ടു നടക്കുന്ന മനുഷ്യൻ. ഇപ്പം ഒരു ഇക്രയൊന്നും മാറുന്നുണ്ട്, ഇങ്ങോട്ട് അബുദാബിക്കോ അല്ലെങ്കിൽ വരാൻ നിൽക്കുകയാണെന്ന് എന്നോട് പറഞ്ഞത്. ഏതായിരുന്നാലും ഭയങ്കര ബിസി ഡോക്ടറാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്ത ഒരു അനുഭവം കൂട്ടുകാരൻ പറയും, ഡോക്ടറിന് ഭയങ്കര വിശപ്പുണ്ട്, നമുക്ക് വണ്ടി നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. ഭയങ്കര വിശപ്പുണ്ട് എന്നിട്ട് ഒരു കട്ടൻ ചായയും ഒരു വടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വെച്ച് 4-5 പൊറോട്ട കഴിക്കാനല്ലേ നിർത്താണെങ്കിൽ നിർത്തണമെന്ന് വെച്ചിട്ട് വണ്ടി നിർത്തിയതാണ് ലോങ് പോകുന്ന സമയത്ത്. അപ്പോൾ ഡോക്ടർ അത്ര വിശപ്പുണ്ട് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് കഴിച്ചത് ഒരു കട്ടൻ ചായ ഒരു വടിയും. അത്രേ വേണ്ടൂ, നമ്മുടെ ശരീരത്തിന് അത്രയേ വേണ്ടൂ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അള്ളാഹു നമ്മുടെ ജീനുകൾ, നമ്മുടെ ശരീരത്തെ പടച്ചിട്ടുള്ളതെന്നാണ്. പക്ഷേ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ ക്വാണ്ടിറ്റിയിലാണ് പ്രശ്നം, അളവ് കൂടുതലാണ്. അമ്മായിമ്മമാരൊക്കെ പണ്ട് പുതിയ പിള്ളേർക്ക് ഇട്ടെടുത്തിട്ടേ രാവിലെ പിന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ മുട്ടമാല, അത് ഇത് മട്ടന് ചിക്കന് എല്ലാം കൊടുത്ത് കൊഴുപ്പടിഞ്ഞു കൂടിയിട്ട് കൊളസ്ട്രോൾ വന്ന് അറ്റാക്കായി പോവാണ്. സുബ്ഹാന ജല്ല ജലാലു, എത്ര വലിയ അപകടമാണ് നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഭക്ഷണം കൊടുത്താൽ അതിലൊരു മാന്യത ഉണ്ടെന്നും അതാണ് വേണ്ടത് എന്നും നമ്മൾ തിരിച്ചറിയണം. ചിലപ്പോൾ എന്താ പറയുക, എനിക്ക് ഭക്ഷണം തരാതെ പട്ടിണി കിട്ടുമെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഈ വിവരമില്ലാത്ത മനുഷ്യനാണ് കൊടുക്കണതെങ്കിൽ അവൻ കച്ചറ ഉണ്ടാക്കിയ പെണ്ണ് തൊലാക്കലി പോയേക്കും. അപ്പോൾ ആദ്യം മനസ്സിലാക്കി കൊടുക്കുക, ഇത്രയേ വേണ്ടൂ, വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കേണ്ടതുള്ളൂ. ആ ഭക്ഷണ രീതി പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ച നമ്മുടെ നിസ്കാരത്തിൻ്റെ സമയങ്ങളുമായി അങ്ങ് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ഫജ്ർ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ളുഹറിനോട് കൂടെ ഒരു ലഞ്ച്, ഒരു സ്നാക്ക്, മഗ്രിബോട് കൂടെ നമ്മുടെ ഡിന്നർ, ഖലാസ്. രാത്രിയായി കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണമില്ല. പിന്നെ നേരം വെളുക്കുന്നവരെ ഫാസ്റ്റിംഗ് ആണ്. വെള്ളം കുടിക്കാം, എന്തെങ്കിലും ലൈറ്റായിട്ട് കനമില്ലാത്ത എന്തെങ്കിലും ജ്യൂസോ എന്തെങ്കിലും കനം കുറഞ്ഞ ഫ്രൂട്ട്സോ അങ്ങനെ കഴിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്തു പോയി. നമ്മുടെ രാവിലെ ആകുമ്പോൾ എന്തൊരു സുഖമായിരിക്കും എഴുന്നേൽക്കാന്നറിയോ. ഈ ഭക്ഷണവും കഴിച്ച് വീർപ്പ് മുട്ടി ഏമ്പക്കെട്ടിട്ട് വയറ് നിറച്ചിട്ട് എന്ന് പറഞ്ഞു പോയി കിടന്നുറങ്ങുകയാണ്. ആ ഉറക്കത്തിന് രാവിലെ എഴുന്നേൽക്കാനും കഴിയില്ല, എഴുന്നേറ്റ് അവന് ബോധം ഉണ്ടാവില്ല. അവൻ്റെ വയറും അവൻ്റെ ടോയ്ലറ്റും ഒക്കെ പ്രശ്നമായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മഗ്രിബോട് കൂടെ നമ്മുടെ ഭക്ഷണം നിർത്തുക. നോമ്പുണ്ടെങ്കിൽ മഗ്രിബിൻ്റെ ഉടനെ നോമ്പ് തുറക്കുന്നു. പിന്നെ നെക്സ്റ്റ് ഫുഡ് കഴിക്കുന്നത്, പിന്നെ മുത്താഴം വേണ്ട, അതൊക്കെ സ്കിപ്പ് ചെയ്യുക അല്ലേ. മുത്താഴം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് ഇതിൻ്റെ അടിയിൽ. കണ്ണൂർക്കാർക്ക് ശരിക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. അതൊക്കെ നിർത്താം അല്ലേ ഇബ്രാഹിം? അതൊക്കെ നിർത്തി എത്ര ചിലവ് പറയുന്ന ആ ഒരു നോമ്പ് തുറന്ന് പിന്നെ അടുത്ത നമുക്ക് നോമ്പ് അത്താഴമാണ്. വളരെ മിനിമം ഫുഡ്, ലോ ബേണിങ് പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്, മധുരം കഴിക്കാതിരിക്കുക, സാവധാനം ബേൺ ചെയ്യുന്ന പിന്നെ കാർബോഹൈഡ്രേറ്റ്സ്. ചോറ് കഴിക്കാം, അല്ലെങ്കിൽ ചപ്പാത്തിയോ അപ്പോ ഒക്കെ കഴിക്കാം. പക്ഷേ മിനിമം 1/3 വയറിൻ്റെ 1/3 നിർത്തുക എന്ന് നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊരു ആരോഗ്യം ഉണ്ടാവും. അത് നമ്മൾ ഡോക്ടർമാർ പറയുമ്പോൾ നമ്മൾ കേൾക്കുന്നില്ലേ? നമ്മുടെ നോമ്പല്ലേ അത്? ശരിക്കും പറഞ്ഞാൽ സാധാ ദിവസങ്ങളിൽ പോലും ഇത്രയേ വേണ്ടൂ. 1/3. ഹസ്ബുബ്ന ആദമ ലുഖൈമാത്തുൻ യുഖിംന സുൽബഹു. നട്ടെല്ല് നിവർത്തി നിർത്താൻ ഏതാനും ഉരുള ഭക്ഷണം മതി ഒരു ആദമിൻ്റെ മകന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഏതാനും ഉരുള എന്ന് പറഞ്ഞ ഒരു 3 ഉരുള 4 ഉരുളക്കേ ഉണ്ടാവുള്ളൂ. ഉരുള ചെറിയ ഉരുള കേട്ടോ, ആനക്ക് കൊടുക്കണ ഉരുളല്ലേ, ചെറിയ ഉരുള. വഇൻകാന ലാ ബുദ്ദ ഫാഇലൻ. ഇനി അത് എനിക്ക് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ സുലുസുൻ ലിതുആമിഹി. അപ്പോഴാണ് പറഞ്ഞത് വയറിൻ്റെ 1/3 ഭക്ഷണം കഴിച്ചോളൂ, പിന്നെ 1/3 വെള്ളം കുടിക്കുക, പിന്നെ 1/3 ഒഴിവാക്കിയിട്ടില്ല. അവിടെ ഒന്നും കഴിക്കേണ്ട, അത് എയറിനാണ്. കാരണം ഒരു ബ്ലാഡർ നിറച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സാധനം, നമ്മുടെ വയറെന്ന് പറയുന്നൊരു ബ്ലാഡർ വളരെ ചെറിയ സാധനം, നമ്മുടെ മുഷ്ടി പിടിക്കുന്ന അത്രയും നമ്മുടെ വയറിന് അത്രയും വലുപ്പമുള്ളൂ. അത് പിന്നെ എക്സ്പാൻഡ് ആവുകയാണ്. അപ്പോൾ ഇതിൽ നിറച്ച് വെച്ചാൽ ഈ സാധനം എങ്ങനെയാണ് കുഴക്കുക? സിമെൻറ്റ് കുഴക്കണ മെഷീൻ കണ്ടിട്ടില്ല നാട്ടിൽ? അതിൽ നിറയെ ഇട്ട് കൊടുത്താൽ അത് എങ്ങനെ കുഴക്കുക? അങ്ങനെ ആലോചിച്ച് നോക്കി. നിറയെ മണലും മെറ്റലും സിമെൻറ്റ് ഇട്ടിട്ടാണ് നിറച്ചിട്ട് അതിന് വായ തുറക്കാൻ സ്ഥലമില്ലാത്ത വിധം അടച്ചു വെച്ചാൽ അത് കുഴയോ? ഇതല്ലേ നമ്മുടെ വയറ്റിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പറയാം 1/3 ഒഴിവാക്കിയിടിൻ. 1/3 എയറാണ്, 1/3 വെള്ളമാണ്, ലിക്വിഡ്സ്, ഫ്ലൂയിഡ്സ്, പിന്നെ 1/3 സോളിഡ്സ്. ഇത്രയേ വേണ്ടൂ. ഇത്ര നല്ല ഒരു ആരോഗ്യക്രമം ഉണ്ടായതിൻ്റെ പേരിലാണ് റോമക്കാരായ ഡോക്ടർമാർ മദീനയിൽ വന്ന് അത്ഭുതപ്പെട്ടത്. തങ്ങളോട് ചോദിക്കുകയാണ്, മദീനക്കാരിൽ രോഗികൾ കുറവാണല്ലോ നബി, എന്താണ് ഇതിൻ്റെ സീക്രട്ട്? അപ്പോഴാണ് നഹ്നു ഖൗമുൻ ലാ നഅകുലു ഹത്താ നജൂ' വഇദാ അകൽനാ മാ ശബിഅനാ. We are a community, a society who would not eat until we feel hungry. ഞങ്ങൾ വിശക്കുമ്പോൾ മാത്രമേ തിന്നുള്ളൂ. And when we eat, we don't eat to our full. ഞങ്ങൾ വയറ് നിറച്ച് തിന്നൂല്ല.
വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ. ഇപ്പം നമ്മളെന്താ പറയുക, ദിവസമൊക്കെ 4 കല്യാണത്തൊക്കെ അറ്റൻഡ് ചെയ്യുന്ന മഹാന്മാരുണ്ട് നാട്ടിൽ. 4 പോയി ഭക്ഷണം കഴിക്കും, അറ്റൻഡ് ചെയ്യണമല്ല വിഷയം. ആ 4 സ്ഥലത്ത് കയറി ഭക്ഷണം കഴിക്കും ചെയ്യും. അപ്പം പറയും ഞാൻ ഇവിടുന്ന് പിന്നെ ബാക്കി അവിടുന്ന് കഴിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞ് അവിടുന്ന് വിശന്നിട്ടല്ലേ കഴിക്കണത്. എന്തൊരു ഡേഞ്ചറാണ് പഠിച്ചവനെ, എന്തൊരു ഡേഞ്ചറാണ്. 20 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ മെസ്സേജ് തരും നിൻ്റെ വിശപ്പ് മാറിയിട്ടുണ്ട്. ആ 20 മിനിറ്റ് മുഴുവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് മെസ്സേജ് വരാൻ ലേറ്റായി പോകും. അപ്പോഴേക്കും നമ്മൾ തളർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് പുണ്യനബി തങ്ങൾ എല്ലാറ്റിലും മാതൃകയാണ്, എല്ലാറ്റിലും മാതൃക. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ തറക റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ ഇല്ലാ ദല്ലന അലൈഹി. ഒരു ഖൈറു നബി തങ്ങൾ നമുക്ക് പറയാതെ പോയിട്ടില്ല, ഒരു ഷർറു നബി തങ്ങൾ നമ്മൾ താക്കീത് തരാതെയും പോയിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന യുഅല്ലിമുന ഹത്തൽ ഖറാഅ. ഖറാഅത്ത് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് പോലെ എങ്ങനെയാണെന്ന് സ്വഹാബിമാർ പറയാ, ഞങ്ങൾക്ക് ഞങ്ങളുടെ റസൂൽ അതുപോലും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും ബാക്കി വെച്ചിട്ടില്ല. അങ്ങനത്തെ നമ്മളോട് നോമ്പെടുക്കാൻ പറഞ്ഞാൽ വല്ല പ്രയാസം ഉണ്ടാവോ? അങ്ങനെ ശീലിച്ച ഒരു മനുഷ്യന് നോമ്പെടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്ത് നമ്മുടെ മക്കളൊക്കെ ദയവച്ച് നമ്മൾ സൂചിപ്പിച്ചതാണ്. വളരെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾക്ക് ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കില്ലേ. എൻ്റെ കുട്ടി വയറ് നിറച്ച് മുട്ടട്ടെ എന്ന് പറഞ്ഞ് ആ ലാസ്റ്റ് 2 ഉരുളയും കൂടി ആ കുട്ടി പിന്നെ ഛർദ്ദിക്കും. ആ കുട്ടി പിന്നെ തളർന്ന് ആ കുട്ടിയുടെ വയറൊക്കെ വീർത്ത്. അപ്പോൾ ഉമ്മക്ക് സമാധാനം, ആ കുട്ടിയുടെ വയറ് ഒരിക്കലും വയറ് വീർക്കാൻ നിൽക്കരുത്. വളരെ കുറഞ്ഞ അത് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തോളൂ. കുട്ടിക്ക് 2-3 മണിക്കൂറോ കഴിയുമ്പോഴേ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊടുത്തോളൂ. പക്ഷേ ഒറ്റയടിക്ക് ഒരു പ്ലേറ്റ് കുട്ടീൻ്റെ വയറ്റിലാക്കി കൊടുക്കുക. അപ്പോൾ ഉമ്മ പറഞ്ഞ കുട്ടി ഭക്ഷണം കഴിച്ചു നല്ല അൽഹംദുലില്ലാ. ആ കുട്ടിയുടെ ശരീരങ്ങൾ തളർത്തുകയാണ്, ആ കുട്ടീനെ കേടുവരുത്തുകയാണ്, ആ കുട്ടിയുടെ മെറ്റബോളിസം എല്ലാം തകരുകയാണ്, ആ കുട്ടിയുടെ ഇൻറ്റേർണൽ ഓർഗാൻസിന് ഡാമേജ് വരികയാണ്, ആ കുട്ടിക്ക് ക്ഷീണമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, ഇമാം ഖസാലി തങ്ങൾ പറഞ്ഞ ഒരു സംഭവം നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഒരിക്കലും കുറേ തിന്നുന്ന മക്കളെ നോക്കി ആ കുട്ടിനെ പോലെ ആവണമെന്ന് ഒരു ഉമ്മയും പറയരുതേ. മിനിമം ഭക്ഷണം കഴിക്കുന്ന കുട്ടിയെ നോക്കിയിട്ട് നീ അങ്ങനെയാണ് ആവേണ്ടതെന്ന് മുസ്ലിമീങ്ങളായ ഉമ്മമാർ പറഞ്ഞു കൊടുക്കേണ്ടത്. യാ അല്ലാഹ്, ഇങ്ങനെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികളുടെ കാര്യത്തിൽ ആകെ ഡോക്ടർമാരോട് എൻ്റെ കുട്ടി തിന്നണില്ല എന്നേ പറയുള്ളൂ. എൻ്റെ കുട്ടി തിന്നണില്ല. കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടി കഴിക്കൂലേ? കുട്ടിക്ക് ആവശ്യമുണ്ടെങ്കിൽ കുട്ടി കഴിച്ചിരിക്കും. വിശക്കുന്നതെന്ന് പറഞ്ഞ് എന്തെങ്കിലും സിഗ്നൽ അവർ തന്നിരിക്കും. അവർക്ക് വിശക്കാതിരിക്കാൻ എന്തെങ്കിലും അവർ ഇൻടേക്ക് ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും ഷുഗറോ മറ്റു കാര്യങ്ങളോ അവരുടെ ബോഡിയിലേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ വിശക്കുന്നവരെ കാത്തിരിക്കുക. ഖസാലിമാം പറയണം, ഒരു ഉമ്മയും വയറ് നിറച്ച് തിന്നുന്ന നെഹ്മാൻ എന്ന അറബിയിൽ പറയാം, ഒരു നെഹ്മാനായ കുട്ടിയെ കാണിച്ചിട്ട് ഇവനെപ്പോലെ ആവണമെന്ന് ഒരിക്കലും പറയരുതേ. വളരെ മിനിമം ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുന്ന കുട്ടി അങ്ങനെയാണ് നീ ആവേണ്ടത് എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ എന്ന്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റല്ലേ നമ്മൾ ചെയ്യൽ, നേരെ ഓപ്പോസിറ്റ്. നമ്മുടെ ഇമാമിയങ്ങൾ പഠിപ്പിക്കുക ചെയ്യരുത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ശരീരം അല്ലാഹു തന്ന അമാനത്താണ്. ഈ അമാനത്ത് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്നവരെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അത് വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് കൊണ്ടുപോകണം, നല്ല മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് നോമ്പ് തസ്ഹു, നിങ്ങൾക്ക് സുഹത്തുണ്ടാകും, ആരോഗ്യമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്ത് നൽകട്ടെ. അതിൻ്റെ തമാമാണ് ഷവ്വാലിൻ്റെ സിത്തം മിൻ ഷവ്വാൽ. മൻ സോമ റമളാന വ അത്ബഅഹ സിത്തം മിൻ ഷവ്വാൽ കാന കസിയാമി ദഹർ. കാലം മുഴുവൻ നോമ്പെടുത്ത കൂലി കിട്ടും. സിത്തം മിൻ ഷവ്വാൽ 30, ഓരോ 30നെയും എന്ത് ചെയ്യുക, 10 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 300 നോമ്പായി. 6നെ 10 കൊണ്ട് ഗുണിക്കുക, 360 അപ്പോൾ 60 മാസപ്രകാരം 355 ദിവസമേ ഉണ്ടാവുള്ളൂ. 360 ദിവസത്തെ നോമ്പ് കിട്ടും. അതാണ് ഖാനക സുയാമി ദഹർ. 30 റമളാനും പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് മുതൽ 6, ഏറ്റവും ശ്രേഷ്ഠമായത് ആ ഷവ്വാലിൻ്റെ ആദ്യ ഭാഗത്ത് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേന്ന് മുതലുള്ള 6 നോമ്പുകളാണ്. അത് കഴിഞ്ഞ് അതിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് സാധിക്കുന്ന ഒരു 6 ദിവസം ഷവ്വാലിൽ നിന്ന് നോമ്പെടുക്കുക. അങ്ങനെ 36 നോമ്പ് നമുക്ക് കിട്ടുന്നു. ആ 36 കാനക സുയാമി ദഹർ, കാലം മുഴുവൻ നോമ്പെടുത്തതിൻ്റെ കൂലിയാണ്. ഫിത്ർ സക്കാത്തിൻ്റെ കാര്യം മറക്കരുത്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ സന്ദർഭങ്ങളിലായിട്ട് നമുക്ക് ഓർമ്മിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ നമുക്ക് ശരിക്കും ഇബാദത്ത് കൊണ്ട് സജീവമായി നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ ശുദ്ധിയായി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹുവിൻ്റെ മഅരിഫത്ത് അള്ളാഹു നമ്മുടെ ഖൽബിൽ തന്ന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഹമ്മദ് കുഞ്ഞി നിങ്ങളുപ്പാൻ്റെ നമ്മുടെ മുഹമ്മദ് കുഞ്ഞിയുടെ ഉപ്പാൻ്റെ ആണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപ്പാക്ക് മഗ്ഫിറത്ത് ചെയ്യട്ടെ, അള്ളാഹു മർഹമത്ത് ചെയ്യട്ടെ. വല്ലാത്തൊരു മനുഷ്യനാണ്. എനിക്ക് വളരെ കുറഞ്ഞ കാലം അദ്ദേഹത്തെ പരിചയം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്നൊരു 3 കൊല്ലോ ഒക്കെ അല്ലേ മോഞ്ഞ്, നിങ്ങൾ ഉപ്പാനെ പരിചയപ്പെട്ടൊരു 3 കൊല്ലോ 4 കൊല്ലമൊക്കെ
സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അവരുടെ ഉമ്മയും ഉപ്പയൊക്കെ. അള്ളാഹു രണ്ടുപേർക്കും മഗ്ഫിറത്ത് ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാഡമിയുടെ ഒരു ചെറിയ കൂപ്പണ്, അതിൻ്റെ ഒരു ചെറിയൊരു സ്ലിപ്പ് നിങ്ങളുടെ കൈകളിലേക്ക് നൽകുന്നുണ്ട്. പറ്റുന്നവർ കുട്ടികളുടെ ചെലവിലേക്ക് കഴിയാവുന്ന സംഖ്യ ഏറ്റെടുക്കണം. അത് നിങ്ങളാൽ കഴിയുന്നത് ഇൻഷാ അല്ലാഹ് സ്ലിപ്പ് തരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? അതൊന്ന് ഏറ്റെടുത്ത് നിങ്ങൾ കഴിയുന്നത് സഹായിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ കിണറുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹോദരന്മാർ, പിന്നെ ഫിലിപ്പീൻസിൽ നിന്നടക്കം ഇവിടെ സെൻറ്ററിലേക്ക് വാട്സപ്പിലുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന്. മാഷാ അല്ലാഹ്. അപ്പോൾ ആ ഒരു മെസ്സേജ് ഒരുപാട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 എന്നുള്ളത് നമ്മൾ എത്ര കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ 50 നമ്മുടെ ടാർഗറ്റാണ്. അത് 500 കിണറാക്കാൻ പറ്റിയ അൽഹംദുലില്ലാഹ് നമ്മളത് ചെയ്യണം. കാരണം ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സമയം നാട്ടിൽ വെള്ളത്തിൻ്റെ ക്ഷാമം വരാനുള്ള സമയമായി. ഏകദേശം ഡ്രൈനസ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ നിർബന്ധമായും നമുക്ക് ആ ഒരു പദ്ധതി വിജയിപ്പിക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിചയങ്ങളിലോ ജോലിസ്ഥലത്തോ ഒക്കെ ഉള്ള ആളുകളുമായിട്ടൊക്കെ ഈ വിഷയം പങ്കുവെക്കുക. മരിച്ചുപോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ജാരിയായ സ്വതക്കയാണത്. ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നഷ്ടപ്പെടുത്തരുത്. അള്ളാഹുവിനോട് തൗഫീക്കിനെ ചോദിക്കുക. അതൊരു തൗഫീക്കാണ്. 5000 ദിർഹമാണ് അതിന് നമ്മൾ കണക്കാക്കിയത്. നമ്മുടെ സെൻറ്ററുമായി, നമ്മൾ നേരത്തെ പറഞ്ഞ വാട്സപ്പ് നമ്പറുമായി ബന്ധപ്പെടുന്ന ആ നമ്പർ ഒന്നുകൂടെ, ആ ഒരു 052 വാട്സപ്പ് ഉണ്ട്, അതെല്ലാം വാട്സപ്പ് ഉണ്ട് അല്ലേ? ആ നമ്പർ ഞാൻ ഒന്നുകൂടെ പറയാണ്. 00971 UAE കോഡ്. അത് കഴിഞ്ഞാൽ പിന്നെ 26424488. 00971 കഴിഞ്ഞാൽ 26424488. ഒന്നുകൂടി പറയട്ടെ. 00971 26424488. നമ്മുടെ സെൻറ്ററിൻ്റെ വാട്സപ്പാണ്. അപ്പോൾ അതിൽ തന്നെ ഡയറക്റ്റ് ബന്ധപ്പെട്ട് എന്താ വേണ്ട കാര്യങ്ങൾ വെച്ചാൽ, എങ്ങനെ അതിൻ്റെ ഫണ്ട് എത്തിക്കേണ്ടതെന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ചെയ്യുക. നമ്മുടെ ഇതിലേക്ക് ആദ്യമായിട്ട് ഇവിടുന്ന് ഒരു കിണർ ഏറ്റെടുത്ത് നമ്മുടെ ഷാനവാസ് എന്ന് പറഞ്ഞ നമ്മുടെ സഹോദരൻ, അതെ ഷാനവാസ്ക്ക് പോയോ? ഇവിടെ ഉണ്ടോ? പോയി കാണും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ വളരെ വേണ്ടപ്പെട്ട നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, വാഹിദ് ഖാൻ എന്ന് പറയും. നമ്മുടെ മാള അടുത്താണ്, പുത്തൻചിറ. അദ്ദേഹത്തിന് ഒരു ഓപ്പറേഷൻ അദ്ദേഹം വിധേയമാവുകയാണ് നാളെ എറണാകുളത്ത് വെച്ച്. നാളെ 9 മണിക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് പരിപൂർണമായി ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അള്ളാഹു ശിഫ നൽകട്ടെ. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വാഫി കോളേജിൻ്റെ പുത്തൻചിറയിലെ അതിൻ്റെ മുഖ്യ കാര്യദർശി അസീസ് ഹാജി എന്ന് പറയും. അദ്ദേഹത്തിൻ്റെ മകൻ കൂടിയാണ്. നിങ്ങൾക്കറിയായിരിക്കും ഇവിടെ ഡിലൈറ്റ് മൂവേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിലൈറ്റ് കമ്പനിയൊക്കെ ഉള്ള അവരുടെ അദ്ദേഹമാണ് വാഹിദ് ഖ. അദ്ദേഹത്തിൻ്റെ ഒരു ഓപ്പറേഷൻ നാളെ നടക്കുകയാണ്. വളരെ മേജർ ഓപ്പറേഷനാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു നീ പരിപൂർണമായി ശിഫ നൽകണേ റബ്ബേ. അല്ലാഹു മശ്ഫിഹി യാ റബ്ബ്, അല്ലാഹു മശ്ഫിഹി യാ റബ്ബ്, അല്ലാഹു മശ്ഫിഹി യാ റബ്ബ്. പഠിച്ചവനെ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി പായസം നേർച്ചയാക്കിയ ആളുകൾ, അവരുടെയൊക്കെ നിയ്യത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇതിന് മുമ്പും ശേഷവും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇവിടെ അഹ്ലൻ റമദാൻ എന്ന് പറഞ്ഞൊരു പരിപാടി കാഞ്ഞങ്ങാട് സഹചാരി സെൻറ്ററിൻ്റെ പ്രഖ്യാപനവും ഒരുമിച്ച് ഇവിടെ നടക്കുന്നുണ്ട്. ഞായറാഴ്ച, ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം മഗ്‌രിബിന് ശേഷം ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്ററിൽ ഉസ്താദ് കുമ്മനം നിസാമുദ്ദീൻ അസ്ഹരി ഉസ്താദാണ് ഇവിടെ പ്രഭാഷണം നടത്തുന്നത്. മജ്ലിസുന്നൂറും തബറുക്ക് വിതരണവും ഒക്കെ നടക്കുന്നുണ്ട് ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ അബുദാബിയിൽ വെച്ച്. ഇവിടെ വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് റമളാനിലേക്ക് സ്വാഗതം എന്ന ഒരു അഹ്ലൻ പരിപാടി SKSFൻ്റെ കീഴിൽ നടക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വിജയിപ്പിക്കട്ടെ. എല്ലാവരും ആ പരിപാടിയിലേക്ക് എത്തണം. അബുദാബി കാഞ്ഞങ്ങാട് മേഖല SKSF ആണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്, പ്രത്യേകമായി അറിയിക്കുന്നു. പിന്നെ അടുത്ത ക്ലാസ് ഇൻഷാ അല്ലാഹ് നമ്മൾ പറഞ്ഞ ഡേറ്റ് ഏതായിരുന്നു? 27 ഏപ്രിൽ 27 ഇൻഷാ അല്ലാഹ് നമുക്ക് 6 നോമ്പ് കഴിയുന്നതോടുകൂടെ വരുന്ന ഒരു ഡേറ്റാണിത്. ആയുസ്സുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹുൽ അസീസ് നമ്മൾ ഏപ്രിൽ 27 വ്യാഴാഴ്ച ആയിരിക്കും ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ് നമ്മൾ ആരംഭിക്കുക. പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം, മഗ്‌രിബിന് ശേഷം ആക്കണമെന്നൊരു മഗ്‌രിബ് ഇൻഷാ അല്ലാഹ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ഏകദേശം ടൈമിങ് 7:30 മണിക്ക് അല്ലേ? ഇൻഷാ അല്ലാഹ് ഒരു 7 പറ്റുമോ? 7 നടക്കില്ല, 7:30. അപ്പോൾ 7:30 മണിക്കൊരു 1 hour നമ്മൾ അങ്ങോട്ട് അഡ്വാൻസ് ചെയ്യുകയാണ്. അപ്പോൾ 7:30 മണിക്ക് എന്ത് ചെയ്യുന്നു?
ക്ലാസ് തുടങ്ങും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിന് കണക്കാക്കിയിട്ട് നേരത്തെ എത്തണം. ചിലപ്പോൾ ഞാനും മൈക്ക് സെറ്റേരും മാത്രമേ ഉണ്ടാവുള്ളൂ അധിക ദിവസങ്ങൾ തുടങ്ങുന്ന സമയത്തെ. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ സൗകര്യം പോലെ എന്ത് ചെയ്യുക, എത്താൻ ശ്രമിക്കുക. പിന്നെ ലൈവ് ഉള്ളതുകൊണ്ട് എന്തില്ല, നമുക്കൊരു പ്രയാസമില്ല. ഇപ്പോഴല്ലെങ്കിലും പിന്നീട് എന്ത് ചെയ്യും, കേൾക്കാൻ പറ്റുമല്ലോ എന്നൊരു സമാധാനമുണ്ട്. അപ്പോൾ 7:30 മണിക്ക് 7:30 to 8 മണി നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സും 8 മണി to 9-9:30 വരെ മാക്സിമം നമ്മുടെ മലയാളം ക്ലാസ്സും അസ്മാഉൽ ഹുസ്നയും അങ്ങനെയായിരിക്കും ക്ലാസ് ഉണ്ടാവുക. സമയക്രമം മാറിയത് എല്ലാവരും ശ്രദ്ധിക്കുക. ജസാക്കുമുല്ലാഹ് ഖൈർ. ദുആ വസിയത്ത് മുഹമ്മദ് കുഞ്ഞ് വായിച്ചിട്ട് നമ്മൾ ദുആ ചെയ്ത് പിരിയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നത്തെ പായസത്തിലേക്ക് സദഖ ചെയ്തവർക്ക് പ്രത്യേകം ദുആ ചെയ്യണം, അവരുടെ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. മരണപ്പെട്ട മാതാപിതാക്കൾക്ക് ദുആ ചെയ്യണം. ഒരു പ്രവർത്തകൻ മാനസികമായിട്ട് വല്ലാത്ത പ്രയാസത്തിലാണ്, പ്രത്യേകം ദുആ ചെയ്യാൻ. മകൻ്റെ വിസയും ജോലിയും ശരിയാൻ വേണ്ടി ദുആ ചെയ്യണം. ഭാര്യയുമൊത്ത് ഉംറയ്ക്ക് പോകാൻ ആഗ്രഹമുണ്ട്, തൗഫീഖിനായി ദുആ ചെയ്യണം. നാളെ കിഡ്നി സംബന്ധമായ സർജറി നടക്കുന്ന ഒരു സഹോദരൻ ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. 10 വയസ്സായ മകൾക്ക് ക്യാൻസർ ബാധിച്ച് എറണാകുളം ആസ്റ്റർ ഹോസ്പിറ്റലിൽ നാളെ സർജറി ഉണ്ട്, ഷിഫാന് ദുആ ചെയ്യണം. വീട് പണി ഹലാലിൽ പെട്ടെന്ന് പൂർത്തിയാകാൻ വേണ്ടി ദുആ ചെയ്യണം. 2 കമ്പനികളിൽ നിന്നായി ജോലി ചെയ്ത വകയിൽ ശമ്പളം കുറേ കിട്ടാനുണ്ട്, അതൊക്കെ എളുപ്പത്തിൽ ശരിയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ. സിഹർ കൊണ്ട് വിഷമിക്കുന്ന ഒരു കുടുംബം സലാമത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മകന് ഹൈറായ ജോലി ശരിയാകാൻ വേണ്ടിയിട്ട്. കുട്ടിയുടെ വിസയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ഹൈറായ രീതിയിൽ ശരിയായി കിട്ടാൻ. സുഹൃത്തിൻ്റെ വിസ ഓവറായിട്ട് അതോടൊപ്പം തന്നെ സാമ്പത്തികമായി വലിയ ബാധ്യതയും ആയി വലിയ വിഷമത്തിലാണ്. എളുപ്പത്തിൽ ഹൈറായ ഒരു വഴി തുറന്നു കിട്ടാൻ വേണ്ടി പ്രത്യേകം ഈ സദസ്സിലേക്ക് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഓൺലൈനിലൂടെ ഒരുപാട് ആൾക്കാർ ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്, അവരുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കാൻ. റമദാനിൽ ഉംറയ്ക്ക് പോകാനും പിന്നീട് ഹജ്ജിന് പോകാനും ഉദ്ദേശിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ വേണ്ടി ദുആ ചെയ്യണം. മകൻ നാട്ടിൽ നിന്ന് ലീവിന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ എളുപ്പമാകാൻ. പിന്നെ പ്രത്യേക ഉസ്താദ് പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് ഞായറാഴ്ച ഇവിടെ നടക്കുന്ന പരിപാടിയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയാണ്. മഗ്രിബോടുകൂടി മജ്ലിസുന്നൂർ സദസ്സും ഇശാന് ശേഷം ഹാഫിള് കുമ്മനം ഉസ്താദിൻ്റെ പ്രഭാഷണവും നടക്കുന്നുണ്ട്. എല്ലാവർക്കും തബറുക്കിൻ്റെ ഭക്ഷണം കൂടി ഏൽപ്പിച്ചിട്ടുണ്ട്. വലിയൊരു സദസ്സാണ്, എല്ലാവരും നേരത്തെ തന്നെ സദസ്സിലേക്ക് എത്താൻ പ്രത്യേകം അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇൻഷാ അല്ലാഹുൽ അസീസ്. നമ്മുടെ ദാറുൽ ഇർഫാൻ്റെ സ്ലിപ്പ് കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? റഫീഖ് ഉസ്താദേ, അൽഹംദുലില്ലാഹ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ റമദാനിൽ നമ്മുടെ തആവുൻ അപേക്ഷകൾ, തആവുൻ്റെ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ക്ലിപ്പുകളോ നിർദ്ദേശങ്ങളോ ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ നിങ്ങളൊക്കെ അത് കഴിഞ്ഞ വർഷങ്ങൾ ചെയ്ത പോലെ തന്നെ വളരെ മനോഹരമായി ആ വിഷയത്തിലേക്ക് സഹായിക്കണം എന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. നമ്മുടെ കേരളത്തിൻ്റെ പുറത്ത്, നമ്മുടെ ഇന്ത്യയിലെ മറ്റു സ്റ്റേറ്റുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ ദഅവി പ്രവർത്തനങ്ങളാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, 1800-ലേറെ മദ്രസകളിലേക്ക്, നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് നമ്മുടെ മദ്രസ പദ്ധതികൾ, മദ്രസ പ്രസ്ഥാനം വളർന്നുകൊണ്ടിരിക്കുകയാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ റഫീഖ് ഉസ്താദ് ഇവിടെ ഉണ്ട്. റഫീഖ് ഉസ്താദിനെ കണ്ടപ്പോഴാണ് അത് പ്രത്യേകിച്ച് ഓർമ്മ വന്നത്. കാരണം ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ ഇത്രമേൽ കാര്യഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട റഫീഖ് ഉസ്താദ് അടക്കമുള്ള നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞാൻ ഇവിടെ ഹാദിയുടെ നാഷണൽ പ്രൊജക്റ്റ് എന്നാണ് നമ്മളതിനെ സംബന്ധിച്ച് പറയാൻ. അതായത് ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട പല സ്റ്റേറ്റുകളിൽ, ഞാനതിൻ്റെ ഒരു ഭാഗം വായിക്കുകയാണ്. നമ്മുടെ ഹാദിയ എന്ന് പറയുന്നത് ഹുദവീസ് അസോസിയേഷനാണ്, അവിടുത്തെ അലുമിനിയാണ്. ദാൽഹുദയിൽ നിന്ന് പഠിച്ച് പാസ്സായ ഹുദവി പണ്ഡിതന്മാരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കിയ ഒരു നന്മയുടെ ഒരു സംസ്കാരം, അതായത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാർ, സാത്വികരായ പണ്ഡിതന്മാർ, അവരൊക്കെ ചെയ്തു വെച്ച ഒരു വലിയ നന്മയുണ്ട്. മഹാനായ അബ്ദുൽ ബാരി മുസ്ലിയാരും ബഹുമാനപ്പെട്ട CH ഹൈദറുസ് മുസ്ലിയാർ അടക്കമുള്ള പ്രഗത്ഭരായ നമ്മുടെ മുൻഗാമികൾ മദ്രസ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത വലിയൊരു ത്യാഗം, അതാണ് നമ്മളിപ്പോൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൽ എന്തൊക്കെ പോരായ്മകളോ അപര്യാപ്തതകളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ആ ഒരു മതവിദ്യാഭ്യാസം കിട്ടിയ ഒരു സാഫല്യം അത് വലുതാണ്. അതില്ലാത്ത ഒരു സ്റ്റേറ്റിൽ നിന്നോ ഇല്ലാത്ത രാജ്യത്തു നിന്നോ വരുന്ന ആളുകളെ കാണുമ്പോഴേ നമുക്കതിൻ്റെ വില മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മളതിനെ നമ്മുടെ ഈ ഉമ്മത്തിനോട് കടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കേരളത്തിൽ മുസ്ലിമീങ്ങളായ ആളുകളുടെ പ്രത്യേകത, നമ്മുടെ സ്വന്തം വിഷയത്തിൽ എന്ത് കുറവ് വന്നാലും നമ്മൾ സമൂഹത്തിൻ്റെ വിഷയത്തിൽ മറ്റുള്ളവരെ സഹായിക്കുക എന്ന കാര്യം വളരെ കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ മലയാളികൾ. അപ്പോൾ
ഈ ഒരു വിഷയത്തിൽ എടുത്തു പറയേണ്ട നമ്മുടെ ഹുദവി സുഹൃത്തുക്കൾ 14 സ്റ്റേറ്റുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, 1895 ഗ്രാമങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ദീനീ വിദ്യാഭ്യാസം നേടാനുള്ള സംരംഭങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. മുതിർന്നവർക്ക് മതം പഠിക്കാനുള്ള സൗകര്യം അതോടൊപ്പം ഒരുക്കിയിരിക്കുകയാണ്. ഉന്നതമായ മത പാഠശാലകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, കൊർഡോബ, നമ്മുടെ സുബൈർ ഹുദവി ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ കിഷൻഗഞ്ചിൽ നടക്കുന്ന കൊർഡോബ, പിന്നെ അസാമിലും വെസ്റ്റ് ബംഗാളിലും ആന്ധ്രയിലും മഹാരാഷ്ട്രയിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ദാർഹുദയുടെ നേരിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സഹസ്ഥാപനങ്ങൾ. അപ്പോൾ ഈ ഒരു മദ്രസകളിൽ നമുക്ക് 1,02,393 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളികളല്ലാത്ത, ഒരു നിലക്കും മലയാളം അറിയാത്ത കുട്ടികൾ. അത് നമ്മൾ ഇൻഷാ അല്ലാഹ് ഈ വർഷത്തോടുകൂടെ ഒരു 1.5 ലക്ഷമായി നമുക്ക് ഈ റമദാനിന് ശേഷം അത് വർദ്ധിക്കാൻ പോവുകയാണ്. വളരെ കൃത്യമായ രീതിയിലാണ് ഈ സംവിധാനങ്ങളൊക്കെ നടക്കുന്നത്. ദാർഹുദയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹാദിയയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. വളരെ വിനയത്തോടുകൂടെ പറയട്ടെ, ഹാദിയയുടെ ഒരു അംഗം എന്ന നിലയിൽ ഞാൻ അഭിമാനത്തോടുകൂടെ പറയാണ്, ചൂടും തണുപ്പും സഹിച്ച് വളരെ പരിമിതമായ സാഹചര്യങ്ങളിൽ പൊടിയും ചെളിയും നിറഞ്ഞ വഴിയോരങ്ങളിലൂടെ യാത്ര ചെയ്താണ്, നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാൻ കഴിയാതെയാണ് ഞങ്ങളുടെ കൂടെ പഠിച്ച ഹുദവി സുഹൃത്തുക്കൾ മറ്റു സ്റ്റേറ്റുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോവുക, അത് നിരുത്സാഹപ്പെടുത്തുകയോ മുടക്കുകയോ ഒക്കെ ചെയ്യുന്നത് പൈശാചികമായ പ്രവർത്തനങ്ങളാണ്. അതിൽ നമ്മൾ ചെവി കൊടുക്കാതിരിക്കുക, നമ്മൾ പരമാവധി നന്മകൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനുള്ള സമയമാണ്. നന്മ മുന്നോട്ട് പോകട്ടെ. അതിന് പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും, അതിനൊക്കെ നമ്മൾ അതിജീവിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നമ്മുടെ ഹുദവി സുഹൃത്തുക്കൾ അറിയാമല്ലോ, നമുക്ക് ഒരുപക്ഷെ അവർ ദുബൈയിലും ഗൾഫിലൊക്കെ വരികയാണെങ്കിൽ വളരെ നല്ല ഒരു ജീവിത നിലവാരം അവർക്ക് കിട്ടുമായിരുന്നു. പക്ഷെ അതൊക്കെ മാറ്റിവെച്ച് അവരിതിനു വേണ്ടി ഡെഡിക്കേറ്റഡായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. 100 കണക്കിന് ഹുദവികൾ. നമ്മൾ പറഞ്ഞു, ഒരു വിദ്യാർത്ഥിക്ക് ഒരു വർഷത്തേക്ക് വേണ്ടത് 500 രൂപ മാത്രമാണ്. 500 രൂപയാണ് ഒരു മുത്തഅല്ലിമിന് ഒരു കൊല്ലത്തേക്ക് വേണ്ടത്. അപ്പോൾ പറ്റുന്ന ആളുകൾ 100 കുട്ടികളെയോ 200 എത്രയാണ് നമ്മൾ കൊണ്ട് പറ്റുന്നത്, ഹാദിയയുടെ പിന്നെ ആ ഒരു അക്കൗണ്ട് നമ്പറുണ്ട്. ഇൻഷാ അല്ലാഹ് അത് വഴിയെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയൊക്കെ അത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് 10 വിദ്യാർത്ഥികളെ, ഒന്നും പറ്റാതെ 5 ഇല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെങ്കിലും, ഒരു മുത്തഅല്ലിമിനെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം, സ്പോൺസർ ചെയ്യാൻ കഴിയണം. ഇതൊരു വലിയ പ്രവർത്തനമായി ഇൻഷാ അല്ലാഹ് വളർന്ന് വലുതായി നമ്മുടെ രാജ്യത്ത് ഉപകാരപ്പെടുന്ന, നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന, ദൂര സംസ്ഥാനങ്ങളിൽ കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് കേരളത്തിൽ നമുക്കുണ്ടായ പോലെയുള്ള ഒരു അഭിമാനകരമായ അസ്തിത്വം അവർക്കുണ്ടാവണം. അതുതന്നെയാണ് നമ്മൾ ലക്ഷ്യം. അത് വിദ്യാഭ്യാസത്തിലൂടെ ഉണ്ടാവുള്ളൂ. മദ്രസ വിദ്യാഭ്യാസവും അതോടൊപ്പം സ്കൂൾ വിദ്യാഭ്യാസവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. അതാണ് നമ്മുടെ ഹാദിയയുടെ നാഷണൽ പ്രൊജക്റ്റ്. അതിലേക്ക് നിങ്ങളൊക്കെ ഒന്ന് മനസ്സ് വെക്കണം. ഈ റമദാനിൽ അതുമായി സഹകരിക്കണം. നിങ്ങളുടെ മുമ്പിലേക്ക് അതിൻ്റെ പോസ്റ്ററോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിർബന്ധമായി നിങ്ങൾ സഹായിക്കണമെന്ന് സാന്ദർഭികമായിട്ട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ റമദാൻ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ആഖിറത്തിലേക്ക് ചെയ്ത് അള്ളാഹുവിൻ്റെ അടുത്ത് വലിയ പ്രതിഫലം വാങ്ങിക്കൂട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെയൊക്കെ ഒരു ഓഹരി, അതിൻ്റെ പ്രതിഫലം മിഥിലു സവാബ്, തത്തുല്യമായ പ്രതിഫലം നമ്മൾ മരിച്ചുപോയ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ജന്മത്തിന് കാരണക്കാരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ആത്മാവിൻ്റെ നിലനിൽപ്പിന് കാരണക്കാരായ നമ്മുടെ ഉസ്താദുമാർ, നമ്മളെ പഠിപ്പിച്ച ആളുകൾ, നമ്മളെ പഠിപ്പിക്കാൻ സഹായിച്ചവർ, നമ്മുടെ കൂട്ടുകാർ, എല്ലാവരുടെയും ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അള്ളാഹു അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബറക്കത്തും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. റഹ്മാനായ റബ്ബേ, വിശുദ്ധമായ ഷഅബാൻ ഇതാ ഞങ്ങളോട് ഇവിടെ പറയാണ്. അള്ളാഹുവേ, ഞങ്ങളെ റമദാനിലേക്ക് പരിക്കുകളില്ലാതെ എത്തിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ സല്ലിംന ഇലാ റമദാൻ വസല്ലിം റമദാന ലനാ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവെ, പരിക്കുകളില്ലാതെ റമദാൻ ഞങ്ങളിലേക്കും ഞങ്ങൾക്ക് പരിക്കുകളില്ലാതെ റമദാനിലേക്കും എത്തിച്ചേരാൻ തൗഫീക്ക് നൽകണമേ അള്ളാഹുവെ, നീ ഞങ്ങൾക്ക് ഒരുക്കി വെച്ച ഈ വലിയ മൗസിമുൽ ഖൈറാത്ത്, നിൻ്റെ നഫഹാത്തിലേക്ക് ഇറങ്ങി നിൽക്കാനും അതിന് പരമാവധി ആത്മീയമായി ഉണർവും ഉത്തേജനവുമുണ്ടായി ഇബാദത്തുകളെ കൊണ്ട് സജീവമായി ഖൽബ് കൊണ്ട് നിന്നിലേക്ക് അടുത്ത ഒരു യാത്രക്ക്, പരലോകത്തേക്കുള്ള യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങി നിൽക്കാനുള്ള തൗഫീഖ് റബ്ബേ നീ റമദാനോടുകൂടെ ഞങ്ങൾക്ക് നൽകണമേ തമ്പുരാനെ.
റമദാൻ്റെ മുമ്പും നൽകണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധിയാക്കി തരണേ പടച്ചവനെ. അള്ളാഹു ഞങ്ങളുടെ ഹൃദയം നീ ശുദ്ധിയാക്കണമേ അല്ലാഹ്. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂന ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുരക്ഷിതമായ ഹൃദയത്തോടുകൂടെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നവർക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുന്നല്ലേ. അള്ളാഹു ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഹൃദയം നന്നാക്കണേ പടച്ചവനെ. ഞങ്ങളുടെ ഖൽബിന് നീ നൂറ് നൽകണേ റബ്ബേ. നിഫാഖും കുഫറും ഷിർക്കും അള്ളാഹു എല്ലാ തരത്തിലുമുള്ള ഫിത്നയിൽ നിന്നും റബ്ബേ നീ കാവൽ നൽകണമേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ റബ്ബേ, അള്ളാഹുവെ ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങളിൽ നീ ഞങ്ങൾക്ക് നിരുപാധികം മാപ്പ് നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ റഹ്മതക നർജു, അല്ലാഹുമ്മ റഹ്മതുക അർജു ലനാ മിൻ അമാലിന വമഗ്ഫിറതുക ഔസഉ മിൻ ദുനൂബിന. അള്ളാഹുവെ ഞങ്ങളുടെ പാപങ്ങളെക്കാൾ വലുതാണല്ലോ റബ്ബേ നിൻ്റെ മഗ്ഫിറത്ത്, ഞങ്ങളുടെ അമലുകളെക്കാൾ വലുതാണല്ലോ റബ്ബേ നിൻ്റെ റഹ്മത്ത്. ഞങ്ങൾക്ക് നീ നിൻ്റെ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹം നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും ചെയ്യണേ റബ്ബേ. വല്ല മരിച്ചു പോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണമേ റബ്ബേ. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കി പ്രകാശിപ്പിച്ചു കൊടുക്കണേ റബ്ബേ. ആ ഖബറിൽ സുഗന്ധം നൽകണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ വിരിപ്പുകൾ വിരിച്ചു കൊടുക്കണേ പടച്ചവനെ. ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്ത ഒരുപാട് നമ്മുടെ സുഹൃത്തുണ്ട്, എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഷൗക്കത്ത്, കണ്ണൂർ ജില്ലയിൽ ഉള്ള എൻ്റെ സുഹൃത്തു കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മാമ മരണപ്പെട്ടിരുന്നു. അള്ളാഹു ആ ഉമ്മാമക്ക് നീ മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. അള്ളാഹു നീ മഗ്ഫിറത്ത് ചെയ്യണേ റബ്ബേ. ഒരുപാട് ദുആ വസിയത്തുകളുണ്ട് അള്ളാഹ്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹു ചെറിയവരും വലിയവരുമായ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി റബ്ബേ. ഇവിടെ സ്വന്തം ഒരു ഉടപ്പറപ്പായ ഒരാളുടെ കുത്തേറ്റ് മരണപ്പെട്ട യാസിർ എന്ന് പറഞ്ഞ സഹോദരൻ വളരെ നല്ല ചെറുപ്പക്കാരനായിരുന്നു, ബിസിനസ്സുകാരനായിരുന്നു. ജോലി കൊടുത്ത സ്വന്തം കുടുംബക്കാരൻ്റെ കയ്യാലാണ് അങ്ങനെ ഒരു അബദ്ധം, അങ്ങനെ ഒരു വലിയൊരു അപകടം സംഭവിച്ചത്. അള്ളാഹു ആ ചെറുപ്പക്കാരനെ നീ പുറത്തു കൊടുക്കണേ റബ്ബേ. ആ യാസിറിൻ്റെ ഖബറിടം സ്വർഗത്തൊപ്പാക്കി കൊടുക്കണേ പടച്ചവനെ. പിഞ്ചു മക്കളുണ്ടെന്നറിഞ്ഞു അള്ളാഹു അവർക്കൊക്കെ നീ തർബിയത്ത് ചെയ്തവരെ ഏറ്റെടുക്കണമേ തമ്പുരാനെ. റഹ്മുർ-റഹീമായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവേ, 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 കാരുണ്യവാനായ റബ്ബേ. ജോലിയും റിസ്ഖും അന്വേഷിച്ച് വരുന്ന ആളുകളാണ് റബ്ബേ ഈ ഗൾഫിൽ. ആ കൂട്ടത്തിൽ നിൻ്റെ ദീനിനെ സഹായിക്കണം, നിൻ്റെ ദീനിന് എന്തെങ്കിലും ചെയ്യണമെന്ന ഉദ്ദേശത്തോടുകൂടെ വന്നിരിക്കുന്ന ആളുകളും ഈ സദസ്സിലുണ്ട് റബ്ബേ. അള്ളാഹുവെ, ഇവിടെ ദാറുൽ ഇർഫാൻ ഇസ്ലാമിക് അക്കാഡമി എന്ന് പറഞ്ഞ ദാറുൽ ഹുദയുടെ തന്നെ പാണ്ടിക്കാടുള്ള സഹസ്ഥാപനത്തിന് വേണ്ടിയാണ് ഇവിടെ മഅ്മൂൻ ഹുദവി അടക്കം ഹുദവി ഉസ്താദന്മാരും ഇവിടെ നാട്ടിലെ ഹാജിമാരും അടക്കം ഒരുപാട് ആളുകൾ ഇവിടേക്ക് വന്നത്. റഹ്മുർ-റഹീമേ, അത് നിൻ്റെ ദീനിന് വേണ്ടിയുള്ളൊരു അപേക്ഷയാണ്, വ്യക്തികാര്യങ്ങളോ വീട്ടിൻ്റെ കാര്യങ്ങളോ ഒന്നുമല്ല. അള്ളാഹുവെ, നീ പൂർത്തിയാക്കി കൊടുക്കണമേ തമ്പുരാനെ. വീടില്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു നീ ഖൈറായ വീട് നൽകണമേ റഹ്മാനെ. ജോലിയിൽ ബറക്കത്ത് നൽകണമേ റബ്ബേ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി നൽകണേ പടച്ചവനെ. ഞങ്ങളൊക്കെ കടങ്ങളെ കൊണ്ട് വിഷമത്തിലാണ് അള്ളാഹുവെ. കടങ്ങൾ വിടാനുള്ള വഴി ഞങ്ങളറിയാതെ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാക്കി തരണേ റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാന, എല്ലാവരും ചൊല്ലി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ വഅഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഗലബത്തി ദൈനി വഖഹരി റിജാൽ. അള്ളാഹുവെ, കടങ്ങൾ കുമിഞ്ഞുകൂടുന്ന അവസ്ഥയിൽ നിന്ന് നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. രക്ഷപ്പെടുത്തണമേ തമ്പുരാനെ. നീ തന്ന ആരോഗ്യവും നീ തന്ന നിഅമത്തും നീ തന്ന സമ്പത്തും മക്കളും കുടുംബവും അള്ളാഹുവെ നീ പരീക്ഷണമാവാതെ കാക്കണേ പടച്ചവനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക. ചൊല്ലിക്കൊള്ളി, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖ്മതിക വജമീഇ സഖതിക. അള്ളാഹു നീ ആരോഗ്യം നൽകണേ റബ്ബേ, ആഫിയത്ത് നൽകണേ പടച്ചവനെ. ഞങ്ങൾക്ക് മാപ്പ് നൽകണേ തമ്പുരാനെ. ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയ വൽ മുആഫാത അദ്ദായിമ ഫിദ്ദീനി വദ്ദുന്യ വൽ ആഖിറ. റഹ്മുർ-റഹീമായ റബ്ബേ, ഞങ്ങളുടെ അമലുകളിൽ ഇഖ്ലാസ് നൽകണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ ഉശ്രിക ബിക വ അന അഅലം വ അഊദു ബിക മിമ്മാ ലാ അഅലം. അല്ലാഹുവേ, ഞങ്ങൾക്ക് അറിഞ്ഞും അറിയാതെയും അല്ലാഹുവേ ഞങ്ങൾ ഇഖ്ലാസിന് വിരുദ്ധമായി വരുന്ന അമലുകൾ വരാതെ കാക്കണേ പടച്ചവനെ.
അള്ളാഹു ഇഖ്ലാസിൻ്റെ വിരുദ്ധമായ അമലുകളൊന്നും വരരുതേ റബ്ബേ. അള്ളാഹുമ്മ അസ്ലിഹ് നിയ്യാത്തിന, അള്ളാഹു ഞങ്ങളുടെ അമലുകൾ നീ കബൂലാക്കണേ റഹ്മാനെ. നിയ്യത്തുകൾ നന്നാക്കി തരണേ പടച്ചവനെ. ഞങ്ങളൊരുപാട് പാപികളാണ് അള്ളാഹു നീ ഞങ്ങളെ കഴുകി ശുദ്ധിയാക്കി തരണേ പടച്ചവനെ. നീ തന്ന ആരോഗ്യവും ശരീരവും സമയവും നിനക്കിഷ്ടമില്ലാത്ത വഴിക്ക് ഒരുപാട് ചെലവഴിച്ചു പോയി റബ്ബേ. അള്ളാഹുവേ, അതൊക്കെ ഓരോ സെക്കൻഡും കണക്ക് പറഞ്ഞ് നീ ഞങ്ങളെ വിചാരണ ചെയ്യുകയാണെങ്കിൽ മൻ നൂഖിഷൽ ഹിസാബ് ഉദ്ദിബ്, അള്ളാഹു ഞങ്ങൾ ശിക്ഷ വരിക്കേണ്ടി വരും. അള്ളാഹുവെ നീ കാക്കണേ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ പടച്ചവനെ. തെറ്റ് ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുന്നവർ ആ തെറ്റ് ചെയ്യാത്തവരെ പോലെയല്ലയോ റബ്ബേ. ഇല്ലാ മൻ താബ വ ആമന വ അമില അമലൻ സാലിഹൻ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത് എന്ന് പറഞ്ഞ പോലെ റബ്ബേ, ഞങ്ങളുടെ ഹസനാത്തുകൾക്ക് പകരം സയ്യിആത്തുകൾക്ക് പകരം ഹസനാത്തുകളാക്കി മാറ്റിത്തരണേ പടച്ചവനെ. ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ ഞങ്ങളുടെ പശ്ചാത്താപം കബൂലാക്കണേ പടച്ചവനെ. അള്ളാഹു നാളെ ഞങ്ങളും മക്കളും കുടുംബ മാതാപിതാക്കൾ ഈ ഉമ്മത്ത് മുഴുവനും ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഉമ്മത്ത് ഹബീബായ തങ്ങളോടുകൂടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് കടക്കുന്ന സൗഭാഗ്യം ഞങ്ങളെല്ലാവർക്കും നൽകണേ റഹ്മാനെ. വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹാ ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ അന്നഹും ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാല എന്ന് അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞ പോലെ സ്വഹാബികൾ സ്വർഗത്തിൻ്റെ വാതിൽക്ക് വന്ന് തിരക്കുമ്പോൾ ഞങ്ങൾക്കും അവിടെ കൂടിയിരിക്കാൻ തൗഫീക്ക് നൽകണേ പടച്ചവനെ. ആ തിക്കിലും തിരക്കിലും സ്വർഗത്തിൻ്റെ വാതിൽ മസീറത്തു അൽഫി സന സതജിദുഹാ ഖദീല, ആളുകൾ തിക്കും തിരക്കും കൂടുന്ന വിശാലമായ സ്വർഗത്തിൻ്റെ വാതിൽ തിക്കും തിരക്കുണ്ടാകുന്നൊരു ദിവസമുണ്ടല്ലോ റബ്ബേ. ആ ദിവസം ആ വാതിൽക്കൽ അള്ളാഹുവെ ആ കവാടത്തിലൂടെ കടക്കാനുള്ള സൗഭാഗ്യം ഉമ്മത്തികളിൽ അവസാനം വന്നവർ ഇൽമും അമലും തഖ്വയും ഈമാനും കുറഞ്ഞ ദുർബലരായ അള്ളാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ പടച്ചവനെ. അള്ളാഹു അമൽ കൊണ്ടല്ലോ റബ്ബേ, നിൻ്റെ ഫضല് കൊണ്ട് തമ്പുരാനെ. സ്വാലിഹീങ്ങളെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ. അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കൾ, സയ്യിദന്മാർ, ആലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ, ദീനിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് റബ്ബേ. ആ ഒരു ഹബ്ബ് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, സമസ്തകേല ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ ദീനി പ്രസ്ഥാനത്തെ അള്ളാഹുവെ നീ കാത്തുകൊള്ളണേ തമ്പുരാനെ. നീ നിൻ്റെ സംരക്ഷണത്തിലാക്കണേ പടച്ചവനെ, ഇസ്സത്തിലാക്കണമേ പടച്ചവനെ. മഹാന്മാരായ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഉമ്മത്തിൽ വിള്ളലും വിഭിന്നതയും വരാതെ നീ കാക്കണേ തമ്പുരാനെ. ഉമ്മത്തിൻ്റെ വിഷയങ്ങളെ പരിഹരിക്കണമേ തമ്പുരാനെ. അള്ളാഹു ഫിത്നയും ഫസാദും ഒരിക്കലും ഉണ്ടാവാതെ കാക്കണേ പടച്ചവനെ. അത്തരം മനസ്സുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് റബ്ബേ സ്വബോധം നൽകണമേ റബ്ബേ, നല്ല ചിന്ത നൽകണമേ തമ്പുരാനെ. അള്ളാഹു ഈ ഉമ്മത്തിനെ ഐക്യത്തിലും ഒരുമയിലുമാക്കണേ റബ്ബേ. പാണക്കാട് കുടുംബം അള്ളാഹു ഒരുപാട് സയ്യിദന്മാരുള്ള നാടാണ്. എന്നാൽ ആ പാണക്കാട് കുടുംബത്തിൻ്റെ ആ ഒരു തിരുമുറ്റത്ത് വെച്ച് നടക്കുന്ന ഈ ഉമ്മത്തിന് കിട്ടുന്ന രാഷ്ട്രീയവും സാമൂഹികവും ആത്മീയവുമായ നേതൃത്വം റഹ്മുർ റഹീമെ കാലാകാലങ്ങളിൽ നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഹൈദർ അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങളും അവരുടെയൊക്കെ ഉപ്പയായ പൂക്കോയത്തങ്ങളടക്കം റഹ്മുർ റഹീമെ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ള മഹാനായ സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ അള്ളാഹു കുടുംബത്തിൻ്റെ ഇസ്സത്തിലാക്കണേ റബ്ബെ. അവർ മരിച്ചുപോയവർക്ക് മഗ്ഫിറത്ത് ചെയ്യണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ, ബാക്കി എല്ലാ സയ്യിദന്മാരും അള്ളാഹു എല്ലാ ആലിമീങ്ങളും അള്ളാഹു നിൻ്റെ ഹിഫ്ളിലും നിൻ്റെ ഇനായത്തിലുമാക്കണമേ തമ്പുരാനെ. മഹാനായ ഷെയ്ഖുൽ ജാമി അലിക്കുട്ടി ഉസ്താദും സയ്യിദുൽ ഉലമക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും സലാമത്തും നൽകണേ റബ്ബേ. ഞങ്ങളുടെ ദീനി സ്ഥാപനങ്ങൾ അള്ളാഹു ഞങ്ങളുടെ ഓരോ സംരംഭങ്ങളും മദ്രസകളും ദർസുകളും പള്ളികളും മഹല്ല് ജമാഅത്തുകളും ദീനി സംരംഭങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും KMCC ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഒരുപാട് ഡയാലിസിസ് സെൻ്ററുകൾ, CH സെൻ്ററുകൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ, യൂത്ത് ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മുടെ വിഖായയുടെ വളണ്ടിയർമാർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, SKSFൻ്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരുപാട് സേവന പ്രവർത്തനങ്ങൾ അള്ളാഹുവെ ദീനിൻ്റെ ലേബലിലും രാഷ്ട്രീയത്തിൻ്റെയും കൂട്ടായ്മയുടെയും ഒക്കെ ലേബലിൽ നിനക്ക് വേണ്ടി നിൻ്റെ വജഹുദ്ദേശിച്ചുകൊണ്ട് നടക്കുന്ന എല്ലാ സംവിധാനങ്ങളും റബ്ബേ നീ വലിയ വിജയത്തിലേക്ക് എത്തിക്കണമേ റഹ്മാനെ. അള്ളാഹു നീ വലിയ വിജയത്തിലേക്ക് എത്തിക്കണമേ തമ്പുരാനെ. റഹ്മുർ റഹീമായ റബ്ബേ, അള്ളാഹു ഒരുപാട് രോഗികൾ വിഷമത്തിലാണ്. അള്ളാഹു നീ സലാമത്ത് കൊടുക്കണേ പടച്ചവനെ, സലാമത്ത് കൊടുക്കണമേ പടച്ചവനെ. ജനിച്ച ഒരാഴ്ചയായൊരു കുഞ്ഞ് ഹാർട്ട് ഓപ്പൺ സർജറിക്ക് വിധേയമായി ഒരു ആൺകുട്ടി ചെന്നൈ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. എൻ്റെ സുഹൃത്ത് നാദാപുരത്തുള്ള എൻജിനീയർ കൂടിയായിട്ടുള്ള നമ്മുടെ സുഹൃത്തിൻ്റെ മോനാണ്. അള്ളാഹു നീ കുട്ടിക്ക് വളരെ പരിപൂർണമായി ശിഫ കൊടുക്കണേ പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. ഹാർട്ട് സംബന്ധമായ പ്രയാസം കുട്ടിക്ക് സലാമത്ത് കൊടുക്കണേ റഹ്മാനെ. റഹ്മുർ റഹീമേ, ഞങ്ങൾക്കൊക്കെ ജീവിതത്തിൻ്റെ അവസാന സമയം വരെയും മാരകങ്ങളായ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകണേ പടച്ചവനെ.
അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽപക്കങ്ങൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തതിൽ പരിചയക്കാരിൽ ദുആ കൊണ്ട് പ്രത്യേകം ഏൽപ്പിച്ചവരിൽ ഒരുപാട് ആളുകൾ ഇപ്പോൾ നമ്മുടെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ കൈകാര്യം ചെയ്യുന്ന അതിൻ്റെ അഡ്മിന്മാർ ദുആ വസിയത്തുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. റബ്ബേ, എല്ലാം നിൻ്റെ ഹദറത്തിലേക്ക് വെക്കുകയാണ്. പരിപാടി ലൈവ് കേൾക്കുന്ന ആളുകൾ അള്ളാഹു ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ എല്ലാ ഖൈറും ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. എല്ലാവിധ ഷർറുകളിൽ നിന്ന് കാവൽ നൽകണമേ തമ്പുരാനെ. അള്ളാഹു ബാക്കിയുള്ള ഷഅബാനിൻ്റെ ദിനരാത്രങ്ങളിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. റമളാനിൽ ഞങ്ങളിലേക്ക് എത്തിക്കണേ പടച്ചവനെ. ലൈലത്തുൽ ഖദ്റുമായി സന്ധിക്കാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ. ഒരുപാട് ഇബാദത്ത് ചെയ്യാൻ മനസ്സിന് കുളിർമയും തൗഫീഖും ഇച്ഛാശക്തിയും നൽകണമേ അല്ലാഹ്. ഞങ്ങളുടെ മരണവും ആഖിറവും പരലോകവും നീ സന്തോഷത്തിലാക്കി തരണേ അല്ലാഹ്. നാളെ നിൻ്റെ ലിഖാ കണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം നൽകണേ റബ്ബേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ശഫാഅത്ത് നൽകണമേ തമ്പുരാനെ. ബിജാഹി വഹഖി നബിക സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീൽ അംബിയാ വൽ മുർസലീൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. UAE റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിക്കുന്ന സമസ്ത പ്രാസ്ഥാനിക സമ്മേളനം മാർച്ച് 18 ഈ ശനിയാഴ്ച മറ്റന്നാൾ ഇന്ത്യൻ ഇസ്ലാമിക് സെൻറ്റർ അബുദാബിയിൽ വെച്ച് നടക്കുകയാണ് വൈകുന്നേരം. അപ്പോൾ ഇൻഷാ അള്ളാഹ് ഉസ്താദ് അബ്ദുസ്സലാം ബാഖവി, സയ്യിദ് ഷുഐബ് തങ്ങൾ, അബ്ദുസ്സലാം ഫൈലി ഒളവട്ടൂർ ഉസ്താദ്, ഷുഐബുൽ ഹൈത്തമി ഉസ്താദ്, മൊയ്തീൻകുട്ടി ഫൈലി അച്ചൂർ ഉസ്താദ് ഇവരൊക്കെ സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരും ഈ പരിപാടിയിൽ എത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും.